അപ്പം ചരിത്ര സാക്ഷികൾ, മുതിർന്ന മാധ്യമ പ്രവർത്തകർ അനുഭവങ്ങളും വീക്ഷണങ്ങളും പങ്കുവെക്കുന്ന ക്ലബ് ഹൗസ് മീഡിയ റൂമിൻ്റെ ഈ പരമ്പരയുടെ 31 ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുതിർന്ന 2 മാധ്യമ പ്രവർത്തകർ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട 2 പേർ, ശ്രീ എൻ ബാലകൃഷ്ണനും CP വിജയകൃഷ്ണനുമാണ് ഇന്നത്തെ അതിഥികൾ. 1985 ഞാൻ മാതൃഭൂമിയുടെ തിരുവനന്തപുരം യൂണിറ്റിൽ ട്രെയിനിയായി ചേരുമ്പോൾ വളരെ സീനിയറായി ഇവർ 2 പേരും ഉണ്ടായിരുന്നു. ശ്രീ എൻ ബാലകൃഷ്ണൻ അന്ന് കൊച്ചിയിലും CP വിജയകൃഷ്ണൻ അന്ന് കോഴിക്കോട് യൂണിറ്റിലുമാണ് പ്രവർത്തിച്ചിരുന്നത്. എൻ്റെ ഒരു 18 മാസത്തെ മാതൃഭൂമി ജീവിതത്തിൽ ഇവരോടൊപ്പം പ്രവർത്തിക്കാനുള്ള ഭാഗ്യമുണ്ടായിട്ടില്ല. എങ്കിലും 2 പേരെയും എനിക്ക് നന്നായി അറിയാം. മാധ്യമ പ്രവർത്തകർ ആയി മാതൃഭൂമിക്കകത്ത്, അതിനുശേഷം റിട്ടയർമെന്റിന് ശേഷം പൊതുരംഗത്തൊക്കെ വളരെ സജീവമാണ് 2 പേരും. അപ്പോൾ ഇവരെ പരിചയപ്പെടുത്താനായിട്ട് ഞാൻ സഹ മോഡറേറ്ററായ ഹേമലതയെ ക്ഷണിക്കുന്നു. വളരെ നന്ദി സർ. ഇന്ന് ആദ്യം സംസാരിക്കുന്നത് ബാലകൃഷ്ണൻ സാറാണ്. അപ്പോൾ സാറിനെ ഞാൻ ആദ്യം പരിചയപ്പെടുത്താണ്. 1974 ശ്രീ എം ബാലകൃഷ്ണൻ മാതൃഭൂമിയിൽ എത്തുന്നത്. ജേർണലിസ്റ്റ് ട്രെയിനി ആയിട്ടായിരുന്നു നിയമനം. 2 വർഷത്തിനകം അദ്ദേഹം സബ് എഡിറ്ററും 85 കൊച്ചിയിൽ ചീഫ് സബ് എഡിറ്ററും ആയി. 92 സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ആൻഡ് ചീഫ് ഓഫ് ന്യൂസ് ബ്യൂറോ ആയി തിരുവനന്തപുരത്തെത്തി. 95 ന്യൂസ് എഡിറ്റർ, 2000 ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ പദവിയിലേക്ക് അദ്ദേഹം എത്തി. 2011 അദ്ദേഹം അവിടുന്ന് വിരമിക്കുന്നത് മാതൃഭൂമിയിൽ നിന്ന്. കുറച്ചു കാലം മാതൃഭൂമിയിലെ ലീഡർ റൈറ്ററായിട്ട് അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിരുന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന കാലത്ത് അദ്ദേഹത്തിന് സിംഗപ്പൂർ, വിയറ്റ്നാം തുടങ്ങിയ സ്ഥലങ്ങളിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹ റാവുവിനോടൊപ്പം സഞ്ചരിക്കാനായിട്ട്, അത് 1994 സഞ്ചരിക്കാനായിട്ടുള്ള ഒരു അവസരം സിദ്ധിച്ചു. സിംഗപ്പൂർ, ഫിലിപ്പീൻസ്, കൊറിയ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പിന്നീട് APJ അബ്ദുൾ കലാം അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് 2006 വിസിറ്റ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. ഇതുപോലെ US 2001 ഒരു US സ്പെഷ്യൽ വിസിറ്റർ ആയിട്ട്, ഒരു വിസിറ്റർ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് അവിടെയും സന്ദർശിക്കാൻ കഴിഞ്ഞു. 4 വർഷം മാതൃഭൂമിയുടെ ട്രെയിനിങ് സ്കൂളിന്റെ കോഴ്സ് കോർഡിനേറ്റർ ആയിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 2012 തൊട്ട് 2016 വരെ ദീർഘമായിട്ടുള്ള ഒരു പ്രവർത്തന കാലത്ത് അദ്ദേഹം, മാതൃഭൂമിയിലുള്ള പ്രവർത്തന കാലത്ത് അദ്ദേഹം വഹിച്ച പങ്കുകളും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സംഭാവനകളെ പറ്റിയും നമുക്ക് കൂടുതൽ കേട്ടറിയാം. അദ്ദേഹത്തിനെ ഏറ്റവും സ്നേഹപൂർവ്വം ശ്രീ എൻ ബാലകൃഷ്ണൻ സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ കഴിഞ്ഞ തവണ കുറെയൊക്കെ പോയിന്റ്സ് ഒക്കെ എഴുതി തയ്യാറായിട്ടാണ് വന്നിരുന്നു. ഇപ്പൊ ഒന്നുമില്ല, എന്റെ ഓർമ്മയിൽ നിന്ന് തന്നെ ഞാൻ പറയുകയാണ്. അതായത് പറഞ്ഞാൽ 42 കൊല്ലം മാതൃഭൂമിയിൽ ഇരുന്ന കാലഘട്ടത്തില് പിന്നെ ഒരുപാട് സംഭവങ്ങൾ, ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരുപാട് സംഭവങ്ങളുമായിട്ട് കവറേജുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ഉള്ള പിന്നെ അവസരം ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ ട്രെയിനിയായി ജോയിൻ ചെയ്ത് 10ാമത്തെ ദിവസം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൈകാര്യം ചെയ്യേണ്ട ഒരു അവസരം, ഞാനിപ്പോഴും അത് വളരെ അഭിമാനപൂർവ്വം പറയുകയാണ്. അതായത് അന്നാണ് ഇന്ത്യ ആദ്യമായിട്ട് അണുസ്ഫോടനം നടത്തിയത്. ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലം, പൊക്രാനിനകത്ത്. അത് എനിക്ക് വാർത്ത എന്താണ് എന്നുള്ളതെല്ലാം തിരിച്ചറിയുന്നതിനൊക്കെ മുമ്പായി തന്നെ ശരിക്ക് വാർത്തകൾ എങ്ങനെ വരുന്നു, എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള തിരിച്ചറിവ് ശരിക്കും കിട്ടുന്നതിന് മുമ്പ്, ഏതാണ്ട് ഒരു 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും തന്നെ ഇതിന്റെ ന്യൂസ് ഏജൻസി കോപ്പികൾ ഇത് വാർത്തയാക്കി കൊടുക്കണമെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിലെത്തുന്നത്. അത് പിന്നെ കാര്യമായ അന്താളിപ്പൊന്നും ഇല്ലാതെ ഒരുവിധം ഭംഗിയായിട്ട് ഒരു വാർത്ത തയ്യാറാക്കി കൊടുക്കുകയും അത് പിറ്റേന്നത്തെ മാതൃഭൂമി കൊച്ചി എഡിഷന്റെ പ്രധാന വാർത്തയായിട്ട് പിറ്റേ ദിവസം പ്രത്യക്ഷപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ഒന്ന് എന്നെ വളരെ സംതൃപ്തി തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ അത്രയും സുപ്രധാനമായൊരു വാർത്ത അന്ന്
തന്നെ വന്ന് എത്രയും ദിവസങ്ങൾക്കകം തന്നെ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ അന്ന് മാതൃഭൂമി എന്നല്ല എല്ലാ പത്രങ്ങളിലും അങ്ങനെ ഒരു നിയതമായിട്ടുള്ള ഒരു ട്രെയിനിങ് സിസ്റ്റം ഒന്നുമില്ല. ഞാൻ ട്രെയിനിങ് ആയിട്ടാണ് വന്നതെങ്കിലും വന്ന പിറ്റേ ദിവസം മുതൽ തന്നെ പറഞ്ഞ പോലെ ജോലി ചെയ്യുക, ജോലി ചെയ്തതിൻ്റെ ഒപ്പം ഇപ്പൊ ഇതുപോലെ പിന്നെ ഏജൻസി കോപ്പികൾ തരും. ന്യൂസ് എഡിറ്ററോ ചീസബോമാരാണ് സാധാരണ കൈകാര്യം ചെയ്യുന്നത്. അത് പിന്നെ എങ്ങനെ എഴുതണം എന്നുള്ളൊരു ജനറലായിട്ടൊരു നിർദ്ദേശം തരും. അത് നിങ്ങൾ തർജ്ജമയല്ല ചെയ്യേണ്ടത്, അത് വായിച്ച് മനസ്സിലാക്കി ഒരു വാർത്തയാക്കിയിട്ടാണ് തരുന്നത്. അങ്ങനെയൊക്കെയുള്ള നിർദ്ദേശങ്ങൾ നോക്കും, തരുന്നു. അപ്പൊ അതനുസരിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അതിൽ തന്നെ അപ്പൊ അതിന്റെ ഇടയ്ക്ക് തന്നെയാണ് ഞാൻ ഒരു ജേർണലിസം പിന്നെ കോഴ്സൊന്നും ചെയ്ത ആളല്ല. പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് നേരെ പിന്നെ മാതൃഭൂമിയിലേക്ക് വന്നു. അപ്പം പിന്നെ ഇതറിയാത്തതുകൊണ്ട് എങ്ങനെ എന്താണ് ഇൻട്രോ, എന്താണ് അത് തലക്കെട്ടിടുന്നതിന്റെ സാങ്കേതിക വശങ്ങൾ, ഇതൊന്നും അറിയില്ല. അപ്പൊ ഇതൊക്കെ എല്ലാം ഓരോ തവണയും ഓരോന്നും എഴുതി തരുമ്പോൾ ചീഫ് സബ് എഡിറ്റർ അല്ലെങ്കിൽ വളരെ സീനിയർ ആയിട്ടുള്ള വേറെ സബ് എഡിറ്റർമാരാണെങ്കിൽ അവര് ഇതെല്ലാം പറഞ്ഞു തരും. അതനുസരിച്ചിട്ട് എഴുതി കൊടുക്കുക എന്നുള്ള ആ തരത്തിലുള്ള ഒരു പരിശീലനമാണ് ആദ്യഘട്ടത്തിൽ ഇവർ കിട്ടിക്കൊണ്ടിരുന്നത്. അല്ലാതെ ക്ലാസ് എന്ന് പറയുന്ന ഒരു ഫോർമലായിട്ടുള്ള ഒരു ക്ലാസ് ജേർണലിസത്തില് ആ സമയത്തൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഈ അതിനുശേഷം തന്നെ പിറ്റേന്ന് ഈ വാർത്ത തലേന്നത്തെ പത്രം പിന്നെ ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഒരു പരിപാടി അന്നും ഉണ്ട്. അത് പ്രധാനമായിട്ടും അന്ന് ചെയ്തിരുന്നത് ബ്യൂറോയിലുള്ള ആൾക്കാരാണ്. അത് ബ്യൂറോയിൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള സത്യവർദ്ധൻ, ടി രാജൻ, പിന്നെ കെ രാമേന്ദ്രൻ, അദ്ദേഹം ചീഫ്. അപ്പൊ ഇവരൊക്കെയാണ് പിന്നെ ഇതിന് പിന്നെ ഇത് പിന്നെ എങ്ങനെയാണ് ഒരു എന്തൊക്കെയാണ് അതിന്റെ ഡിഫക്ട്സ് ഓരോന്നൊക്കെ രാവിലെ ബ്യൂറോയിൽ പോയി കഴിഞ്ഞാൽ തന്നെ ഇതെല്ലാം കേൾക്കും. അപ്പൊ നമ്മൾ എഴുതിയ വാർത്ത പോലും ഇവര് വിശകലനം ചെയ്യുകയും അതിനെ വിമർശിക്കുകയും ചെയ്യുന്ന അങ്ങനെ ഒക്കെ കേട്ടും അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്നുള്ളത് മനസ്സിലാക്കി ഉള്ളൊരു ട്രെയിനിങ് ആണ്. അത് ഈ പറഞ്ഞ പോലെ വേറെ അടുത്ത സംഭവം തന്നെ അടുത്ത് തന്നെ ഈ കഴിഞ്ഞതിന്റെ ട്രെയിനിങ് പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും ആണ് അടുത്ത സുപ്രധാന സംഭവം അടിയന്തരാവസ്ഥ പ്രഖ്യാപനം. അടിയന്തരാവസ്ഥ പ്രഖ്യാപനം എന്ന് പറയുന്നത് അപ്പൊ അത് നമ്മള് വേറൊരു ഈ സാധാരണ ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു പത്രപ്രവർത്തന രംഗത്ത് നിന്നും കുറെ കൂടെ നിയന്ത്രിതമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന പെട്ടെന്നുണ്ടായിരുന്ന ഒരു മാറ്റം. അത് മാതൃഭൂമിയിൽ ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്തെ അന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവതന്ത്ര സ്വതന്ത്രമായിട്ടുള്ള ഒരു അന്തരീക്ഷം. ആർക്കും പിന്നെ ഈ പറഞ്ഞ പോലെ ആര് എഴുതി കൊടുക്കുന്ന വാർത്തയും ഈ ലേഖകനാണെങ്കിൽ അത് വാർത്ത അല്ലെങ്കിൽ സബ്ഡിച്ചാണെങ്കിൽ എഴുതി കൊടുക്കുന്നത് മിക്കവാറും പിന്നെ അതിന്റെ മറ്റ് എന്തെങ്കിലും മറ്റേ മാനേജ്മെന്റ് താല്പര്യമോ അങ്ങനെ വല്ല പ്രശ്നങ്ങളോ അങ്ങനെ യാതൊരു പരിമിതികളും ഇല്ലാതെ വളരെ സ്വതന്ത്രമായിട്ട് തന്നെ പിറ്റേന്നത്തെ പത്രങ്ങളിൽ കാണാവുന്ന ഒരവസ്ഥ. അതിൽ നിന്ന് വിപരീതമായിട്ട് അവിടെ ഓഫീസിൽ തന്നെ സെൻസറുടെ ഒരു ആളായിട്ട് PIB ഒരു ഉദ്യോഗസ്ഥൻ വരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ പിന്നെ മേൽനോട്ടത്തിൽ തന്നെ അദ്ദേഹം പേജുകളുടെ അവസാനം നോക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു പെട്ടെന്നുള്ള ഒരു മാറ്റത്തിന്റെ അന്തരീക്ഷം. അത് കഴിഞ്ഞ് നടന്ന ചരിത്ര പ്രസിദ്ധമായ പിന്നെ കോൺഗ്രസിന് ആദ്യമായിട്ടുള്ള അധികാരം നഷ്ടപ്പെടും തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പ് പിന്നെ അന്നത്തെ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനങ്ങൾ അതൊരു ഭയങ്കര വലിയൊരു സംഭവമാണ് പത്രം ഓഫീസറെ. ഈ പത്രം ഓഫീസറെ സംബന്ധിച്ചിടത്തോളം എല്ലാ കൊല്ലവും ഉണ്ടാകുന്ന വേറൊരു വലിയ സംഭവമാണ് SSLC റിസൾട്ട് പബ്ലിക്കേഷൻ. അതൊരു വലിയൊരു ആഘോഷമാണ്. 2 ദിവസം പിന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ പിന്നെ ഇതിന്റെ എന്താ പറയുക റിസൾട്ടുകൾ കിട്ടിക്കഴിഞ്ഞാൽ അതിനെപ്പറ്റി അതിന്റെ കമ്പോസിങ്ങും അതിന്റെ പിന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളായിട്ടുള്ള ഒരു ഇത്. അതുപോലെ തന്നെയാണ് ഇലക്ഷൻ റിസൾട്ട്. ഇലക്ഷൻ റിസൾട്ടിന്റെ കാര്യത്തില് നമ്മൾ പത്രത്തിൽ കൊടുക്കുന്നത് മാത്രമല്ല അപ്പോൾ തത്സമയം ഓഫീസിന്റെ മുമ്പിൽ മൈക്കിലൂടെ വിളിച്ചു പറയുന്ന ഒരു സംഭവം കൂടിയുണ്ട്. അപ്പൊ അതെങ്ങനെ ഓഫീസിന്റെ മുമ്പിൽ ധാരാളം ആൾക്കൂട്ടമാണ്, വലിയ ആൾക്കൂട്ടമാണ്, ഫലങ്ങൾ അറിയാം. അപ്പൊ നമ്മുടെ സ്വന്തം സ്ഥലത്ത് മാത്രമല്ല മൊത്തം രാജ്യത്തിന്റെ മുഴുവനും ഭാഗത്തു നിന്നുള്ള പിന്നെ ഇത് അനൗൺസ് ചെയ്യാൻ ഓരോരുത്തരും മാറി. അപ്പൊ അതൊരു വേറൊരു പിന്നെ ഒരു പ്രധാന നമുക്ക് പറഞ്ഞ പോലെ റൂട്ടീനിൽ നിന്ന് സാധാരണ ത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പിന്നെ നമ്മൾ എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ള വേറൊരു വലിയൊരു എക്സ്പീരിയൻസ്. അപ്പൊ അത് പിന്നെ
പത്രത്തിലേക്ക് എഴുതി കൊടുക്കുന്നത് മാത്രമല്ല, അനൗൺസ് ചെയ്യാനുള്ള വേറെ എഴുതി കൊടുക്കണം. അങ്ങനെ ഒരുപാട് അതിൻ്റെ കൂടെ നടന്നു വരുന്നുണ്ട്. ഇതൊക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് അതിനിടയിൽ വേറൊരു അവസരം കൂടെ കൈവരുന്നു. അന്ന് മാതൃഭൂമിയില് ലീഗൽ കറസ്പോണ്ടന്റ് ആയിരുന്ന പി രാജൻ അടിയന്തരാവസ്ഥക്കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അപ്പൊ അതേ തുടർന്ന് പിന്നെ ഹൈക്കോടതി വാർത്തകൾ കവർ ചെയ്യാനാവില്ല വരുന്ന അവസരം. ഞാനൊരു നിയമ ബിരുദധാരി കൂടി ആയതുകൊണ്ട് ആ ചുമതലയും എനിക്ക് കിട്ടി. അങ്ങനെ അതും ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എനിക്ക് ഒരു അവസരമായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റി. കുറച്ചു കാലത്തേക്കെങ്കിലും, വളരെ കുറച്ചു കാലം ഉണ്ടായിരുന്നുള്ളൂ, ഒരു മാസങ്ങൾ, ഏതായാലും ഒരു കൊല്ലത്തിൽ താഴെ എന്ന് പറയാം. എന്തായാലും അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. ഇതേ സമയം വേറെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഓർക്കാൻ, ഈ പറഞ്ഞ പോലെ ഈ ലോക ചരിത്രവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ, ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ അതിപ്രധാന നാഴികക്കല്ലുകളായിട്ടുള്ള സംഭവങ്ങളായിരുന്നു ഈ പിന്നെ അണുസ്ഫോടനവും ഇലക്ഷനും കോൺഗ്രസിന്റെ പരാജയമായിരുന്നു. അതേസമയം ലോകം മുഴുവനും പല ഭാഗത്തിലും, വിയറ്റ്നാമിൽ, കംബോഡിയയില്, പശ്ചിമേഷ്യയില്, ഇങ്ങനെ പല ഭാഗങ്ങളിലും പിന്നെ യുദ്ധങ്ങൾ തന്നെ നടക്കുന്ന സമയമാണ്. വിയറ്റ്നാമിൽ പിരിഞ്ഞ യുദ്ധം നടക്കുന്നു, കംബോഡിയയിൽ, അതുപോലെ തന്നെ പശ്ചിമേഷ്യയിലാണെങ്കിലും വളരെ അസ്വസ്ഥമായിട്ടുള്ള കാലഘട്ടം. അപ്പൊ ഇവിടെ നിന്നുള്ള വാർത്തകളല്ല, രാത്രിയാണ് ഈ വാർത്തകളുടെ ഒഴുക്ക്. ഈ വിദേശ വാർത്തകൾ അധികവും രാത്രിയിലത്തെ ഷിഫ്റ്റിലെ പ്രധാന ജോലി ഇത്തരം പിന്നെ ഇത്തരം വാർത്തകൾ പത്രത്തിലേക്ക് കൊടുക്കുന്ന രൂപത്തിലാക്കി എടുക്കാവുന്നതാണ്. അപ്പൊ അത് പിന്നെ 2 ചീഫ് സബ് എഡിറ്റർമാരാണ് അന്ന് മാതൃഭൂമിയിൽ ഉണ്ടായിരുന്നത്. അവര് മാറി മാറി, ഒരാൾ പകലും ഒരാൾ രാത്രിയുമായിട്ട് വരുന്ന 2 ചീഫ്മാര്. അത് 3 പേരുണ്ടായിരുന്നു. ഒരാള് പുള്ളി പൂർണ്ണമായും മറ്റേ പ്രാദേശിക വാർത്തകൾ മാത്രം നോക്കുന്ന ശിവശങ്കരനെ വിളിച്ചു. ഇവരും മറ്റു 2 പേരും ഇദ്ദേഹത്തിൽ തന്നെ വളരെ പ്രഗത്ഭരായിട്ടുള്ള KP വിജയൻ എന്ന് പറയുന്ന ആളും മാത്യു ലൂക്ക് എന്ന് പറയുന്ന മറ്റൊരു ചീഫ്. KP വിജയനും ഇവർ 2 പേരും നല്ല എഴുത്തുകാരും, മാത്യു ലൂക്ക് നല്ല അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള പല പാശ്ചാത്യ നോവലുകളും മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുള്ള ആളാണ്. KP വിജയനാണെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ടുള്ള ഒരു ഇതുകൊണ്ട് പ്രശസ്തരാണ്. അപ്പൊ അവരുടെയും ഒക്കെ ഒരു ശിക്ഷണത്തിലും അതേപോലെ ഈ പറഞ്ഞ ബ്യൂറോയിൽ ഉണ്ടായിരുന്ന സത്യവർദ്ധൻ, പി രാജൻ തുടങ്ങിയിട്ടുള്ളവരുടെയൊക്കെ ഒരു ഡയറക്റ്റ് അല്ലാതെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പോലും പറയും. ഡയറക്റ്റും ഉണ്ട്, അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ടും ഇവരുടെ വിമർശനങ്ങള്, പത്രവിമർശനങ്ങള്, വാർത്തകളെ ഓരോന്നിനെ ഇഴകേറി പരിശോധിച്ച് പറയുന്ന ചർച്ചകള്, ഇതെല്ലാം ഇതിലുള്ള പത്രപ്രവർത്തകനെ വളരുന്നതിന് സഹായിച്ചിട്ടുണ്ട് വേണം. അങ്ങനെ പിന്നെ വേറെ സംഭവബഹുലം എടുത്തു പറയാവുന്ന സംഭവങ്ങള് നമ്മൾ ചോദിക്കുന്ന ചോദ്യോത്തരത്തിൽ പറയാന്നുള്ളത്. അതെനിക്ക് കൂടുതൽ വിസ്തരിച്ച് പറയണം ഇതിന്റെ കാര്യം. ഹലോ ഹലോ സർ. അപ്പൊ കൂടുതൽ കാര്യങ്ങള് ഇനി ചോദ്യോത്തരത്തില് പറയാം അല്ലേ? അതല്ലാതെ വെറുതെ അതെ, അങ്ങനെ ആവാം സർ. അപ്പൊ അടുത്തതായിട്ട് വിജയകൃഷ്ണൻ സാർ സംസാരിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഹലോ സർ. അടുത്തത് ശ്രീ CP വിജയകൃഷ്ണൻ, അദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ വേണ്ടി വിജയകൃഷ്ണൻ സാറിനെ പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് ഇതിലേക്ക് പോവാം. CP വിജയകൃഷ്ണൻ സാറ് 1981 ട്രെയിനി ആയിട്ട് മാതൃഭൂമിയിൽ ജോലിയിൽ പ്രവേശിക്കുന്നത്. 2013 അദ്ദേഹം ഡെപ്യൂട്ടി എഡിറ്ററായിട്ട് വിരമിച്ചു. സുദീർഘമായിട്ടുള്ള ഒരു 32 വർഷക്കാലത്തെ മാതൃഭൂമി കാലമാണ് അദ്ദേഹത്തിന് അവകാശപ്പെടാനുള്ളത്. അദ്ദേഹം കാസർഗോഡ് തൃക്കരിപ്പൂർ സ്വദേശിയാണ്. കോഴിക്കോടാണിപ്പോ താമസം. ഈ 32 വർഷത്തെ സേവനകാലത്ത് സ്പോർട്സ്, സിനിമ, സാഹിത്യം തുടങ്ങി സാംസ്കാരികം തുടങ്ങി പല മേഖലകളിലും അദ്ദേഹം പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും സ്പോർട്സിന്റെ കാര്യത്തിൽ അദ്ദേഹം പ്രത്യേകമായിട്ട് എടുത്തു പറയാനുള്ള ചില പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. മലയാള പത്രങ്ങളിൽ സ്പോർട്സ് റിപ്പോർട്ടിംഗ് സംസ്ഥാനത്തിന് പുറത്ത് പോയി ചെയ്തിട്ടുള്ള ആദ്യത്തെ വ്യക്തികളിൽ ഒരാൾ അദ്ദേഹം തന്നെയാണ്.
മാത്രമല്ല ഗോവ, വെസ്റ്റ് ബംഗാൾ പോലുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ആദ്യത്തെ ആ ഒരു കാലഘട്ടത്തില് സ്പോർട്സ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടാതെ അത് പത്ര ഓഫീസിലേക്ക് എത്തിക്കണം. കൃത്യമായിട്ട് വാർത്തകൾ അടുത്ത ദിവസത്തേക്ക് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ അന്ന് അപര്യാപ്തമായിട്ടുള്ള സംവിധാനങ്ങളേ ഉള്ളൂ. സാങ്കേതികമായിട്ട് ഇത്രയൊന്നും വികസിക്കാത്ത ഒരു കാലഘട്ടത്തിലും അതിനുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം പിന്നെ നേതൃത്വം കൊടുത്തു. അദ്ദേഹം തന്നെ റിപ്പോർട്ട് ചെയ്തു പല കാര്യങ്ങളും. അതെല്ലാം മലയാള പത്രപ്രവർത്തന ചരിത്രത്തിലെ തന്നെ ഒരു ആദ്യത്തെ പാഠങ്ങൾ തന്നെയായിരിക്കും അദ്ദേഹം ചെയ്തിട്ടുള്ളത്. 2022 അദ്ദേഹം ഏറെ സ്നേഹിക്കുന്ന ഫുട്ബോളിനെ കുറിച്ച് ഒരു പുസ്തകം എഴുതി. മൈതാനി ലഹരികൾ എന്നുള്ള പേരിലുള്ള ഒരു പുസ്തകമാണ്. ഇപ്പോഴും അദ്ദേഹം വളരെ പ്രവർത്തന നിരതനായിട്ടിരിക്കുകയാണ്. പല ഓൺലൈൻ മാഗസിൻസിനും വേണ്ടിയിട്ട് അദ്ദേഹം കോളം എഴുതുന്നുണ്ട്. അതുപോലെ ഏറ്റവും പുതിയ നവ മാധ്യമങ്ങളെ സംബന്ധിച്ചും അതുപോലെ ഈ ഇന്റർനെറ്റ് വന്നതിന് ശേഷമുള്ള ആ കാലഘട്ടത്തിലെ സാങ്കേതിക കാര്യങ്ങളെക്കുറിച്ചും സിനിമ പോലുള്ള പുതിയ സങ്കേതങ്ങളെക്കുറിച്ചും ഒക്കെ അദ്ദേഹം വളരെയധികം കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക്, ക്ലബ് ഹൗസിന്റെ മീഡിയ റൂമിലേക്ക് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് സാദരം ക്ഷണിക്കുന്നു. താങ്ക് യു. കേൾക്കുന്നുണ്ടോ? കുറച്ചും കൂടെ കേൾക്കാം. ശബ്ദം കുറച്ചും കൂടെ അല്ലേ അടുത്ത് കേൾക്കാം അല്ലേ? കേൾക്കാം സാർ. ഇത്തിരി സൗണ്ട് ഒന്ന് കൂട്ടിയാൽ മതി, സംസാരിക്കും. അപ്പോൾ 32 വർഷം ജോലി ചെയ്തു. അതിന് പുറമെ കുറച്ചും കൂടെ ശബ്ദം ഒന്ന് അടുത്ത് വെച്ച് സംസാരിക്കുമോ? ഒരല്പ ശബ്ദം വേണം. സംസാരിക്കുന്നത് സ്പീക്കറിനോട് ചേർത്ത് സംസാരിച്ചാൽ നല്ല വോളിയം കിട്ടാം. ഇപ്പോഴോ? ഇപ്പൊ ശരിയായി. ഞാൻ സ്പീക്കറിന് അടുത്ത് വെച്ചിട്ട് സംസാരിക്കാം. 32 വർഷം ജോലി ചെയ്തു, ശരിയാണ്. അതിൽ എനിക്ക് പറയാനുള്ള എല്ലാ പത്രപ്രവർത്തനത്തിൻ്റെ മിക്ക മേഖലകളിലും ജോലി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ ദീർഘകാലം ഞാൻ ന്യൂസ് ഡെസ്കിലായിരുന്നു വർക്ക് ചെയ്തത്. കുറച്ച് കാലം ന്യൂസ് ബ്യൂറോൻ്റെ ചുമതലയിലും ഉണ്ടായിരുന്നു. ഹലോ, കേൾക്കാം. അല്ലേ? അത് ശരിയാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഏതാണ്ട് എനിക്കത് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഇത്രയും വർഷങ്ങൾക്കിടയിലും തുടർച്ചയായിട്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ 2013 ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷവും അത് തുടരുന്നുണ്ട്. സാങ്കേതിക വിദ്യയായിട്ടുള്ള ചെറിയ പരിചയമൊക്കെ സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് ഉണ്ടായിരുന്നതിനേക്കാളും വലിയൊരു വ്യത്യാസം എന്നുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് വിവരങ്ങൾ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പണ്ടൊക്കെ ആണെങ്കിൽ വിവരം കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും പക്ഷേ എളുപ്പം കിട്ടും. 1988 ഞാൻ ഇവിടുന്ന് വെസ്റ്റ് ബംഗാളിൽ പോയിട്ട് നെഹ്റു കപ്പ് അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെൻറ്റ് റിപ്പോർട്ട് ചെയ്തത് 1988. അത് കൽക്കട്ടയിലായിരുന്നില്ല, അത് വടക്കൻ ബംഗാളിലെ സിലിഗുരിയിലായിരുന്നു. അതിൻ്റെ സംഗതി എന്താണെന്ന് പറഞ്ഞാൽ, ഈ സിലിഗുരി എവിടെയാണ് എന്ന് ശരിക്കും അറിയില്ല. റെയിൽവേ ബുക്കിംഗ് ഓഫീസിൽ ചോദിച്ചപ്പോൾ അവർക്ക് കൂടുതൽ വിവരങ്ങളൊന്നും പറഞ്ഞു തരാൻ പറ്റിയില്ല. പക്ഷെ വെസ്റ്റ് ബംഗാളിലാണെന്ന് അറിയാം, വടക്കൻ ബംഗാളിലാണെന്ന് അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ മാറി. ഇപ്പോൾ നമുക്ക് ഒരു വിരൽ ഒടിച്ചാൽ എവിടെയാണ് സിലിഗുരി എന്നറിയും, എങ്ങനെയാണ് അങ്ങോട്ടുള്ള ട്രാവൽ പ്ലാൻസ്, എത്ര കിലോമീറ്റർ എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അതാണ് അതിൻ്റെ ഒരു സംഗതി. പിന്നീട് അതുമാതിരി നേരത്തെ പറഞ്ഞ മാതിരി ഗോവയിലേക്കും പോയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് കൽക്കട്ടയിൽ വേറെ ആരെങ്കിലും അതിന് മുൻപ് മലയാളി റിപ്പോർട്ടർമാർ പോയിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മാതൃഭൂമിയിൽ നിന്ന് മാത്രമല്ല, വേറെ ഏതെങ്കിലും പത്രത്തിൽ നിന്ന് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതേമാതിരി തന്നെയാണ് ഗോവയുടെയും കാര്യം. കാരണം അന്ന് നമ്മുടെ കൊങ്കൺ റെയിൽവേ ലൈനൊന്നുമില്ല. പക്ഷെ എന്നാലും യാത്ര ബുദ്ധിമുട്ടില്ല. പക്ഷേ എല്ലാ സ്ഥലത്തും വാർത്ത അയക്കാനുള്ള പ്രയാസങ്ങളുണ്ടായിരുന്നു. പ്രയാസങ്ങൾ എന്ന് പറഞ്ഞാൽ, അന്ന് ഫാക്സ് ഇല്ല, നമ്മൾക്ക് ഈ മറ്റേ ഇമെയിൽ ചെയ്യാൻ പറ്റില്ല, ആ രീതിയിലുള്ള സംവിധാനങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മൾ മലയാളത്തിൽ പറഞ്ഞു കൊടുക്കുകയും ഇംഗ്ലീഷാക്കി മാറ്റി എഴുതുകയും അത് ഓപ്പറേറ്റർ ടൈപ്പ് ചെയ്ത് ടെലക്സിൽ അയക്കുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ,
ഇത് എഴുതാൻ കുറേ താമസിക്കും. ഓരോ അക്ഷരം പെറുക്കി പെറുക്കി ഇംഗ്ലീഷിൽ എഴുതണം. അപ്പോൾ അവരെ അടിക്കുമ്പോൾ അവർക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ അവർക്ക് തെറ്റ് പറ്റാം. ഡെഡിക്കേറ്റഡ് ലൈൻ ഉണ്ടാവും ചില സ്ഥലത്ത്. നമ്മൾ പോയ സ്ഥലത്ത് ഡെഡിക്കേറ്റഡ് ലൈൻസ് ഉണ്ടാവും. കാരണം നമ്മൾക്ക് മാത്രമായിട്ട് അവിടെ ഈ ടെലഗ്രാഫ് ലൈൻസ് ഉണ്ടാവും. അല്ലാതെ ചില സ്ഥലങ്ങളിൽ പോയ ഡെഡിക്കേറ്റഡ് ലൈൻസ് ഉണ്ടാവില്ല. നമ്മൾ പൊതുജനങ്ങൾ കൂടി ഉപയോഗിക്കുന്ന ടെലഗ്രാഫ് ഓഫീസുകൾ ചെല്ലുകയും അവിടുത്തെ സേവനം ഉപയോഗിക്കുകയും വേണം. അപ്പോൾ ചിലപ്പോൾ കാത്തു നിൽക്കേണ്ടി വരും. ചിലപ്പോൾ അവർക്ക് പത്രക്കാർക്കൊരു പ്രയോറിറ്റി ഒക്കെ ഉണ്ടാവും. അവിടെ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഗോവയിലൊക്കെ ചെന്നപ്പോൾ, പനാജിയിൽ ചെന്നപ്പോൾ, അവിടെ വൈകുന്നേരം ആകുമ്പോഴേക്കും മറ്റ് സ്റ്റേറ്റുകളിലെ വേണ്ടി പ്രവർത്തിക്കുന്ന പത്രലേഖകർ അവിടെ സമ്മേളിച്ചിട്ട് അവർ വാർത്ത അയക്കുന്നത് കാണാം. അപ്പോൾ അവർ കൽക്കട്ടക്കോ അല്ലെങ്കിൽ ഡൽഹിക്കോ മദ്രാസിലേക്കോ ഒക്കെ വാർത്ത അയക്കുന്നതാണ്. അപ്പോൾ അവർക്ക് അവരുടെ കൂട്ടത്തിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഏതെങ്കിലും നമ്മൾക്കും കൂടി ഒരു ചെറിയ പ്രയോറിറ്റി അവിടെ ലഭിക്കും. അപ്പം അങ്ങനെ വാർത്ത അയക്കുന്നതിലൊരു പ്രയാസക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് അത് വലിയൊരു പ്രയാസമായിട്ട് നമുക്ക് തോന്നുന്നില്ല. കാരണം അന്ന് വേറെ സംവിധാനങ്ങളില്ലാത്തതുകൊണ്ട് ഒരു തരത്തിലുള്ള ഇല്ലായ്മ നമ്മൾ അനുഭവിക്കുന്നില്ല. അതാണ് എടുത്തു പറയാനുള്ള ഒരു കാര്യം. പിന്നെ ഒരു കൗതുകം എന്തുകൊണ്ട് ഈ തൊഴിൽ തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ, അങ്ങനെ പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രശ്നം അതിലുണ്ടായിരുന്നില്ല. നമ്മളൊരു തൊഴിൽ അന്വേഷിക്കുന്നു, അങ്ങനെ പത്രപ്രവർത്തനത്തിൽ ചെന്നുപെടുകയാണ് ചെയ്യുന്നത്. ഞാൻ ജനിച്ചതും വളർന്നതും കാസർഗോഡ് തെക്കേറ്റത്തിൽ തൃക്കരിപ്പൂരാണ്. കുറച്ച് കാലമൊക്കെ തൃക്കരിന്ന് പുറത്ത് പോയി തിരുവനന്തപുരത്ത് പഠിച്ചിട്ടുണ്ട്, കോഴിക്കോട് പഠിച്ചിട്ടുണ്ട്, അങ്ങനെ തൃശ്ശൂർ പഠിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ തൊഴിൽ അന്വേഷിക്കുന്ന സമയത്ത് ഒരു പക്ഷേ കോഴിക്കോടാണെങ്കിൽ അല്ലെങ്കിൽ കൊച്ചിയിലാണെങ്കിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്താണെങ്കിൽ ഈ പത്രം ഒരു തൊഴിൽ മേഖലയാണ് എന്ന് നമ്മൾക്ക് അറിയുമായിരുന്നു. അതിൽ നിന്ന് വളരെ അങ്ങനെ പത്രങ്ങൾ അച്ചടിക്കുന്ന സ്ഥലത്ത് നിന്ന് വളരെ ദൂരെ താമസിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു തൊഴിൽ സാധ്യത അന്ന് അറിവുണ്ടാവില്ല. കാരണം അന്ന് പത്രങ്ങൾ അഡ്വർടൈസ് ചെയ്തിട്ട് ആൾക്കാരെ എടുക്കുന്ന സമ്പ്രദായം കുറവായിരുന്നു. പക്ഷെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിച്ചൊന്നും വരില്ല. അപ്പോൾ ഇങ്ങനൊരു തൊഴിൽ മേഖല ഉണ്ട് എന്നുള്ള അറിവ് ക്രമേണയാണ് കേരളത്തിൽ ഒട്ടുമുക്ക സ്ഥലങ്ങളിൽ ഉണ്ടായി തുടങ്ങിയതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ മാതൃഭൂമിയിൽ അപേക്ഷ കണ്ട് അങ്ങനെയാണ് അപേക്ഷിച്ച് മാതൃഭൂമിയിൽ 1981 ചേർന്നത്. അതിനിടയ്ക്ക് ഒരു കൗതുകം നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഒരു പൂർവികൻ കോഴിക്കോട് ഒരു പഴയ പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നു. കുറച്ചു കാലം ഉണ്ടായിരുന്നു. ആ പത്രത്തിൻ്റെ പേര് കേരള സഞ്ചാരി എന്നായിരുന്നു. ആ പത്രത്തിൻ്റെ പേര്. അത് പൂവാടൻ രാമൻ വക്കീൽ, 19-ാം നൂറ്റാണ്ട് അവസാനമാണ് അതിൻ്റെ ആരംഭം. പൂവാടൻ രാമൻ വക്കീൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ പ്രഗത്ഭനായിരുന്നു. അദ്ദേഹം സ്ഥാപിച്ചൊരു പത്രമാണത്, കേരള സഞ്ചാരി എന്ന് പറയും. അതിൻ്റെ പത്രാധിപന്മാരിൽ ഉണ്ടായിരുന്ന മറ്റു ചിലർ, കേസരി നായനാർ അതിൻ്റെ പത്രാധിപരായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ മൂർക്കോത്ത് കുമാരനും കുറച്ചു കാലം പത്രാധിപരായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. എൻ്റെ പൂർവികൻ എന്ന് പറയുന്ന വ്യക്തി CP ഗോവിന്ദൻ നായർ എന്ന് പറയും. അദ്ദേഹം ഇവിടെ സാമൂതിരി കോളേജിൽ, അതായത് ഇന്നത്തെ സാമൂതിരി ഹൈസ്കൂളാണ്, പണ്ട് അതിനെ സാമൂതിരി കോളേജ് ആണ് പറയാം. അദ്ദേഹം അവിടെ അധ്യാപകനായിരുന്നു. കൂട്ടത്തിൽ അദ്ദേഹം ഈ കേരള സഞ്ചാരിൻ്റെ എഡിറ്ററും കൂടിയായിരുന്നു എന്നുള്ളതാണ് വലിയ തമാശ. അദ്ദേഹത്തെക്കുറിച്ചുള്ള KP കേശവൻ്റെ കഴിഞ്ഞ കാലത്തിൽ ഇദ്ദേഹത്തെ പരാമർശിക്കുന്നുണ്ട്. മോയാരത്ത് ശങ്കരൻ്റെ ആത്മകഥയിൽ ഇദ്ദേഹത്തെ പരാമർശിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അതിന് കാരണം എന്ന് പറഞ്ഞാൽ, രണ്ടുപേരെ ഇദ്ദേഹം പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം കുട്ടികൾക്ക് ക്ലാസ്സിൽ കണക്കോ മറ്റോ ഇട്ട് കൊടുക്കുകയും അതിൻ്റെ കൂട്ടത്തിൽ മുഖപ്രസംഗം മറ്റോ എഴുതുന്നതായിട്ട് കേശവൻ കഴിഞ്ഞ കാലത്തിൽ എഴുതിയിട്ടുണ്ട്. അതേക്കാൾ വലിയ തമാശ, ഈ കേരള സഞ്ചാരി എന്ന് പറഞ്ഞ പത്രത്തിൻ്റെ വളരെ പഴയ കോപ്പികൾ ഞാൻ താമസിച്ച വീട്ടിൻ്റെ തട്ടുംപുറത്തുണ്ടായിരുന്നു. നമ്മൾ കുട്ടികളാണ്, അവിടെ തട്ടുംപുറത്ത് കയറുക തന്നെ വലിയ പ്രയാസമാണ്. അപ്പോൾ മഞ്ഞ നിറമായിട്ടുള്ള ഈ പത്രങ്ങൾ കുറേ അവിടെ കണ്ടിരുന്നു. വാസ്തവത്തിൽ അത് ഞങ്ങളൊക്കെ അത് എടുത്ത് പറക്കിയൊക്കെ നോക്കും, അങ്ങനെ പൊടിഞ്ഞ് ഇല്ലാണ്ടായി. ഒരു സംഗതി പറയാമെന്ന് വെച്ചാൽ, ചരിത്രം നമ്മുടെ കൈയിൻ്റെ വിരലുകൾക്കിടയിൽ പൊടിഞ്ഞു പോയി എന്നുള്ളതാണ് അതിൻ്റെ ഒരു സങ്കടകരമായ വസ്തുത. അപ്പോൾ ആ പത്രത്തിൻ്റെ വിലയൊന്നും നമുക്കന്ന് മനസ്സിലാവില്ല, അതിൻ്റെ മൂല്യം എന്താണ് എന്ന് നമുക്കറിയില്ല. ഞാനൊരു കൗതുകത്തിന് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. വടക്കേ മലബാറിൽ നിന്ന് പത്രപ്രവർത്തകർ ഉണ്ടായിരുന്നു. തലശ്ശേരിയിൽ നിന്ന് പറഞ്ഞ മാതിരി ആൾക്കാരുണ്ട്, വേങ്ങയിൽ നായനാരുണ്ടായിരുന്നു, മൂർക്കോത്തുണ്ടായിരുന്നു. അതിൻ്റെയും വടക്ക് ഉണ്ടായിരുന്നു, പക്ഷെ കുറവായിരുന്നു. CP ശ്രീധരൻ ഉണ്ടായിരുന്നു. പിന്നീട് കുറേ ആൾക്കാരൊക്കെ വന്നു. KM മുഹമ്മദ് വന്നു, മനോരമയിൽ ഉള്ള ബാലകൃഷ്ണൻ മാങ്ങാട് വന്നു, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. പക്ഷെ പൊതുവേ
ഈ പത്രം ഒരു തൊഴിൽ മേഖലയാണ് എന്നുള്ള അറിവ് അങ്ങോട്ട് കുറവായിരുന്നു. കേരളം അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു വിവരം അങ്ങനെ സുഖമായിട്ട് പ്രചരിക്കുന്ന ഒരു കാലം അല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നു എന്നതാണ് വാസ്തവം. അപ്പം അങ്ങനെയാണ് ഈ തൊഴിലിലേക്ക് വന്നത്. അതുകൊണ്ട് ഇതിൽ വന്നതിൽ കൊണ്ട് വളരെ സന്തോഷിച്ചിട്ട് തന്നെയാണ് ജോലി ചെയ്തത്. അതിൽ മടുപ്പൊന്നും ഉണ്ടായില്ല, ക്ലാഷും അധികം ഉണ്ടായിട്ടില്ല. എല്ലാ തരത്തിലുള്ള പ്രവൃത്തിയും ചെയ്തിരുന്നു. കുറച്ച് ഞാൻ പറഞ്ഞ മാതിരി ഒരു 6-7 വർഷമാണ് കോഴിക്കോട് ബ്യൂറോൻ്റെ ചീഫായിട്ടുണ്ടായിരുന്നത്. മറ്റധിക സമയവും ഡെസ്കിൽ എൻ്റെ പലതരത്തിലുള്ള ചുമതലകളുണ്ടായിരുന്നു. കണ്ണൂർ ന്യൂസ് എഡിറ്ററായിട്ടുണ്ടായിട്ടുണ്ട്. അവസാനം ജോലിയിൽ നിന്ന് വിരമിക്കുന്ന സമയത്ത് ഡെപ്യൂട്ടി എഡിറ്ററായിട്ടാണ് വിരമിച്ചത്. അതിൽ എഡിറ്റ് പേജിൻ്റെ ചുമതല ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഈ വിരമിച്ച ശേഷം അതേ രീതിയിൽ പത്രപ്രവർത്തകൻ്റെ ബന്ധം നിലനിർത്തുന്നുണ്ട്. തുടർന്നും അതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ മാതിരി 2022 ഒരു പുസ്തകം എഴുതാൻ കഴിഞ്ഞു. അത് ഫുട്ബോളിനെ കുറിച്ചുള്ള പുസ്തകം എഴുതുകയുണ്ടായി. മൈതാന ലഹരികൾ എന്നതാണ് അതിൻ്റെ പേര്. പിന്നീട് വേറെ മേഖലകളിലെയും ശ്രദ്ധിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു വനിതാ ലോകകപ്പ് നടന്നിരുന്നു, വനിതകളുടെ ഫുട്ബോളിൻ്റെ ലോകകപ്പ് നടന്നിരുന്നു. പത്രങ്ങളൊക്കെ കൊടുത്തിരുന്നു. ഒരുപക്ഷെ അതിനെക്കുറിച്ചൊരു സമ്പൂർണ്ണമായിട്ടുള്ള ലേഖനം എഴുതിയത് വേറെ ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ മലയാളത്തിൽ നിന്ന് എനിക്കറിയില്ല. എൻ്റെ ലേഖനം മാതൃ ആഴ്ചപ്പതിപ്പിൽ കവർ സ്റ്റോറിയായിട്ട് അച്ചടിച്ച് വരികയുണ്ടായി. വനിതാ ഫുട്ബോളിനെ കുറിച്ചുള്ള ഒരു സംഗതിയായിരുന്നു. അപ്പോൾ അതുമായിട്ട് ഫീൽഡുമായിട്ട് ഇപ്പോഴും ബന്ധമുണ്ട്. ചില സ്ഥലത്തെ ക്ലാസ്സുകളൊക്കെ എടുക്കാൻ പോകാറുണ്ട്. സ്പോർട്സ് ജേർണലിസത്തിനെ കുറിച്ചിട്ട് എടുക്കാനാണ് വിളിക്കുക. അതേക്കുറിച്ചിട്ടാണ്. പക്ഷേ അധികം ചെല്ലാറില്ല, അധികം വിളിക്കാറില്ല. പക്ഷെ 1-2 സ്ഥലത്ത് പോകാറുണ്ട്. ആ രീതിയിലുള്ള പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പറയാം, അതായിരിക്കും നന്നാവുക. ഓക്കെ. വിജയകൃഷ്ണൻ, ഈ ഫുട്ബോളുമായിട്ടുള്ള ബന്ധം വന്നത് എങ്ങനെയാണ്? താങ്കൾ ഏത് വിഷയമാണ് പഠിച്ചത്? ഈ 3 സ്ഥലങ്ങൾ പറയണ്ടേ? തിരുവനന്തപുരം. കേൾക്കുന്നില്ലേ? കേൾക്കാമോ? കേൾക്കാം. കേൾക്കാം. ഹലോ, കേൾക്കാം. 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 പറഞ്ഞോളൂ സർ. അല്ല, ഇനി നിങ്ങൾ ഞങ്ങൾ ചോദിച്ചത് ഇതാണ്, പ്രദീപ് സർ ചോദിച്ച ചോദ്യം. പറയാൻ സാധിക്കും. അതാവും നന്നാവുക തോന്നുന്നു. ചോദ്യം കേട്ടില്ലല്ലേ? ഇപ്പം എന്നെ കേൾക്കാമോ? കേൾക്കാം. എന്നെ കേൾക്കാം. അത് ഈ താങ്കളെ ഈ ഫുട്ബോളുമായിട്ടുള്ള ബന്ധം വരുന്നത് എങ്ങനെയാണ്? ഒന്ന്. രണ്ടാമത്, താങ്കൾ കളികളോട് വളരെ താല്പര്യമുള്ള പണ്ടുകൊണ്ടേ ഉണ്ടായിരുന്നു. ഞങ്ങളെ നാട് എന്ന് പറഞ്ഞാൽ തൃക്കരിപ്പൂരാണ്. തൃക്കരിപ്പൂർ എന്ന് പറഞ്ഞാൽ കാസർഗോഡിൻ്റെ സദേൺ എൻഡായത്. നമ്മൾ കേരളത്തിൽ തൃക്കരിപ്പൂരിനെ കുറിച്ച് അത്ര അറിയില്ല ശരിക്കും. ഫുട്ബോളിനെ കുറിച്ചിട്ട് അവിടെ കളിയുണ്ട് എന്ന് തന്നെ ആൾക്കാർക്ക് അറിയില്ല. പക്ഷെ ഇപ്പം അറിയാം. ഇതൊരു ചെറിയ സ്ഥലമാണ്. അവിടെ പക്ഷേ 2 ഇൻ്റർനാഷണൽ ഫുട്ബോളേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ഒന്ന് മുഹമ്മദ് റാഫി, നിങ്ങൾ കേട്ട് കാണും, ഇന്ത്യക്ക് കളിച്ച ആളാണ്. വേറൊരാൾ ഇന്ത്യക്ക് കളിച്ചു, ഒരുപാട് ക്ലബ്ബുകൾക്ക് കളിച്ചിട്ടുണ്ട് അദ്ദേഹം. വേറൊരാൾ ഈസ്റ്റ് ബംഗാളിൻ്റെ എം സുരേഷാണ്. അപ്പോൾ ഈ ഒരു ചെറിയ പ്രദേശത്ത് നിന്ന് 2 ഇൻ്റർനാഷണൽ ഫുട്ബോളേഴ്സ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരുപാട് കളിക്കാരും ഉണ്ടായിട്ടുണ്ട്. അന്ന് അവിടെ കളിക്കാൻ നല്ല സ്ഥലമൊന്നുമില്ല. വാസ്തവത്തിൽ അവിടെ റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ തൃക്കരിപ്പൂർ ഹൈസ്കൂളിൻ്റെ ഒരു ഗ്രൗണ്ടാണ്, പൂഴി എന്ന് പറഞ്ഞ ഗ്രൗണ്ടായിരുന്നു. അതിന് വലുപ്പമൊന്നുമില്ല. ഇപ്പോഴാണ് പൂഴിയൊക്കെ മാറ്റി അതിനെ ഒരു കളിക്കുന്ന ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചുകൂടി വടക്കോട്ട് പോയാൽ നീലേശ്വരം ഫുട്ബോളിന് വലിയ പ്രശസ്തമായ സ്ഥലമായിരുന്നു. അവിടെ കാൽടെക്സ് ടീമിലൊക്കെ കളിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. പഴയ ഒരു ക്ലബ്ബാണ് കാൽടെക്സ്, ബോംബെയിലുള്ള കാൽടെക്സ് മാധവൻ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ഫുട്ബോളിന് ഒരു പാരമ്പര്യമുള്ള പ്രദേശമാണത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിലേക്ക് ആകർഷിക്കപ്പെടും. പിന്നീട് അത് താല്പര്യം ഇങ്ങനെ വളർന്ന് വരികയുണ്ട്. അതാണ് ഫുട്ബോളിനെ കുറിച്ചിട്ടുള്ള പറയാനുള്ളത്. പിന്നീട് നമ്മൾ ക്രിക്കറ്റ് കാണുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ക്രിക്കറ്റിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ മറ്റ് കളികളിലേക്കും ആകർഷിക്കപ്പെടുന്നു. ഫുട്ബോളിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള പ്രധാന കാരണം ഞങ്ങളുടെ നാട്ടിൽ ഫുട്ബോൾ വളരെ ശക്തിയായിട്ടുള്ള ഒരു വിനോദമായിരുന്നു എന്നതാണ്. അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതുപോലെ 2022 ഇറങ്ങിയ പുസ്തകം മൈതാന ലഹരികൾ, റിപ്പോർട്ടിംഗ് അനുഭവങ്ങളെ കുറിച്ചാണോ? ഈ ഫുട്ബോൾ മാച്ചുകളുടെ റിപ്പോർട്ടിംഗ് അനുഭവങ്ങളെ കുറിച്ചാണോ? അത് റിപ്പോർട്ടിംഗ് അനുഭവങ്ങളെ കുറിച്ചല്ല ശരിക്കും. അതിൻ്റെ ലാസ്റ്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ പീസസ് ആണ്. അതൊരു 30 പീസസ് ഉണ്ട്. വലിയ
ഒരു ചരിത്രം അങ്ങനെ പറഞ്ഞു പോവുകയല്ല ചെയ്യുന്നത്. എനിക്ക് താല്പര്യം തോന്നുന്നു പല കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ചെറിയ ചെറിയ ലഘുലേഖനങ്ങളുടെ ഒരു സമാഹാരമാണ്. അതിൽ ഒരു ഇൻട്രൊഡക്ഷൻ ഫുട്ബോളിങ് എൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, അതിൻ്റെ ഒടുവിലും പറയുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ പറയുന്ന സംഗതികൾ ലോക ഫുട്ബോൾ വരുന്നുണ്ട്, അതിൽ ഇന്ത്യൻ ഫുട്ബോൾ വരുന്നുണ്ട്. അങ്ങനെയുള്ളൊരു ഘടനയാണ് അതിനുണ്ടായിരുന്നത്. അങ്ങനെയുള്ള ചില പ്രശസ്തമായിട്ടുള്ള മാതൃകകൾ വിദേശത്തൊക്കെ ഉണ്ട്. അതല്ലാതെ ഒരു ഫുട്ബോളിൻ്റെ ചരിത്രത്തെ ആകമാനം പറയുകയോ അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ആകമാനം പറയുകയോ അല്ല ചെയ്തിരിക്കുന്നത്. ചെറിയ ചെറിയ ലഘുലേഖനങ്ങളുടെ ഒരു സമാഹാരമായിട്ടാണ് അത് ഇറക്കിയിരിക്കുന്നത്. അതേപോലെ ഈ ഹലോ. ആദ്യം ഹേമ ചോദിക്കാം. അതായത് ഞാൻ ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് ചോദിച്ചിട്ട് മതി, സാർ ചോദിച്ചിട്ട് മതി. ഈ 3 സ്ഥലങ്ങളിൽ പഠിച്ചതായി പറയുന്നുണ്ട്, തിരുവനന്തപുരം, കോഴിക്കോട്, തൃശ്ശൂർ. അതിൻ്റെ സാഹചര്യം എന്താണ്? എന്ത് വിഷയമാണ് പഠിച്ചത്? തിരുവനന്തപുരത്ത് ഞാൻ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു. ഒരു കൊല്ലം മറ്റേ പഠിച്ചിട്ടുള്ളൂ ഇവിടെ. ഞാൻ എൻ്റെ അമ്മാവൻ്റെ, അതായത് അമ്മയുടെ ഏട്ടൻ്റെ കൂടെ കുറേ കാലം പഠനം നടത്തിയത്. അപ്പോൾ അദ്ദേഹം തൃശ്ശൂർ ജോലി ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവിടെ പഠിച്ചു, CMS സ്കൂളിൽ പഠിച്ചു കുറച്ച് കാലം. പിന്നീട് അദ്ദേഹം തിരുവനന്തപുരത്ത് ജോലി ചെയ്തിരുന്നു. അപ്പോൾ അവിടെ മോഡൽ സ്കൂളിൽ പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് കോഴിക്കോട് പഠിച്ചത് ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ഫറൂഖ് കോളേജിലാണ് പഠിച്ചത്. ബാക്കി കോളേജൊക്കെ പയ്യന്നൂരായിരുന്നു. പക്ഷേ വിദ്യാഭ്യാസം ഇങ്ങനെ 2-3 സ്ഥലങ്ങളിലായിട്ട് നടത്തിയിട്ടുണ്ട്. വടകര നടത്തിയിരുന്നു, തൃശ്ശൂർ കുറച്ചു കാലം പഠിച്ചിരുന്നു, അതുമാതിരി തിരുവനന്തപുരത്തും പഠിച്ചിരുന്നു. PG എന്തായിരുന്നു വിഷയം? PG ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് വിഷയം. അതിലിപ്പോൾ അതാണ് പഠിച്ചത്. അപ്പം 81-ലെ മാതൃഭൂമി ബാച്ചിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? NP രാജേന്ദ്രൻ. 81-ലെ ബാച്ചിൽ NP രാജേന്ദ്രനുണ്ട്, VN ജയഗോപാൽ, M ഹരികുമാറുണ്ട്, പിന്നെ MP സുരേന്ദ്രനുണ്ട്, PS ജോസഫ് ഉണ്ട്. അദ്ദേഹം പിന്നീട് ഇന്ത്യ ടുഡേയിലേക്ക് പോയി. ദേവരാജ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, സിനിമാ സംവിധാനത്തിലേക്ക് തിരിഞ്ഞു. പിന്നെ ഡൊറോത്തി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കവയത്രിയാണ് അവരുടെ ആ പേരിലല്ല അവർ കവിത എഴുതുന്നത്. അവരുടെ പേര് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. അവരും കുറച്ചു കാലം ഉണ്ടായിട്ടുള്ളൂ. അറിയപ്പെടുന്ന കവയത്രിയാണ്. അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഇത്രയും ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. 10 എത്ര ആൾക്കാരതിന് ഈ പറഞ്ഞ ആൾക്കാരാണ് പ്രധാനമായിട്ടും എടുത്തു പറയാനുള്ള ആൾക്കാർ. ദേവരാജൻ അദ്ദേഹം പിന്നീട് സിനിമാ സംവിധാനത്തിലേക്ക് തിരിഞ്ഞു. ഡൊറോത്തി എന്നുള്ള എന്താണ് അവരുടെ പേര്? എനിക്ക് ഇപ്പോൾ കവിത എഴുതുന്നവര് അറിയപ്പെടുന്ന കവയത്രിയാണ്. പക്ഷെ അന്ന് യെസ് അതെ, അവർ തന്നെയാണ്. അവരും കുറച്ചു കാലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരും വൈകാതെ ജോലി ഉപേക്ഷിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെന്ത് ജോലി ചെയ്തതെന്ന് എനിക്കറിയാം. അത് റോസ്മേരിയാണ്. അവരന്ന് ഡൊറോത്തി എന്ന പേരിലാണ് ഔദ്യോഗികമായിട്ടുള്ള പേരന്ന് ചേരുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ഡൊറോത്തി എന്ന പേരിലായിരുന്നു. ഈ അധ്യായം ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. റോസ്മേരി ഇവിടെ ഉണ്ടായിരുന്നു. റോസ്മേരി ഉണ്ടായിരുന്നു, വളരെ കുറച്ചു കാലം ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് അവർ വിട്ടുപോയി. ദേവരാജനും വളരെ കുറച്ചു കാലം മാത്രമേ ഉണ്ടായിരുന്നു. ജോസഫിന് നമുക്കറിയാവുന്ന പോലെ കുറെ കാലം മദ്രാസ് ലേഖകനായിരുന്നു. രണ്ടുപേരും കൊച്ചി ഡെസ്കിലായിരുന്നു. മലയാളം പതിപ്പ് വന്നപ്പോൾ അതിന്റെ പത്രാധിപരായിട്ട് പോയത്. കൊച്ചി ഡെസ്കിലായിരുന്നു അല്ലേ? കൊച്ചി ഡെസ്കിലായിരുന്നു. അതെ, ബാലകൃഷ്ണേട്ടൻ സംസാരിച്ചപ്പോഴേ രാജേന്ദ്രൻ ജയഗോപാലൊക്കെ ഇവിടെയായിരുന്നു. പക്ഷെ പല സ്ഥലത്തും എല്ലാവരും ജോലി ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ യൂണിറ്റിലും ജോലി ചെയ്ത ആൾക്കാരാണ് പലരും. ഞാനങ്ങനെ കണ്ണൂർ മാത്രമേ ജോലി ചെയ്തിട്ടുള്ളൂ. ഓക്കെ. അപ്പം ഈ ബാലകൃഷ്ണേട്ടൻ്റെ മാധ്യമരംഗത്തേക്കുള്ള വരവ്, ആ വഴിത്താരകളെ കുറിച്ച് പറഞ്ഞില്ല, എങ്ങനെ എത്തി? ഞാൻ ഈ പറഞ്ഞ പോലെ വിദേശം പറഞ്ഞ പോലെ അങ്ങനെ ഒരു പ്രത്യേക ഒരു ഇതിലല്ല. ഞാനൊക്കെ പാസ്സാകുന്ന, ഞാൻ PG കഴിയുന്ന സമയത്ത് ആകെ സാധാരണ തൊഴിലന്വേഷകർക്ക് 2-3 ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നത്. ഒന്ന് അധ്യാപകനാവുക, പിന്നൊന്ന് ബാങ്ക് ഉദ്യോഗസ്ഥനാവുക, മൂന്നാമത് ഏതെങ്കിലും കമ്പനിയിൽ എക്സിക്യൂട്ടീവ് ട്രെയിനി ആയിട്ട് കയറുക. ഈ ലക്ഷ്യങ്ങളിൽ വെച്ചിട്ടുള്ള ഒരു അന്വേഷണമായിരുന്നു. അപ്പൊ അതിനിടയ്ക്കാണ്
പത്രപ്രവർത്തനത്തിന്റെ ഇത് അധ്യാപകനാവാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. പിന്നെ ഞാൻ ലോ ഡിഗ്രി ഉള്ളത് കൊണ്ട് എനിക്ക് വേണമെങ്കിൽ വക്കീലാവാമായിരുന്നു, പക്ഷെ അതും എനിക്ക് താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ബാക്കിയപ്പോൾ വേറെ ബാങ്കോ വേറെ എന്തെങ്കിലും എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പത്രപ്രവർത്തന പരിശീലന പദ്ധതി എന്ന് പറഞ്ഞ മാതൃഭൂമിയിൽ പരസ്യം കാണുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് വളരെ താല്പര്യം തോന്നി. ഇത് പിന്നെ ഒരു പുതിയ നല്ലൊരു ഇതാണ്. അത് അപ്ലൈ ചെയ്തു. അത് പിന്നെ പക്ഷെ കുറെ കാലം കഴിഞ്ഞിട്ടാണ്, ഒരു മാസങ്ങൾ കഴിഞ്ഞു. അപ്പൊ ഞാനപ്പോഴേക്കും ഞാൻ MA കഴിഞ്ഞ് LLBയുടെ ഫൈനൽ ഇയർ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് പിന്നെ പിന്നെ 6-7 മാസം കഴിഞ്ഞ് എൻ്റെ LLB എക്സാമും കഴിഞ്ഞതിന് ശേഷമാണെന്ന് തോന്നുന്നു. അതെ, കഴിഞ്ഞതിന് ശേഷമാണ് ടെസ്റ്റിന് തന്നെ വിളിക്കുന്നത്. അതിനിടയ്ക്ക് മലയാള മനോരമ ഇതുപോലെ ഇതിനെ കണ്ടിരുന്നു. അപ്പോഴെനിക്ക് തോന്നിയത് നല്ല ഒരു പിന്നെ ഒരു ഓപ്പണിംഗ് ആയിരിക്കുമല്ലോ. അപ്പൊ മനോരമയിൽ അപ്ലൈ ചെയ്തിരുന്നെങ്കിലും മറ്റേ മനോരമ ടെസ്റ്റിന് വിളിച്ചപ്പോൾ സമയത്ത് എനിക്ക് LLB ഫൈനൽ ഇയർ എക്സാമിനേഷൻ ആയിരുന്നു, അത് പോയില്ല. പിന്നെ മാതൃഭൂമിയിൽ ഞാൻ ഏക ട്രെയിനി ആയിരുന്നു, ഒരേ ഒരു ട്രെയിനി ആ ബാച്ച്. അപ്പൊ അതിന് മുമ്പിലത്തെ ബാച്ചില് രണ്ടാമത്തെ ബാച്ചാണത്. ആദ്യത്തെ ബാച്ചില് 4-5 നമ്മുടെ KP മോഹനൻ, KK മധുസൂദനൻ, പിന്നെ MD വർഗീസ്, P ബാലകൃഷ്ണൻ, ഇവരെല്ലാം അടങ്ങുന്നതായിരുന്നു ആദ്യത്തെ ബാച്ച്. അപ്പൊ രണ്ടാമത്തെ ബാച്ചിലേക്ക് ഒരാളെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് വേക്കൻസി അനുസരിച്ച് എന്ന് പറഞ്ഞിട്ടാണ് ഒരാളെ ആദ്യം ഇത് ആരെ എടുക്കുന്നില്ല എന്ന് വെച്ചിട്ടാണ് ഇത് എടുത്താണെന്നാണ് കേട്ടത്. അപ്പൊ അന്ന് ആ കാലത്ത് ഇന്റർവ്യൂ അതിനകത്ത് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അന്ന് KP കേശവമേനുള്ള കാലമാണ്. അദ്ദേഹം ചീഫ് എഡിറ്ററാണ്. പിന്നെ മാനേജിങ് എഡിറ്റർ VM നായരാണ്. റെസിഡന്റ് എഡിറ്റർമാര് കോഴിക്കോട്ട് AP ഉദയഭാനു, കൊച്ചിയില് KA ദാമോദരൻ, ഇവരെല്ലാം അടങ്ങുന്നതാണ് ഇന്റർവ്യൂ ബോർഡ്. പക്ഷെ ആ സമയം അന്ന് ഇദ്ദേഹം ഉണ്ടായിരുന്നില്ല, ദാമോദരൻ മേനോൻ ഉണ്ടായിരുന്നില്ല ബോർഡില്. അദ്ദേഹം എന്തോ അസുഖം കാരണം വരാൻ പറ്റിയില്ല. പിന്നെ കൊറോത്ത് നമ്മുടെ അന്നത്തെ സീനിയർ റെസിഡന്റ് എഡിറ്റർ അദ്ദേഹം ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു ബോർഡാണ്. അങ്ങനെ വരുന്നത് പിന്നെ ഇതിനകത്ത് വന്നതിന് ശേഷം ആ കാലം ആണ് ഈ പറഞ്ഞ പോലെ പ്രവർത്തന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ശരിക്കും മനസ്സിലാക്കുക കാലഘട്ടം. പക്ഷെ അന്നും ഒരു വലിയൊരു പ്രൊഫഷണൽ ഒരു ലൈനിലേക്ക് പത്രം വന്നിട്ടുണ്ടായിരുന്നില്ല മാതൃഭൂമി. അതിലേക്ക് കൊണ്ടുവരുന്നത് ഏതാണ്ട് ഒരു ഈ ഇവരുടെ കാലം ഏതാണ്ട് ഒരു 1980 കൂടിയാണ് അവസാനിക്കുന്നത്. കേശവമേനോൻ 80-ലാണ് മരിക്കുന്നത്. അതിന് മുമ്പായിട്ട് ഒരു 2 കൊല്ലം മുമ്പ് തന്നെ VPR-നെ കൊണ്ടുവന്നു. VPR-നെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ആയിട്ടാണ് അദ്ദേഹം ആദ്യം വന്നത്, പിന്നീട് എഡിറ്ററായി. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് പത്രത്തിന് വന്ന പത്രത്തിന്റെ സ്വഭാവത്തിലും ഘടനയിലും എല്ലാത്തിനും വന്ന മാറ്റം. അതായത് പത്രാധിപ ഒരു എഡിറ്റോറിയൽ ഒരു ഇത് പറഞ്ഞ പോലെ കുറെ കൂടെ പ്രൊഫഷണലിസവും ഇതെല്ലാം കൊണ്ടുവന്ന സാധാരണ ഒരു ഇതിലേക്ക് ട്രാക്കിൽ എത്തിയത് ആ കാലത്താണ്. അങ്ങനെ പല പത്രാധിപന്മാരുടെ കാലഘട്ടങ്ങളിൽ കൂടെ എനിക്ക് കടന്നു വരാൻ കഴിഞ്ഞു. VPR-ന് ശേഷം MD നാലപ്പാടിന്റെ കാലം, അന്ന് പിന്നെ എന്താ അഗ്രസീവ് ജേർണലിസം എന്നുള്ള പേരിൽ പിന്നെ അദ്ദേഹം നടത്തിയ ധീരമായിട്ടുള്ള പരീക്ഷണം എന്ന് തന്നെ പറയാമത്. ഒരുപാട് പിന്നെ ന്യൂസ് ബ്രേക്കുകളും എല്ലാം ഉണ്ടാക്കാനും പിന്നെ പത്രത്തിനെ പറ്റിയിട്ട് കുറെ കൂടെ മതിപ്പ് വർദ്ധിപ്പിക്കുന്ന ഒരു ഇതിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞു. അതിനുശേഷം NV കൃഷ്ണവാര്യർ, അദ്ദേഹം ചീഫ് എഡിറ്ററും മാധവൻകുട്ടി എഡിറ്ററുമായിട്ടുള്ള ഒരു കാലഘട്ടം. അതിനുശേഷം KK ശ്രീധരൻ നായർ എഡിറ്ററായിട്ടുള്ള കാലഘട്ടം. ഇതെല്ലാം കൂടെ കടന്ന് അവസാനം പിന്നെ K ഗോപാലകൃഷ്ണൻ കഴിഞ്ഞ് K ഗോപാലകൃഷ്ണനും വിടവാങ്ങി M കേശവമേനോൻ, അതായത് KP കേശവമേനോന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് സൺ എഡിറ്റർ ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാൻ വിരമിച്ചത്. അപ്പോൾ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിൽ നിന്ന് തുടങ്ങി ഗ്രേറ്റ് ഗ്രാൻഡ് സണിൽ എൻ്റെ കാലത്ത് ഞാൻ വിടവാങ്ങി എന്നുള്ളതാണ് ഒരു. ഇതിനിടയിൽ പത്രപ്രവർത്തന രംഗത്ത് ഉണ്ടായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള വലിയ മാറ്റങ്ങൾ, വലിയ പിന്നെ ചേഞ്ചുകൾ തന്നെയാണത്. നേരത്തെ വിജയകൃഷ്ണൻ പറഞ്ഞ പോലെ പല കാര്യങ്ങളിലും പരിമിതമായിട്ടുള്ള ഇപ്പോൾ ഒരു പിന്നെ സിലിഗുരി എന്ന് പറഞ്ഞ സ്ഥലം എവിടെയാണെന്ന് അറിയാനുള്ള പിന്നെ ഒരു ഇതുപോലും വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം പോലും ഇല്ലാതിരുന്ന പോലെ പറയുന്ന പോലെ വാർത്തകൾ കമ്പോസ് ചെയ്യുന്നത് കൈകൊണ്ട് അച്ചുപെറുക്കി വെച്ച്
പിന്നെ ഓരോ അക്ഷരങ്ങൾ പെറുക്കി വെച്ചിട്ട് കമ്പോസ് ചെയ്ത് ഹെഡിങ്ങും ഇതെല്ലാം ഉണ്ടാക്കുകയും ഇത് നിരത്തി പിന്നെ ഫ്ലോങ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു അതിനെ പകർത്തി അവസാനം ഒരു മെറ്റാലിക് പ്ലേറ്റിൽ ഒരു പിന്നെ അർദ്ധവൃത്താകൃതിയിലുള്ള മെറ്റാലിക് പ്ലേറ്റിൽ അതിന്റെ ഇംപ്രഷൻ എടുത്ത് അത് റോട്ടറി പ്രസ്സിൽ കയറ്റി. അപ്പൊ അന്ന് അടിച്ചിരുന്ന റോട്ടറി പ്രസ് ആണ്, അതിൽ കയറ്റി പ്രിന്റ് ചെയ്തിരുന്നതാണ്. പിന്നീട് അതിൽ നിന്ന് കുറച്ച് പരിഷ്കരിച്ച് ഓഫ്സെറ്റ് പ്രസ് എന്നുള്ളത് വന്നു. അത് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഈ റോട്ടറി പ്രസ്സിലൊരു പ്രശ്നം ആ കാലത്ത് പിന്നെ ചിത്രങ്ങൾ തയ്യാറാക്കുന്നത് ബ്ലോക്ക് ഉണ്ടാക്കിയിട്ടാണത്. മെറ്റാലിക് ബ്ലോക്കിലാക്കിയിട്ടാണ് ചിത്രം പിന്നെ ഈ ഇതിലേക്ക് പിന്നെ പ്ലേറ്റിലേക്ക് വരുന്നത്. അപ്പൊ ആ പിന്നെ ഇംപ്രഷൻ എന്ന് പറയുന്ന അവസാനം ഇതിൽ മഷിയൊക്കെ പുരണ്ടു കഴിഞ്ഞാൽ ക്ലാരിറ്റി തീരെ കുറഞ്ഞ പിന്നെ കുറഞ്ഞ വ്യക്തതയുള്ള ചിത്രങ്ങൾ വന്നിരുന്ന കാലഘട്ടം. അതിനുശേഷം ഇത് വന്നപ്പം എന്താ പറയുക, ഓഫ്സെറ്റ് പ്രിന്റിങ് വന്നപ്പോൾ കുറെ കൂടെ മാറി. ഇതിനകത്ത് കുറച്ച് ചിത്രങ്ങൾക്കും ഒക്കെ കൂടുതൽ തെളിമ കിട്ടുന്ന പിന്നെ വിധത്തില് ചിത്രങ്ങളുടെ പോസിറ്റീവ് നെഗറ്റീവ് ഉപയോഗിച്ചിട്ട് ഇതിലാണ് വരുന്നത്. അതും കഴിഞ്ഞ് പിന്നെ ഒരു 85 കൂടിയാണ് ഫോട്ടോ കമ്പോസിങ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ പിന്നെ കീബോർഡിൽ കീൻ ചെയ്ത് വാർത്ത കമ്പോസ് ചെയ്യാന്നുള്ള സാങ്കേതികത കൈവരുന്നത്. അപ്പൊ ഇങ്ങനെ പിന്നെ ഈ സാങ്കേതിക രംഗത്ത് പടിപടിയായിട്ടുള്ള മാറ്റങ്ങളും ഇതേ സമയം ഈ പത്രപ്രവർത്തന രംഗത്ത് ഉണ്ടാവുന്ന പരിഷ്കാരങ്ങളും വാർത്താ റിപ്പോർട്ടിങ്ങിലും ഇതിലെല്ലാം വരുന്ന മാറ്റങ്ങളെക്കാളും പിന്നെ കുറെ കൂടി പ്രകടമായിട്ടുള്ള പിന്നെ ഇത് വന്നുകൊണ്ടിരുന്നത് സാങ്കേതിക രംഗത്താണ്. അപ്പൊ അതിന് അനുസരിച്ചിട്ട് നമ്മൾ എക്യുപ്ഡ് ആവുക എന്നുള്ളതും ഉണ്ട്. ഒരു പ്രത്യേകിച്ച് ഈ ഇതുമായിട്ട് ഏറ്റവും ഇണങ്ങേണ്ടത് സബ് എഡിറ്റർ, ചീഫ് സബ് എഡിറ്റർ ലെവലിലുള്ള ആൾക്കാരാണ്. എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ മുഴുവനും കൈകാര്യം, പത്രത്തിന്റെ ലേ ഔട്ട് മുതൽ അതിന്റെ അവസാന പ്രിന്റിങ്ങിന്റെ വരെ ഉള്ള ചുമതല സബ് എഡിറ്റർ, ചീഫ് സബ് എഡിറ്റർ. ഈ കാലഘട്ടത്തിൽ മിക്കവാറും മുഴുവൻ സമയം തന്നെ ഞാൻ ഡെസ്കിൽ തന്നെയായിരുന്നു. എനിക്ക് ട്രെയിനിങ് കാലത്ത് കുറച്ച് പിന്നെ റിപ്പോർട്ടിങ്ങിൽ വർക്ക് ചെയ്യാനും പിന്നെ അതിനുശേഷം വളരെ കുറച്ച് അവസരങ്ങൾ റിപ്പോർട്ടിങ്ങിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് അത് കഴിഞ്ഞിട്ട് എൻ്റെ പ്രൊഫഷണൽ ജീവിതത്തിൽ വന്ന വലിയൊരു വെല്ലുവിളി എന്തായിരുന്നു വെച്ചാൽ, ഇങ്ങനെ ഡെസ്കില് വളരെ കുറച്ച് മാത്രം, ബ്യൂറോയിൽ വളരെ കുറച്ച് മാത്രം പരിചയമുണ്ടായിരുന്ന ഞാൻ പിന്നെ നേരെ തിരുവനന്തപുരം ബ്യൂറോയിന്റെ ചീഫായിട്ടാണ് പിന്നീട് ബ്യൂറോയിൽ പൂർണ്ണമായിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റിലേക്ക് വരുന്നത്. അത് 4-5 കൊല്ലം എനിക്ക് ആ ഒരു ഇതിൽ പ്രവർത്തിക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല. പിന്നെ എനിക്കിപ്പോ ഈ പത്രപ്രവർത്തനത്തിന്റെ എല്ലാ മേഖലകളിലും ഈ പറഞ്ഞ പോലെ ഒരുവിധം പ്രവർത്തിക്കാനുള്ള അവസരം വന്നു എന്നുള്ളതാണ് ഈ അവസരത്തിന് ഞാൻ കണക്കാക്കുന്നത്. അതായത് ഞാൻ സബ് എഡിറ്റർ ആയിരിക്കുന്ന കാലത്ത് തന്നെ എന്നെ എഡിറ്റോറിയൽ റൈറ്റിംഗ്, ലീഡർ റൈറ്റിങ്ങിന് ഞാൻ എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അത് ശ്രീ VPR എഡിറ്റർ ആയിരുന്ന കാലത്താണ്. അദ്ദേഹം തന്നെ നേരിട്ട് വിളിച്ചു ചോദിച്ചാണ് എഴുതി കൂടെ. അപ്പൊ അങ്ങനെ പറഞ്ഞ് ശ്രീ പൊറാത്ത്, ശ്രീ ഉത്തമക്കുറുപ്പ്, ഇവരുടെ രണ്ടുപേരുടെയും ശിഷ്യത്വമാണ് അതിനകത്ത് ശരിക്കും ഉണ്ടായിരുന്നത്. അപ്പോൾ പൊറാത്തിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നത് ഉത്തമക്കുറുപ്പാണ്. ഓരോ എഡിറ്റോറിയലും എഴുതുന്നത് വായിച്ചത് എങ്ങനെ മാറ്റാം, എങ്ങനെ ഇതാക്കാം എന്ന് പറഞ്ഞ് പിന്നെ വേണ്ട നിർദ്ദേശങ്ങളും എഡിറ്റോറിയലിന്റെ രൂപഘടന പോലും പുള്ളിക്ക് ചില കഷ്ടമില്ലായിരുന്നു. ഇതെല്ലാം പിന്നെ പഠിപ്പിച്ചത് അദ്ദേഹമാണ് ശരിക്കും. പിന്നെ KP വിജയൻ, ഇതുപോലെ KP വിജയനും എഡിറ്റോറിയൽ ഉണ്ടായിരുന്നതാണ്. അദ്ദേഹത്തിനും സ്വന്തമായ ഒരു ലൈബ്രറി അദ്ദേഹം കിട്ടിയിരുന്നു. അന്ന് പിന്നെ ഇതില്ല, ഗൂഗിളില്ല, മറ്റ് പിന്നെ കമ്പ്യൂട്ടറിൽ തിരഞ്ഞാൽ കിട്ടുന്ന വേറൊന്നുമില്ല. അപ്പൊ എന്തെങ്കിലും ഒരു എഡിറ്റോറിയൽ പിന്നെ നമുക്കൊരു വിഷയം വേണമെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള പിന്നെ കട്ടിങ്സ് മാത്രമാണ്, പേപ്പർ കട്ടിങ്സ് മാഗസിൻസിൽ വന്നതിന്റെ കട്ടിങ്സ് മാത്രമാണ് നമുക്ക് അറിയാം. ഇത് പിന്നെ ലൈബ്രറികളില് പൊതുവെ നമ്മുടെ ന്യൂസ് പേപ്പർ ലൈബ്രറികള് അധികവും ചിത്രങ്ങൾ കളക്ട് ചെയ്യുന്നതിനും ചിത്രങ്ങളുടെ കാര്യത്തിലും പിന്നെ ജീവചരിത്രങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത്. ഈ ഇന്ത്യ അടക്കം മിക്ക രാജ്യങ്ങളിലും ഉണ്ടാവുന്ന പ്രധാന സംഭവ വികാസങ്ങള്
പിന്നെ അങ്ങനെയുള്ള പ്രധാന വ്യക്തികള് ഇവരെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ ഇതൊന്നും പിന്നെ അത്ര കാര്യമായിട്ട് അങ്ങനെ ഈ ന്യൂസ് പേപ്പർ ലൈബ്രറിയിൽ ഇല്ലാതിരുന്ന കാലത്ത് ഇദ്ദേഹം സ്വന്തമായി ഒരു കട്ടിങ്സ് ലൈബ്രറി ഇദ്ദേഹം തന്നെ ഓഫീസിൽ ഒരു അലമാരയിൽ പിന്നെ തയ്യാറാക്കി അത് അദ്ദേഹത്തിന്റെ അത് ഉപയോഗപ്പെടുത്താനും പിന്നെ അങ്ങനെ ലീഡർ റൈറ്റിംഗ് പരിചയം ഉണ്ടായിരുന്നു. അതിനുശേഷം ലീഡർ റൈറ്റിംഗ് ഞാൻ ഏതാണ്ട് റിട്ടയർ ചെയ്യുന്നവരെ തന്നെ ലീഡർ ഇടയ്ക്ക് വല്ലപ്പോഴും എഴുതും. പിന്നെ പൂർണ്ണമായും ന്യൂസ് എഡിറ്റർ ആയിരിക്കുന്ന കാലത്ത് അത്ര പിന്നെ എന്താ പറയുക സമയം അതിനകത്ത് ചെലവഴിക്കാൻ കിട്ടാതിരുന്നുകൊണ്ടായിരുന്നു കുറച്ചു കാലം മാറിയെന്നല്ലാതെ അതിന് കൂടെ കൂടെ ഇടയ്ക്ക് വല്ലപ്പോഴും ലീഡർ എഴുതും. പിന്നെ ബ്യൂറോയിൽ കിട്ടി. ഇതെല്ലാം കഴിഞ്ഞ് റിട്ടയർ ചെയ്തതിന് ശേഷം പിന്നെ ട്രെയിനിങ് ഇതിനകത്തും കുറച്ചു കാലം 2-3 കൊല്ലം പിന്നെ ഈ പുതുതായിട്ട് വരുന്ന ട്രെയിനീസിനെ പരിശീലിപ്പിക്കുന്നതിന് പുറമെ മറ്റ് മാതൃഭൂമിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന വിവിധ ഗ്രേഡുകളിൽപ്പെട്ട സബ് എഡിറ്റർ, ചീഫ് സബ് എഡിറ്റർ, ന്യൂസ് എഡിറ്റർ, സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ലെവലിലുള്ള ആൾക്കാർക്ക് വരെയുള്ള പല ഗ്രൂപ്പുകളായിട്ട് ട്രെയിനിങ് ഈ 3-4 കൊല്ലത്തിനാണ് കൊടുത്തിരുന്നത്. ആ കാലത്ത് അന്നത്തെ എഡിറ്റർ ആയിരുന്ന കേശവമേനുണ്ട്. അതിന് വലിയ പിന്തുണയും അദ്ദേഹം എടുത്തിരുന്ന താല്പര്യവും. പിന്നെ മാതൃഭൂമിയുടെ ജോയിന്റ് മാനേജിങ് എഡിറ്റർ ആയിരുന്ന ശ്രീ നിതീഷ്, അദ്ദേഹവും എടുത്ത താല്പര്യമാണ്. അതിന് അത്രയും പിന്നെ ട്രെയിനിങ് ഒരു 3-4 കൊല്ലം മാതൃഭൂമി കൂടുതൽ ട്രെയിനിങ് ആവശ്യങ്ങൾ പിന്നെ ഇതിനു വേണ്ടി വിനിയോഗിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. താങ്കളുടെ ഒരു പുസ്തകം വന്നിട്ടല്ലേ ആ സമയത്ത്? ഞാനത് കഴിഞ്ഞിട്ട് ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷമാണ് ഞാൻ ആ ഒരു സാഹചര്യം കാണിച്ചത്. അത് ഇരിക്കുമ്പോൾ ഞാൻ വളരെ പ്രിലിമിനറി ആയിട്ട്, അതായത് നവാഗതരായിട്ട് ഒരുപാട് ലേഖകന്മാര് ഇപ്പൊ നമുക്ക് പ്രാദേശിക തലത്തിൽ ഒരുപാട് ലേഖകന്മാരുണ്ട്, മിക്ക എല്ലാ പത്രങ്ങൾക്കും ഉണ്ട്. പിന്നെ ഇവർക്കൊന്നും യാതൊരു ട്രെയിനിങ്ങും ഒന്നുമില്ല. അപ്പൊ ഞാൻ ആ ട്രെയിനിങ്ങിന്റെ കാലത്ത് എനിക്ക് ബോധ്യപ്പെട്ടൊരു സംഭവമാണ്. അവർ പല കാര്യങ്ങളും പല ഇൻട്രോ എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പോലും അറിയാത്ത അങ്ങനെയുള്ള ഒരുപാട് പിന്നെ പരിമിതികളുള്ളവരാണ് ഈ പ്രാദേശികർ. പക്ഷെ അവരൊരുപാട് നല്ല റിപ്പോർട്ടുകൾ വരുന്ന ഒരുപാട് നല്ല ലേഖകരുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ ഒരു എന്തെങ്കിലും ഒരു മാർഗനിർദ്ദേശം കിട്ടുന്നതിന് ഒരു വഴിയും അങ്ങനെ കാര്യമില്ല. അവരെ നിയമിച്ചു കഴിഞ്ഞാൽ ചെറുതായ ഒരു ബ്രീഫിങ് ഇടയ്ക്കിടയ്ക്ക് വല്ലതും പിന്നെ ബ്യൂറോയിൽ നിന്നോ പിന്നെ ന്യൂസ് എഡിറ്റർ ഭാഗത്തുനിന്നോ കൊടുക്കുമെന്നുള്ളതല്ലാതെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഹലോ അത് വീക്കായി. ഹലോ ഹലോ സർ, ഇപ്പൊ പറഞ്ഞത് ക്ലിയർ ആയില്ലേ സർ? സിഗ്നൽ വീക്കായി. സിഗ്നൽ പോയി. സാറ് ഇപ്പൊ സംസാരിക്കുന്നില്ല. വിജയേഷ് സാറ് രണ്ട് മേഖലകളിലും, അതായത് ആദ്യകാലത്ത് പ്രിന്റ് മീഡിയയിൽ പ്രവർത്തിച്ചു. ഇപ്പോ അങ്ങ് വിരമിച്ചതിന് ശേഷം ഓൺലൈൻ മീഡിയ അടക്കമുള്ള മീഡിയകളിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള താരതമ്യം ഒന്ന് നടത്താമോ? എങ്ങനെയാണ് സാറിന് അത് മനസ്സിലാക്കാൻ പറ്റുന്നത്? അല്ലെങ്കിൽ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? വ്യത്യാസം എന്ന് പറഞ്ഞാല് ഇത് രണ്ടും ജേർണലിസം തന്നെയാണല്ലോ. ജേർണലിസം എന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതൊരു പ്രൊഫഷണൽ ഒരു പ്രൊഫഷനാണ്. എന്ത് തരത്തിലുള്ള പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ മെഡിസിൻ ഒരു പ്രൊഫഷനാണല്ലോ, എഞ്ചിനീയറിംഗ് ഒരു പ്രൊഫഷനാണ്, അധ്യാപനം ഒരു പ്രൊഫഷനാണ്. അതുപോലെ തന്നെയാണ് ജേർണലിസം. അതിലൊരു പ്രോസസ് ഉണ്ട്. ഒരാൾക്ക് നമ്മളുടെ ഇഷ്ടം പോലെ എന്തും ചെയ്യാൻ പറ്റില്ല. ഒരു വൈദ്യന് ഇഷ്ടം പോലെ എന്തും ചെയ്യാൻ പറ്റാത്ത പോലെ തന്നെ ഒരു എഞ്ചിനീയർക്ക് തോന്നിയ മാതിരി ഒന്നും ചെയ്യാൻ പറ്റാത്ത മാതിരി തന്നെ ഒരു ജേർണലിസ്റ്റിന് തോന്നിയ മാതിരി പ്രവർത്തിക്കാനുള്ള അവകാശം ഉണ്ട് എന്ന് തോന്നുന്നില്ല. അതൊരു പ്രോസസ്സിന്റെ ഭാഗമാണ്. പക്ഷെ ജേർണലിസ്റ്റ് പത്രപ്രവർത്തന സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ പ്രവർത്തിക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പൊ അതിപ്പോ പ്രിന്റ് ആയാലും ഓൺലൈൻ മാധ്യമമായാലും വ്യത്യാസമൊന്നുമില്ല. അതിന്റെ സാങ്കേതികത്വത്തിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പ്രിന്റ് തന്നെ ഇപ്പോൾ അങ്ങോട്ട് വരുന്നുണ്ടല്ലോ, ഓൺലൈനായിട്ട് വരുന്നുണ്ട്. അച്ചടി മാധ്യമങ്ങൾക്ക് തന്നെ ഓൺലൈൻ പതിപ്പുകളുണ്ട്. അതുകൂടാതെ ഓൺലൈൻ മാധ്യമങ്ങൾ മാത്രമായിട്ട് നിലനിൽക്കുന്നവയുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാന
ഒന്ന് തന്നെയാണ്. രണ്ടും ജേർണലിസം തന്നെയാണ്. അതിൽ യാതൊരു വ്യത്യാസം എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അതിന്റെ പ്രവർത്തന രീതിയിൽ വ്യത്യാസമൊന്നും കാണാൻ പറ്റിയിട്ടില്ല എന്നാണ് പറയേണ്ടത്. സാങ്കേതികത്വത്തിൽ വ്യത്യാസമുണ്ടാവും, പക്ഷെ പ്രവർത്തനത്തിൽ അതിന്റെ പ്രോസസ്സിൽ വ്യത്യാസമുണ്ട്. അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. പക്ഷേ ഇപ്പൊ പുതിയ മാധ്യമങ്ങളിൽ നവമാധ്യമങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്ന നവമാധ്യമങ്ങൾ, അപ്പോ അതില് ഒരുപാട് പ്രവർത്തന മേഖലയിലുള്ള വ്യത്യാസം പോലെ തന്നെ, സാങ്കേതികമായിട്ടുള്ള വ്യത്യാസം പോലെ തന്നെ അവരുടെ പ്രവർത്തനങ്ങളിലും വ്യത്യാസമുണ്ട്. വാർത്ത എഴുത്ത് തൊട്ട് പിന്നെ ആ കഥ പറയുന്ന രീതി, അതിന്റെ സ്ട്രക്ചർ, അങ്ങനെയുള്ള പല കാര്യങ്ങളിലും ആ ഭാഷയിലും വരെ വ്യത്യാസം ഉണ്ട് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. മാത്രമല്ല ചെറുപ്പക്കാരാണ് കൂടുതലായിട്ടും ഈ സാങ്കേതിക വശം കൂടുതൽ അറിയുന്നത് കൊണ്ട് അവരാണ് ഇതിനെ കൂടുതൽ നയിക്കുന്നത്. സ്വന്തമായിട്ട് ഇപ്പൊ ഒരു പോർട്ടൽ തുടങ്ങാനായിട്ട് കമ്പ്യൂട്ടറും പിന്നെ അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ഭാവന ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടേതായിട്ടുള്ള ഒരു ലോകത്ത് നിന്നുകൊണ്ട് കാര്യങ്ങളെ വീക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന് അങ്ങേക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ല, ഇപ്പോ ഈ മാധ്യമത്തിന് ചെറുപ്പക്കാർ മാത്രമല്ലല്ലോ ഉപയോഗിക്കുന്നത്. എത്രയോ മുതിർന്ന ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്നില്ല. അവരുടെ ഇപ്പം പ്രിന്റിൽ എഴുതുന്ന ആൾക്കാർ തന്നെ യൂട്യൂബിൽ ചർച്ച നടത്തുന്ന നമ്മൾ കാണാം. അവരെന്നെ വേറെ പിന്നെ ഇമെയിലായിട്ട് വാർത്തകൾ അയക്കുന്ന സമ്പ്രദായങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ സബ്സ്ക്രിപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇമെയിലായിട്ട് അവരുടെ ഒപ്പീനിയൻ അയച്ചു തരും. അതുമാതിരി വലിയ വലിയ ആൾക്കാർ തന്നെ യൂട്യൂബിൽ എത്ര പേരാണുള്ളത്? അത് പുതിയ ആൾക്കാർ മാത്രമല്ല, വളരെ അഭിപ്രായങ്ങൾ ശ്രദ്ധിക്കാൻ, ആൾക്കാർ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന എത്ര മുതിർന്ന ആൾക്കാരും ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അതാണ് അതിൽ പ്രധാനമായിട്ട് അതിപ്പോ ഇതില് വ്യത്യാസം എന്ന് പറയുന്നത് തീർച്ചയായും ചെറുപ്പക്കാരെ ആകർഷിക്കാനുള്ള മാധ്യമ സാങ്കേതിക വിദ്യകൾ ചെറുപ്പക്കാർ മാത്രമല്ല മുതിർന്ന ആൾക്കാരും ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്കിപ്പോ ഫരീദ് സക്കറിയ എന്ന് പറഞ്ഞ പ്രസിദ്ധ ലേഖനം കാണാം. അദ്ദേഹം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം നടത്തിയ ഇന്റർവ്യൂ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ അപ്ലോഡ് ചെയ്യുന്നു? അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. യൂട്യൂബിലൂടെ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അതിന് പുറമെ എഴുതുന്നുണ്ട്. അപ്പോ ചെറുപ്പക്കാർ മാത്രമല്ല എല്ലാ തരത്തിലുള്ള ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മേഖലകളെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ചെറുപ്പക്കാർ കൂടുതലായി വരുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. ആർക്കും വേണമെങ്കിൽ പോർട്ടൽ തുടങ്ങാം. പക്ഷെ ഇതിന്റെ ഒക്കെ ഇപ്പോഴും പൊതുവെ മാധ്യമങ്ങൾ നേരിട്ട് വരുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്, ഒരുപാട് സർവേകളിൽ എടുത്തു കാണിക്കുന്നത് വിശ്വാസക്കമ്മി എന്നുള്ളതാണ്. മാധ്യമങ്ങളിൽ മേലുള്ള വിശ്വാസം പല സ്ഥലത്തും കുറഞ്ഞിട്ടുണ്ട്, ലോകമെമ്പാടും കുറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ആ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട് മാധ്യമങ്ങൾ. അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. അതെങ്ങനെ മറികടക്കും എന്നുള്ളത് അതിന്റെ പലരും കാരണം ആയിട്ട് അല്ല, ഇപ്പോ പൊതുവെ പറഞ്ഞു കേൾക്കുന്നത് അതിനുള്ള കാരണം ഈ വാർത്തയുടെ തെരഞ്ഞെടുപ്പിലും അവതരണത്തിലും ഒക്കെ വന്നിട്ടുള്ള വലിയ മാറ്റാണ്. അതായത് ഇപ്പൊ സാർ നേരത്തെ പറഞ്ഞതുപോലെ ഈ ആളുകളെ ആകർഷിക്കുന്ന ഒരു രീതിയിലേക്ക് വാർത്തകളെ കൊണ്ടുവരുന്ന ഒരു ഇത് വരുന്നില്ലേ? അപ്പൊ അതുകൊണ്ടുള്ള ഒരു പ്രശ്നമാണ് എന്ന് പറയുന്നു. എത്രമാത്രം അത് വാർത്തകൾ ശരിയാണ്? അല്ല, ഇത് ശരിയാണ്. അത് കുറെ വാർത്തകൾ ഇപ്പൊ ഇതിനിടെ നമ്മൾ ഈ ന്യൂയോർക്ക് ടൈംസിന്റെ പബ്ലിഷർ എന്ന് പറഞ്ഞ നിസ്സാരനായിട്ടുള്ള ഒരു വ്യക്തി, നമ്മൾക്കിവിടെ മാനേജ്മെന്റിന്റെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ യാതൊരു അവകാശമില്ലാത്ത ആൾക്കാരും പത്രപ്രവർത്തകർക്ക് മുഴുവൻ അവകാശം ഉള്ള ആൾക്കാർ, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നമ്മൾക്കുണ്ട്. പക്ഷെ ലോകത്തെ ഇവിടെ അങ്ങനെയല്ല. പബ്ലിഷർക്ക് വലിയ ഒരു സേ അതിലുണ്ട്. അതായത് അതിന്റെ ഉടമക്ക്, അതിന്റെ പബ്ലിഷർക്ക് സേ നല്ലോണം ഉണ്ട്. അപ്പൊ പുറമെ ജേർണലിസ്റ്റുകൾക്കും അതിന്റെ സ്വാതന്ത്ര്യം ധാരാളമായിട്ടുണ്ട്. പക്ഷെ അവർ വിട്ടുപോകും, പബ്ലിഷർ വിട്ടുപോകില്ല. പബ്ലിഷർ സ്വന്തം പത്രമായതുകൊണ്ട് അവിടെ തന്നെ നിൽക്കും. അപ്പൊ ഇതിനിടെ ഈ ന്യൂയോർക്ക് ടൈംസിന്റെ പബ്ലിഷർ AG സുൾസ്ബർഗർ എന്ന് പറയും. അദ്ദേഹം 5ാമത്തെ തലമുറയാണ് ആ പത്രത്തിന്, 5th ജനറേഷനാണ്. അദ്ദേഹത്തിന്റെ മുതുമുത്തച്ഛന്മാര് തുടങ്ങിയ പത്രമാണ്. ഇപ്പൊ അദ്ദേഹം തന്നെ അതിന്റെ ഉടമ. എല്ലാ പത്രങ്ങളുടെയും സ്ട്രക്ചർ അതുമാതിരിയല്ല. അദ്ദേഹത്തിന്റെ ദീർഘമായ ഒരു ഇന്റർവ്യൂ ഈയിടെ കണ്ടിരുന്നു. അത് മാത്രമല്ല, ഓക്സ്ഫോർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദ സ്റ്റഡി ഓഫ് ജേർണലിസത്തിൽ ഈ വർഷം അദ്ദേഹമാണ് ഒരു പ്രഭാഷണം നടത്തിയത്. അവിടെ ഒരുപാട് ആൾക്കാർ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ഞാൻ നോക്കുമ്പോൾ അത് നമ്മുടെ സിദ്ധാർത്ഥ് വയറിന്റെ ഇപ്പോഴത്തെ എഡിറ്ററും ഹിന്ദുവിന്റെ മുൻ എഡിറ്ററായിട്ടുള്ള സിദ്ധാർത്ഥ് വരദരാജനും അവിടെ ഒരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട്, ഒരു സ്മാരക പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇത്തവണ നടത്തിയത് AG സുൾസ്ബർഗറാണ്. അദ്ദേഹം എഡിറ്ററല്ല, അദ്ദേഹം പത്രപ്രവർത്തനം നടത്തിയ ആളാണ്. പിന്നീട് അദ്ദേഹം സ്വന്തം പത്രത്തിന്റെ പബ്ലിഷറായിട്ട് ഇപ്പം നിൽക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത്
അവിടെയൊക്കെയുള്ള ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ആൾക്കാര് പത്രത്തില് രണ്ടു കൂട്ടരും ഇടതുപക്ഷത്തിലുള്ള കൂട്ടരാണെങ്കിലും വലതുപക്ഷത്തിലുള്ള കൂട്ടരാണെങ്കിലും പത്രങ്ങൾ വിശ്വസിക്കുന്നതിൽ ഒരു വിസമ്മതം ഉണ്ട് എന്നാണ് പല സർവേയിലും പറയുന്നത്. അതിനോട് അദ്ദേഹം യോജിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്നത് നിങ്ങൾ ന്യൂയോർക്ക് ടൈംസ് വായിച്ചില്ലെങ്കിൽ സാറിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു പത്രം വായിച്ചാൽ മതി എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് എന്റെ പത്രം തന്നെ നിങ്ങൾ വായിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല, നിങ്ങൾ ഏതെങ്കിലും ഒരു പത്രം വായിക്കൂ. അതായത് സൊസൈറ്റിയിലുള്ള ഇഷ്യൂസിനോട് നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ എൻഗേജ് ചെയ്യൂ എന്നാണ് പറയുന്നത്. അത് ഞങ്ങൾക്ക് ഉപകരിക്കും, മറ്റുള്ളവർക്ക് ഉപകരിക്കും എന്നുള്ള ഒരു സ്ഥിതി. അങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. എന്റെ പത്രം മാത്രം നിങ്ങൾ എന്റെ പത്രം തന്നെ നിർബന്ധമായിട്ട് വായിക്കണമെന്നില്ല, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് വായിക്കൂ എന്നാണ്. ന്യൂസിനോട് അകൽച്ച കാണിക്കുന്ന ഒരു സമ്പ്രദായം എവിടെയെങ്കിലൊക്കെ ഉണ്ട്. ന്യൂസ് അവോയ്ഡൻസ് ഉണ്ട്. അതിപ്പോ കേരളത്തിലുണ്ടെന്ന് തോന്നുന്നു. എത്ര പേര് പുതിയ തലമുറയിൽപ്പെട്ട എത്ര പേര് അച്ചടി മാധ്യമങ്ങൾ വായിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മറ്റു രീതിയിൽ അവർക്ക് ഇത് വാർത്തകൾ അറിയാനുള്ള സാഹചര്യമുണ്ട്. പക്ഷെ ഒരുപാട് മിസ്ഇൻഫർമേഷൻ അതിലൂടെ വരുന്നു, തെറ്റായ വിവരങ്ങൾ പറയുന്നു. സുൾസ്ബർഗർ തന്നെ ഈ പ്രസംഗത്തിൽ പറയുന്നത് തെറ്റായ വിവരങ്ങൾ വരുന്നതിന്റെ ഒരു കാരണം തെറ്റായ വിവരങ്ങൾ ഇനിയും വരട്ടെ എന്ന് ആഗ്രഹിക്കുന്ന കുറെ പേരുള്ളത് കൊണ്ടാണ് തെറ്റായ വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ വരുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ ചർച്ച ലോകമാസകലം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളാണ്. നമ്മളത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അടുത്ത ഒരു വരാൻ പോകുന്ന ഒരു സംഗതി എന്തെന്ന് പറഞ്ഞാൽ പത്രങ്ങള് ഇപ്പൊ ജൂലിയൻ അസാഞ്ച് ഉണ്ടല്ലോ, അദ്ദേഹം അമേരിക്കയുടെ രഹസ്യരേഖകളൊക്കെ ചോർത്തിയിട്ട് 5 പത്രങ്ങളിലാണ് പ്രസിദ്ധീകരിച്ചത്. ഇപ്പൊ അദ്ദേഹം ഇംഗ്ലണ്ടിൽ കഴിയാണ്. അദ്ദേഹത്തിന് അമേരിക്കക്കാര് അദ്ദേഹത്തിന് എക്സ്ട്രഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എക്സ്ട്രഡേറ്റ് ചെയ്തിട്ട് അമേരിക്കയിലേക്ക് വിട്ടുകൊടുത്താൽ അദ്ദേഹം നേരിടാൻ പോകുന്നത് 175 വർഷം വരെ തടവ് കിട്ടാവുന്ന ശിക്ഷയാണ് നേരിടാൻ പോകുന്നത് പറയുന്നുണ്ട്. അപ്പൊ ഈ ആൾക്കാർ പറയുന്നത് ഇദ്ദേഹത്തിന് അമേരിക്കയിലേക്ക് അങ്ങനെ അയക്കരുത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് പല ആൾക്കാരും ഈ 5 പത്രങ്ങൾ മാത്രമേ ഇദ്ദേഹത്തിന്റെ ഈ വിക്കിലീക്സ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളൂ. അപ്പൊ അവരൊക്കെ പറയുന്നത് ഈ രഹസ്യ രേഖകളെ ആശ്രയിച്ച് കൊണ്ടുള്ള പ്രവർത്തനം അതോടുകൂടി അതിന് വലിയ തിരിച്ചടി നേരിടും എന്ന ഒരു ഭയം പറയുന്നുണ്ട്. അങ്ങനെ വളരെ പ്രതിസന്ധിയുള്ള ഒരു കാലത്തിലൂടെയാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് വാസ്തവത്തിൽ വിശാലമായ ചർച്ച നമ്മുടെ നാട്ടിലും വേണ്ടതാണ് എന്ന് തോന്നുന്നു. അപ്പൊ ഇതേക്കുറിച്ച് തന്നെ ശ്രീ ബാലകൃഷ്ണേട്ടനും പറയാം. ബാലകൃഷ്ണൻ സാറും പറയേണ്ടതാണ്. എന്താ ഇതേ വിഷയത്തെക്കുറിച്ച് തന്നെ. കാര്യം ഓൺലൈനിലേക്ക് പത്രങ്ങൾ മാറുന്നു, ലോകമെമ്പാടും പുതിയ തലമുറ അച്ചടി മാധ്യമങ്ങളോട് മുഖം തിരിക്കുന്നു ഒക്കെ. പുതിയ തലമുറ അച്ചടി മാധ്യമങ്ങളിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു വസ്തുതയാണ്. പറഞ്ഞ പോലെ വിദേശം പറഞ്ഞ പോലെ വാർത്തയോടുള്ള താല്പര്യങ്ങൾ തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ അച്ചടി മാധ്യമങ്ങളെല്ലാം ടെലിവിഷനിൽ പോലും അല്ലെങ്കിൽ ഏതെങ്കിലും വാർത്ത കാണുക എന്നുള്ളതിന് തന്നെ പിന്നെ പുതിയ തലമുറയ്ക്ക് വലിയ താല്പര്യം കാണുന്നില്ല എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. പക്ഷെ വാർത്ത ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും രൂപത്തിൽ വാർത്ത ഈ പറഞ്ഞ പോലെ പിന്നെ വായിക്കാതിരിക്കുന്നത് പറഞ്ഞ പോലെ സമൂഹവുമായിട്ടുള്ള അവരുടെ പിന്നെ കണക്ഷനെ, ബന്ധത്തെ വളരെയധികം ബാധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം വെച്ചാൽ മനുഷ്യന് സമൂഹ ജീവി എന്നുള്ളതിൽ നിന്നും പിന്നെ മാറിയിട്ട് അവനവനിലേക്ക് കൂടുതൽ ഒതുങ്ങുന്നതിന്റെ ഒരു ലക്ഷണമായിട്ടാണ് ഞാനും കാണുന്നത്. അത്രയും പിന്നെ മനുഷ്യന്റെ സ്വാർത്ഥതയും ഇതെല്ലാം വർദ്ധിക്കാനുള്ള ഒരു അവസരമുണ്ട്. ചുറ്റുപാടുകൾ നടക്കുന്ന എന്താണെന്ന് അറിയാൻ താല്പര്യമില്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് സമൂഹത്തിൽ നിന്നുള്ള അകൽച്ചയാണിത്. അത് പ്രോത്സാഹിപ്പിക്കാതിരിക്കണം പത്രങ്ങളുടെ പിന്നെ ഇതിലേക്ക് പിന്നെ വാർത്തയിലേക്ക്. വാർത്ത എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഓൺലൈൻ വാർത്തയാണെങ്കിലും പിന്നെ മറ്റു വാർത്തയാണെങ്കിലും വാർത്ത ശരിക്കുള്ള അതിന്റെ ശരിയായിട്ടുള്ള വിധത്തില് അന്വേഷിച്ച് പിന്നെ ക്രോസ് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്ത് കൊടുക്കുന്ന വാർത്ത ഏതാണെങ്കിലും ആ വാർത്ത ആണ് വേണ്ടത്. ഈ പറഞ്ഞ പോലെ പല ആൾക്കാർക്കും ഈ ഒരു അവിശ്വാസം, ഒരുപക്ഷെ വാർത്തയിൽ അവിശ്വാസം പറയുന്നുണ്ടല്ലോ, അവിശ്വാസം പലർക്കും അത് ഈ വാർത്തയിൽ നിന്ന് അവരെ പിന്നെ പിന്തിരിപ്പിക്കുന്നുണ്ടായിരിക്കണം. എന്നുവെച്ചാൽ ഒന്നും വിശ്വസിക്കാൻ പറ്റാത്തതാണ് എന്നുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു നെഗറ്റീവ് കാഴ്ചപ്പാട് വളർന്നു വരുന്നുണ്ട്. അതിൽ നിന്ന് പിന്നെ പക്ഷെ ആളുകളെ തിരിച്ച് വാർത്തയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ സത്യസന്ധമായ വാർത്ത ഏതാണ്, തെറ്റായിട്ടുള്ള വാർത്ത ഏതാണ്, പിന്നെ ഫേക്ക് ന്യൂസുകളുടെ കാലമാണ്. അപ്പൊ ഇത് പിന്നെ ഇത് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക്
പോയിരിക്കുന്നത്. ഈ വിവിധ വ്യത്യസ്ത മാധ്യമങ്ങൾ ഉള്ള ഈ ആവിർഭാവവും പലതിനും പിന്നെ ഈ നിയതമായിട്ടുള്ള ഒരു നിയന്ത്രണങ്ങളോ വാർത്ത എങ്ങനെ ഏത് രൂപത്തിലായിരിക്കണം, എന്താണ് വാർത്ത എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള അറിവോ പിന്നെ അല്ലെങ്കിൽ അതിനോടുള്ള ഒരു പിന്നെ അറിയണ്ട എന്നുള്ളതിന്റെ ഒരു അവഗണനയോ ഇതെല്ലാം കൊണ്ട് സംഭവിച്ചിട്ടുള്ള ഒരു ഇതാണ് ഒരു എന്താ പറയുക ഒരു അവസ്ഥയാണത്. ഇത് സർ ഇല്ലാതായിട്ട് പറയൂ. സർ ഇതില് ഈ പുതിയ ചെറുപ്പക്കാരെ സംബന്ധിച്ച് അവർക്ക് വായിക്കാൻ താല്പര്യമുള്ള കാര്യങ്ങൾ പത്രത്തിൽ വരുന്നില്ല എന്നുള്ള ഒരു ആരോപണമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ ടെലിവിഷൻ ചാനലിലാണെങ്കിലും പത്രങ്ങളിലാണെങ്കിലും രാഷ്ട്രീയ വാർത്തകൾക്ക് കൂടുതലായിട്ട് അനാവശ്യമായിട്ടുള്ള ഇടം കൊടുക്കുന്നു എന്നാണ് ചിലരൊക്കെ പറയുന്നത്. അപ്പൊ ഈ ചെറുപ്പക്കാർക്ക് എന്താണ് വേണ്ടത്? അവർക്ക് വേണ്ട കണ്ടന്റ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം എഡിറ്റർമാരുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാവേണ്ടതല്ലേ? അത് എന്തുകൊണ്ടാണ് സംഭവിക്കാത്തത്? ഇത് ചെറുപ്പക്കാർക്ക് പിന്നെ ഇഷ്ടപ്പെടുന്ന കണ്ടന്റ് എന്നുള്ള തെറ്റിദ്ധാരണയില് പലതും ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ പോലെ. അപ്പൊ വാസ്തവത്തില് ഈ ചെറുപ്പക്കാർക്ക് രാഷ്ട്രീയം ഇഷ്ടമല്ല എന്ന് പറയുന്നതല്ല, ഇവർക്ക് എല്ലാം രാഷ്ട്രീയവും വേണം. രാഷ്ട്രീയമാണല്ലോ പ്രധാന ഇതായിട്ട് നമ്മുടെ പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിന്റെ ഒരു ഭാഗം തന്നെയാണല്ലോ മനുഷ്യന്റെ. ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കാർ, പിന്നെ ഒരു ഭരണം, അതിന്റെ ഭരണകൂടം, അപ്പൊ അതിന്റെ പ്രവർത്തനങ്ങള്, ഇതൊക്കെ തന്നെയല്ലേ രാഷ്ട്രീയം. ഇത് അറിയാതെ ഇതിനെപ്പറ്റി ഒന്നും അറിയണ്ട എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് പോകുന്നത് വലിയ നല്ല കാര്യമാണെന്ന് തോന്നുന്നില്ല. പിന്നെ വെറും സാങ്കേതികത, ഇപ്പൊ പലരും അതാണ് ചെയ്യുന്നത്. പുതിയ തലമുറയ്ക്ക് ഇഷ്ടം ഈ പറഞ്ഞ പോലെ എന്താ പറയുക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അങ്ങനെയുള്ള അതിനെ സംബന്ധിച്ചിട്ടുള്ള സംഭവങ്ങൾ. ഇത് മാത്രം മതിയോ മനുഷ്യനെ ജീവിക്കാൻ? അപ്പൊ അവര് പിന്നെയും അവരുടേതായിട്ടുള്ള കുഞ്ഞു ലോകത്തേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ ചെയ്യുക. അപ്പൊ അവർക്ക് ഈ ലോകത്തിന്റെ വിശാലമായിട്ടുള്ള ഒരു രൂപം കിട്ടണമെന്നുണ്ടെങ്കിൽ ശരിക്കും രാഷ്ട്രീയവും വേണം, എല്ലാ സംഭവങ്ങളും അടങ്ങുന്ന വാർത്തയാണ് വേണ്ടത്. അല്ലാതെ ഇങ്ങനെ ഈ ചെറുപ്പക്കാർക്ക് മാത്രമായിട്ടുള്ള വാർത്ത, സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള വാർത്ത, അങ്ങനെ ഒരു പിന്നെ ഇതിനകത്തുള്ള ഒരു വിഭജനം തന്നെ തീരെ അപ്രസക്തമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വാർത്തയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ, ആ ഭാഷയും ചെറുപ്പക്കാരെ അടുപ്പിച്ച് നിർത്തുന്നുണ്ടോ? ഇപ്പോ പത്രഭാഷ എന്ന് നമ്മൾ പറയുന്ന ആ ഒരു ഭാഷയിൽ നിന്നൊക്കെ അവർ മാറിപ്പോയോ എന്നൊരു സംശയമുണ്ട്. കാരണം ഇപ്പോ ഈ കമ്പ്യൂട്ടർ ഒരു ഇതിലൊക്കെ അവർ ഉപയോഗിക്കുന്ന ഭാഷ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന സ്പെല്ലിംഗ്, ഇപ്പൊ ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മൾ എഴുതുന്ന സ്പെല്ലിംഗ് ഇല്ല. ഇപ്പൊ ഒരു ഫോണിറ്റിക് രീതിയിലായിട്ട് ഉള്ള ഒരു സ്പെല്ലിംഗ് ഒക്കെയാണ് അവർ ഉപയോഗിക്കുന്നത് പലപ്പോഴും. അതിനെ അമേരിക്കനൈസ്ഡ് ഇംഗ്ലീഷ് എന്നൊക്കെയാണ് അവർ വ്യാഖ്യാനിക്കുന്നത്. അതുപോലെ തന്നെ മലയാള ഭാഷയും പിന്നെ മംഗ്ലീഷ് ഭാഷയായിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ ആശാസ്യമാണോ പത്രങ്ങളിലും മറ്റു മാധ്യമങ്ങളിലും? ഭാഷയെ സംബന്ധിച്ചിട്ട് ഒട്ടും ആശാസ്യമല്ല. ഭാഷയെ സംബന്ധിച്ചിടത്തോളം ഭാഷ ഇപ്പോ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭാഷാ പഠനത്തെ സംബന്ധിച്ച് തന്നെ. അപ്പോ അത് പിന്നെ അതിന്റെ ഭാഷയെ അതിൻ്റെതായ രൂപത്തിലും അതിൻ്റെതായിട്ടുള്ള എന്താ പറയുക കെട്ടുപാടിലും തന്നെ മനസ്സിലാക്കേണ്ട ചുറ്റുപാട് തന്നെ വേണം. അല്ലാതെ അതിനകത്ത് പിന്നെ പുതിയ തലമുറയ്ക്ക് പഴയ തലമുറയ്ക്ക് എന്നുള്ള വിഭജനം അവിടെയും അത്ര ഒരു ശരിയാണെന്ന് തോന്നുന്നില്ല. അതായത് പക്ഷേ എന്നാലും ഭാഷയിൽ സ്വാഭാവികമായിട്ടൊരു നവീകരണം. ഇപ്പം പുതിയതായിട്ട് വരുന്ന വാക്കുകൾ, പുതുതായി ഒരുപാട് വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്, യുവാക്കൾ പതിവായി ഉപയോഗിക്കുന്ന വാക്കുകൾ. അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു പക്ഷെ വേണമെങ്കിൽ ഈ യുവാക്കളെ ഇതിനകത്തേക്ക് കൊണ്ടുവരാനുള്ള നടത്തിയിലും കുഴപ്പമില്ല. പക്ഷെ പുതിയ വാക്കുകളോട് ഒരിക്കലും പിന്നെ അത് ഈ പഴയ ചിന്താഗതിയുള്ള ആളുകൾക്കും മിക്കവർക്കും ഈ പുതിയ വാക്കുകൾ ഉൾക്കൊള്ളാനൊരു വൈമനസ്യമുണ്ട്. അത് മാറി കിട്ടിയിട്ട് ഈ പുതിയ തരത്തിലുള്ള വാക്കുകൾ, അവരുടെ പ്രയോഗങ്ങൾ, അത് ഇപ്പൊ കുറെയൊക്കെ പത്രങ്ങൾ അത് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, കുറെ ചെയ്യുന്നുണ്ട് ഈ പുതിയ പ്രയോഗങ്ങളും ഇതെല്ലാം. പിന്നെ പണ്ടൊന്നും ഇല്ലാതിരുന്ന വാക്കുകൾ ആണ് പണ്ട് ഇവർ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, കുട്ടികൾ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അപ്പൊ നല്ലൊരു പിന്നെ അങ്ങനെയുള്ള ഒരു ഇത് ചെയ്യാമെന്നുള്ളതല്ലാതെ ഭാഷ എഴുതുന്നത് വികലമാക്കുക, അക്ഷരത്തിന്റെ പിന്നെ എന്താ പറയുക നിഷ്കർഷ അക്ഷരത്തെറ്റില്ല എഴുതണം എന്നുള്ള നിഷ്കർഷ പിന്നെ വേണ്ടെന്ന് വെക്കുക എന്നൊക്കെ പറയുന്നത് ശരിക്കും ഭാഷയോട് ചെയ്യുന്ന ഒരു അനീതിയായി.
അതുപോലെ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് ഈ ഭാഷ സംബന്ധിച്ചത് തന്നെയാണ്. നമ്മളിപ്പോ ടെലിവിഷൻ എഴുതുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഏകീകൃതമായിട്ടുള്ള ഒരു ഭാഷയും ഇപ്പൊ മറ്റ് മാധ്യമങ്ങളിൽ വളരെ പ്രാദേശികമായിട്ടുള്ള രീതിയിലുള്ള ഭാഷയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് എത്രമാത്രം അത് നമുക്ക് നമ്മളെ ഒരുമിച്ച് നിർത്താൻ പര്യാപ്തമാണ്? പ്രാദേശികമായിട്ടുള്ള ഭാഷയും ഉപയോഗിക്കാം എന്ന് തന്നെയാണ് ചില ഈ പിന്നെ ഇപ്പൊ പത്രവാർത്തകളിൽ തന്നെ ഞാൻ പത്രപ്രവർത്തനം തുടങ്ങുന്ന കാലത്തൊക്കെ തുടങ്ങുന്നത് പിന്നെ ഇന്നയാള് പ്രസ്താവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു വാർത്ത ഒരാള് എന്തെങ്കിലും പറഞ്ഞിട്ട് പ്രധാനമന്ത്രി പ്രസ്താവിച്ചിരിക്കുന്നു. എന്തിനാ ഈ പ്രസ്താവിച്ചിരിക്കുന്നത് എന്നുള്ള നമ്മൾ അന്ന് തന്നെ പഠിക്കുന്ന ഒരു കാര്യമാണ്. ഇരിക്കേണ്ട ആവശ്യമില്ല, പ്രസ്താവിച്ചു എന്ന് പറയാം. പ്രസ്താവിച്ചു എന്ന് തന്നെ വേണോ, പറഞ്ഞു എന്ന് തന്നെ പോരെ? അപ്പൊ ഇങ്ങനെ ഇപ്പൊ പല ആൾക്കാരും ഈ പത്രം വായിച്ച് അല്ലെങ്കിൽ ഈ ടെലിവിഷനിലെ ടെലിവിഷനിലും വളരെ കൃത്രിമമായിട്ടുള്ള ഭാഷയാണ്. അപ്പൊ അങ്ങനെ ഒരു പത്രത്തിനോ ടെലിവിഷനോ മാത്രമായിട്ടൊരു ഒരു ഭാഷ എന്നുള്ളത് പിന്നെ മാറണം. അത് തീർത്തും മാറണം. അത് പണ്ട് വളരെയധികം ഉണ്ടായിരുന്നു, പത്രഭാഷ എന്നൊക്കെ പറഞ്ഞിട്ട്. പത്രത്തിന്റെ അതായത് അന്തരിച്ചു എന്നൊക്കെ പറയാം. അങ്ങനെ ഇപ്പൊ ആളുകൾ പലരും അങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങി. ഇപ്പൊ ടെലിവിഷൻ നമ്മള് ചില ന്യൂസുകൾ കാണുമ്പോൾ പബ്ലിക്കിന്റെ പിന്നെ റിയാക്ഷൻ ചോദിക്കുമ്പോൾ അവര് ഈ ടെലിവിഷൻ അവതാരക പറയുന്ന അതേ ഭാഷയിൽ സംസാരിക്കുക. അപ്പൊ അങ്ങനെയുള്ളത് മാറിയിട്ട് അവരെ ഇതിനെ അനുകരിക്കുന്നുള്ള ഒരു സ്ഥിതി വരികയാണ്. അപ്പൊ അതൊരു കൃത്രിമത്വമാണ്. ഭാഷയെ കൃത്രിമത്വം ഇല്ലാതെ സ്വാഭാവികമായിട്ട് അവതരിപ്പിക്കുന്നത് പ്രാദേശികമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ലത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല ഹേമലത, മാനക ഭാഷ ഉപയോഗിക്കണ്ടേ നമ്മളെല്ലാത്തിലും? അല്ല, ചോദിക്കുകയാണ് അത് വെച്ചിട്ടില്ലേ, എഴുതുമ്പോ ഉപയോഗിക്കുന്ന പോലെ അല്ലല്ലോ നമ്മൾ സംസാരിക്കുമ്പോ. അപ്പൊ അതിൽ പല വൈവിധ്യങ്ങൾ വരുന്നു. ചിലതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഉപയോഗമുണ്ട്. അപ്പോ അത് സത്യം പറഞ്ഞ ആ വാർത്തയെ തന്നെ നമ്മൾ ഒഴിവാക്കി കളയുന്ന ഒരു അവസ്ഥയിലേക്ക് പോവില്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം ആയത്. അല്ല, അടിസ്ഥാനപരമായി പുതിയ തലമുറ എന്തുകൊണ്ട് അച്ചടി മാധ്യമങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നതിലെ ഭാഷ ഒരു ഘടകമാണോ? ഭാഷയൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇനി ഭാഷയിൽ എത്ര വിപ്ലവകരമായ മാറ്റം വരുത്തി കഴിഞ്ഞാലും ഇത് മുഖം തിരിച്ചു നിൽക്കുന്ന ആൾക്കാർ തിരിച്ചു വന്നിട്ട് ഈ വാർത്താ ബുള്ളറ്റിൻ കാണുകയും അച്ചടി മാധ്യമങ്ങൾ രാവിലെ 6 മണിക്ക് ഉണർന്നിരുന്ന് കൃത്യമായി വായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലം തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അടിസ്ഥാനപരമായ ഒട്ടേറെ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്കൂളുകളിൽ നിന്ന് സ്കൂളുകളിൽ നിന്ന് അതിനുള്ള ഒരു ശ്രമം നടത്തി കഴിഞ്ഞാൽ നല്ലതായിരുന്നു. ഇപ്പൊ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് പിന്നെ പത്രം വായിക്കണം എന്നുള്ള നിർബന്ധമായിരുന്നു. ഇപ്പൊ ഒരു പ്രത്യേക ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാലൊക്കെ പത്രം വായിക്കണം. ഓരോ ക്ലാസ്സിലും അന്ന് ഒരു കുട്ടിയെ ചുമതലപ്പെടുത്തുക, അന്നത്തെ പ്രധാന വാർത്തകൾ എന്താണെന്ന് പിന്നെ എഴുതിക്കൊണ്ടുവന്ന് വായിക്കാം. അപ്പൊ ഹെഡിങ്സ് എങ്കിലും വായിക്കുക. അങ്ങനെ ഒരു ശീലം അന്ന് വളർത്തുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഭാഷ നന്നാക്കാൻ പിന്നെ മുഖപ്രസംഗം വായിക്കണം പത്രങ്ങളുടെ. ഇതൊക്കെ നിഷ്കർഷിച്ചിരിക്കും. ഈ മലയാളത്തിൽ മാത്രമല്ല, ഇംഗ്ലീഷിനും അതേപോലെ പറയാറുണ്ടായിരുന്നു, ഇന്ന പത്രങ്ങളുടെ മുഖപ്രസംഗം വായിക്കണം. അപ്പൊ അതൊക്കെ പിന്നെ കുറെയൊക്കെ കുട്ടികളിൽ ഇങ്ങനെ ഈ പറഞ്ഞ പത്രം വായിക്കാനുള്ളൊരു ശീലം വളർത്താൻ അത് സഹായിക്കുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ അതില്ല. ഇപ്പൊ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇപ്പം ഈ നെറ്റും പിന്നെ ഇതുമെല്ലാം ഇതൊക്കെ പിന്നെ കയ്യിലുള്ള മൊബൈൽ ഫോണിൽ തന്നെ ഇതെല്ലാം കിട്ടുന്നത്. അതിനകത്ത് പിന്നെ കുത്തിക്കൊണ്ട് കിട്ടുന്ന കൗതുകമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കി അതിനകത്ത് മാത്രം അഭിരമിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോവുക എന്നുള്ളതാണ് ഈ പിന്നെ ഇതിന്റെ ഒരു പരിണത ഫലം എന്ന് പറയാം. മുൻകാലങ്ങളിൽ ഈ ജേർണലിസം പരിശീലനം ഇല്ലല്ലോ. ഇപ്പൊ സാറൊക്കെ പരിശീലനം ഇല്ലാതെ തന്നെ ഈ ഫീൽഡിലേക്ക് വന്നവരാണ്. ഇപ്പൊ VPR പോലെ അദ്ദേഹമൊക്കെ VP രാമചന്ദ്രൻ സാറ് നമ്മളുടെ അദ്ദേഹമൊക്കെ പരിശീലനം കളരികളൊന്നും അറ്റൻഡ് ചെയ്യാതെ തന്നെ ജേർണലിസത്തിൽ ഏറ്റവും വലിയൊരു സ്ഥാനത്തെത്തിയ ആളാണ്. പക്ഷെ ഇപ്പോൾ ഒരുപാട് ട്രെയിനിങ് സ്കൂളുകളാണ്. ഇപ്പോൾ ജേർണലിസം ഒരു ജേർണലിസ്റ്റ് ട്രെയിനിങ് എടുക്കണമെങ്കിൽ ട്രെയിനിങ് സ്കൂളിൽ പരിശീലനം അടിസ്ഥാനമായിട്ട് വേണം.
ഇങ്ങനെ വരുന്ന കുട്ടികൾ പോലും ഇങ്ങനെ വരുന്ന കുട്ടികളിൽ ഇപ്പോ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു വലിയ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇവരാരും പിന്നെ നമ്മളെ സ്റ്റേറ്റ് സിലബസിലൊന്നും പഠിച്ചവരായിരിക്കണം എന്നില്ല. അതായത് ഒരു 30 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ ഒരു 10 പേരായിരിക്കും സ്റ്റേറ്റ് സിലബസ്, ബാക്കി എല്ലാവരും ഇപ്പോൾ CBSE പോലുള്ള മറ്റ് സംവിധാനങ്ങളിൽ നിന്നും വരും. അവർക്ക് മലയാള ഭാഷ തന്നെ അറിയണം എന്നില്ല. എന്നാൽ അവരുടെ ഇംഗ്ലീഷ് ആണെങ്കിലും അതും വളരെ ദയനീയമാണ്. അപ്പൊ ഇങ്ങനെയുള്ള രീതിയിലുള്ള ഭാഷാ പഠനം ആണ് നമ്മളുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെയാണ് ഈ ജേർണലിസം ഒരു ഫീൽഡിലേക്ക് പത്രത്തിൻ്റെതായാലും ടെലിവിഷൻ ചാനലുകളായാലും മറ്റു ഓൺലൈൻ പോർട്ടലുകളിലേക്കൊക്കെ പോകുന്നത്. അതാണ് ഇവിടെ ഒരു വലിയ പ്രശ്നം ഉണ്ടാവുന്നത് എന്ന് വിശ്വസിക്കാൻ പറ്റുമോ നമുക്ക്? അതൊരു അതൊരു കാരണമല്ലേ? പ്രശ്നമാണ്. അല്ല, അത് വായനക്കാരെ അകറ്റുന്നതിന്റെ പ്രശ്നമല്ല, അത് വേറൊരു പ്രശ്നമാണത്. ഈ പറഞ്ഞ പോലെ കുട്ടികള് മലയാളം പഠിക്കാത്ത മലയാളം എഴുതാൻ പിന്നെ നിർബന്ധിതമാവുന്ന സാഹചര്യം എന്ന് പറയുന്നത് അത് വേറൊരു പ്രശ്നമാണത്. ഇപ്പൊ പത്രത്തിനെ മാത്രമല്ല, മൊത്തം ഭാഷയെ തന്നെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണത്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഈ പത്രസ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞ പോലെ ട്രെയിനികളെ എടുക്കുന്ന സമയത്ത് പിന്നെ അത് പിന്നെ ചുമതലപ്പെട്ട ആൾക്കാർ അത് പിന്നെ പ്രത്യേകം അക്കാര്യത്തിൽ ശ്രദ്ധ വെച്ചാൽ മതി, തീരാവുന്നതേ ഉള്ളൂ. അതായത് മലയാളം തെറ്റുകൂടാതെ മലയാളം എഴുതാൻ അറിയുന്നവരെ മാത്രമേ തെരഞ്ഞെടുക്കൂ എന്നുള്ള ഒരു നിശ്ചയം ഉണ്ടെങ്കിൽ ഈ പ്രശ്നം വരില്ല. അങ്ങനെയുള്ളവരുണ്ട്, തെറ്റുകൂടാതെ എഴുതുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പൊ നമ്മള് അറിയാത്തതാണ് നാട്ടുപുറങ്ങളിൽ. നമ്മള് പിന്നെ ഈവൻ ചെറുപ്പക്കാര് പത്രം വായിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു ജനറലായിട്ട് പറയാൻ പറ്റില്ല. നാട്ടുപുറങ്ങളിൽ ഇപ്പോഴും പത്രം വായിക്കുന്ന ചെറുപ്പക്കാരുണ്ട്. നമ്മുടെ നഗരങ്ങളിലെ സ്ഥിതി മാത്രം വെച്ച് നോക്കുമ്പോൾ ഉള്ള ഒരു ഇതാണ്. നാട്ടുപുറങ്ങളിൽ എല്ലാവരും അല്ല, അവിടെയും ഈ നഗരങ്ങളിൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നാട്ടുപുറങ്ങളും നഗരങ്ങളുടെ ഒരു സ്വഭാവം കൈവരിക്കുന്ന ഒരു അവസ്ഥയാണത്. പക്ഷെ എങ്കിൽ പോലും നഗരങ്ങളിലെക്കാളും വളരെ മറ്റൊരു ട്രെൻഡ് കാണുന്നത് ഇവര് വായന എന്ന് പറയുമ്പോൾ ഈ ചിത്രങ്ങൾ കാണുന്ന അതിന്റെ അടിക്കുറിപ്പ് മാത്രം വായിക്കുന്ന ഒരു രീതി പോലും കാണുന്നുണ്ട് കുട്ടികളുടെ ഇടയിൽ. പത്രപ്രവർത്തന പരിശീലനം നടത്തുന്ന അല്ലെങ്കിൽ മാധ്യമ മേഖലയിലേക്ക് ജോലിക്ക് കയറാൻ പരിശീലിക്കുന്ന കുട്ടികൾ പോലും ചിത്രങ്ങളെ മാത്രം അല്ലെങ്കിൽ തലക്കെട്ടുകൾ മാത്രം വായിച്ചുകൊണ്ട് വരുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അതൊക്കെ വലിയ മാറ്റമാണ്. പത്രത്തിൽ എഴുതുന്ന ആ കണ്ടന്റ് മുഴുവനായിട്ട് വായിക്കുന്നില്ല, ഹെഡ്ലൈൻസും ചിത്രങ്ങളും അതിന്റെ ക്യാപ്ഷൻസും ഒക്കെയാണ് വായിച്ചുകൊണ്ട് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു മാറ്റം പൊതുവെ ഉണ്ട്. അതേപോലെ പിന്നെ ബാലകൃഷ്ണനൊക്കെ എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ടല്ലോ ദീർഘകാലം. ലീഡർ റൈറ്റർ ആണല്ലോ പറയുന്നത് തന്നെ, വാക്ക് തന്നെ. ഒപ്പീനിയൻ ലീഡേഴ്സ് ആണ്, അതായത് ജനങ്ങളുടെ അഭിപ്രായ രൂപവൽക്കരണത്തെ സഹായിക്കുന്നതാണ് എഡിറ്റോറിയലുകൾ അല്ലെങ്കിൽ മുഖപ്രസംഗങ്ങൾ എന്നാണ് നമ്മുടെ സങ്കല്പം. പക്ഷെ എത്ര പേര് ഇപ്പോൾ എഡിറ്റോറിയൽ അല്ലെങ്കിൽ മുഖപ്രസംഗങ്ങൾ വായിക്കുന്നുണ്ട്? വായിച്ചൊരു അഭിപ്രായ രൂപവൽക്കരണം നടത്തുന്ന ഒരു അവസ്ഥയുണ്ട് കേരളത്തിലോ പുറത്തോ? അങ്ങനെ ഒരു അവസ്ഥയുണ്ടോ ഇപ്പം? വളരെ കുറവ് ആൾക്കാരാണ്. മാതൃഭൂമിയിൽ ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയത്ത് നടന്ന ഒരു ഈ റീഡേഴ്സിന്റെ ഇടയിൽ നടക്കുന്ന സർവേയുടെ ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ വരും മറ്റേ. അതനുസരിച്ചിട്ട് ആ കാലത്ത് പിന്നെ അതായത് ഒരു 10-15 കൊല്ലം മുമ്പൊക്കെ ഉള്ള സർവേയില് പോലും കണ്ടിരുന്നത് പത്രം വായിക്കുന്നവരിൽ 6% മറ്റാണ് പിന്നെ എഡിറ്റോറിയൽ വായിക്കുന്നത്. പക്ഷെ അങ്ങനെ നോക്കുമ്പോ ഇപ്പോൾ എത്ര ഉണ്ടാവും? ഇപ്പൊ പോലും ഉണ്ടാവാൻ വഴിയില്ല. അങ്ങനെ നോക്കുമ്പോ അല്ല, പക്ഷെ ഈ സർവേയുടെ ഫലം നോക്കുമ്പോ പല ഇതും വളരെ നമുക്ക് വളരെ അത്ഭുതകരമായിട്ട് തോന്നുന്നു. അതേപോലെ ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കുന്നത് പ്രാദേശികമായിട്ടുള്ള വാർത്തകൾ, ലോക്കൽ പേജിലെ വാർത്തകൾ. പിന്നെ അത് കഴിഞ്ഞാൽ ചരമം, മരണ വാർത്തകൾ മലയാള പത്രങ്ങളുടെ ഇതിലാണത്. ഈ നമ്മൾ ഈ പരമ്പരയുടെ പല ഭാഗത്ത് ഇതേ നിഗമനം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതേ നമ്മുടെ നാട്ടിൽ കറങ്ങടക്കുമ്പോൾ ഉള്ള അനുഭവം ഇതാണ്. പ്രായമുള്ള ആൾക്കാരാണ് പത്രം വായിക്കുന്നത്. അവർ ആദ്യം ചരമ പേജ് വായിക്കും, പിന്നെ പ്രാദേശിക പേജുകൾ വായിക്കും, പിന്നെ പത്രം മടക്കി വെക്കും. ഞാൻ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ. പിന്നെ അതുപോലെ സ്പോർട്സ് പേജ് മാത്രം വായിക്കുന്ന ആൾക്കാരുണ്ട്. അല്ല, പണ്ട് കുട്ടികൾ ഇപ്പോൾ വീട്ടിലൊക്കെ മകനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത്
ഉം. ഇവർ ഇംഗ്ലീഷ് പത്രങ്ങൾ നേരെ കമത്തി വെച്ചിട്ട് സ്പോർട്സ് പേജ് വായിക്കുമായിരുന്നു ആദ്യം. ഇപ്പം അതെ. തിരിഞ്ഞു ഞാൻ നോക്കുന്നില്ല. ഞാൻ അത് 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 ഞാൻ ഒരു പഠിക്കുന്ന കേസ് കാലത്ത് പോലും മാത്രമല്ല. അങ്ങനെയാണ്. ഞാൻ പഠിക്കുന്ന കാലത്ത് പോലും ഞാൻ ഇംഗ്ലീഷ് പത്രത്തിൽ പിന്നെ സ്പോർട്സ് പേജ് മാത്രമാണ് വായിച്ചിരുന്നത്. ഇന്ന് നിർബന്ധമായിട്ടും ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ വായിക്കണമെന്നുള്ള പല ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദം കൊണ്ട് ഹിന്ദു വായിക്കാൻ തുടങ്ങി, ഹിന്ദുവിന്റെ എഡിറ്റോറിയൽ വായിക്കാൻ തുടങ്ങി. അങ്ങനെ ഇപ്പോൾ ഈ ഈ സ്പോർട്സ് പരമ്പരയിലും പേജിൽ തന്നെ മാറ്റം വന്നല്ലോ. സ്പോർട്സ് പേജിൽ തന്നെ ചിത്രങ്ങളല്ലേ കൂടുതല്. അതില് കണ്ടന്റ് കുറവല്ലേ, ടെക്സ്റ്റ് വളരെ കുറവല്ലേ ഇപ്പൊ. അതും വലിയൊരു ഇപ്പൊ മാറ്റല്ലേ. ഇപ്പൊ എന്താ വെച്ചാൽ ഇപ്പൊ ഡിസ്പ്ലേക്കാണ് കൂടുതൽ സ്പേസ് പോകുന്നത്. അതെ അതെ സ്പോർട്സ് അതെ. പേജിൽ മാത്രമല്ല, ഏത് അല്ല അല്ല പേജിലാണെങ്കിലും എല്ലാ പൊതുവും. ഡിസ്പ്ലേക്ക് അല്ല ഈ വളരെയധികം സ്പേസ് പോകുന്നു. അത് വാസ്തവത്തില് ടെലിവിഷനുമായിട്ട് മത്സരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു. അതെ അത് അതെ തുടങ്ങിയത് അതെ. പിന്നെ ഏതാണ്ട് 2000 മുതൽ ഏതാണ്ട് ആ, തുടങ്ങിയതാണ് ഈ ടെലിവിഷനുമായിട്ട്. വാസ്തവത്തിൽ അതാണ് മത്സരിക്കുക. ഈ തെറ്റായ സമീപനം. ശരിക്ക് ഈ പ്രിന്റ് മീഡിയ എടുത്ത് പ്രിന്റ് മീഡിയയുടെ പിന്നാക്കം പോകുന്നതിന് പറ്റിയ ഒരു പ്രധാന പരാജയം എന്ന് പറയുന്നത് അതാണ്. ടെലിവിഷനുമായിട്ട് മത്സരിക്കാൻ പോകുന്നു. അതല്ലാതെ പ്രിന്റ് മീഡിയ അതിൻ്റെതായിട്ടുള്ള തനതായ സ്വഭാവം നിലനിർത്തുകയും കൃത്യമായും പിന്നെ അതിന്റെ ഒരുപാട് നിയന്ത്രണങ്ങളും ഇതൊക്കെയുള്ള ആ ഒരു രീതി അനുസരിച്ച് പിന്നെ ക്രോസ് ചെക്കിങ്ങും വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ മാത്രമേ വാർത്ത കൊടുക്കൂ, ഇതെല്ലാം പിന്തുടരുകയും ചെയ്തിരുന്നാണെങ്കിൽ എനിക്ക് തോന്നുന്നത് പ്രിന്റ് മീഡിയ ഇന്നും വളർച്ചയുടെ പാതയിലാവും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം പിന്നെ മറ്റത് ടെലിവിഷനിൽ കാണുന്നതിന് വ്യത്യാസമില്ല, എവിടെ തന്നെ കാണുന്നു. അതല്ലല്ലോ വേണ്ടത് പത്രത്തിന്. അപ്പൊ അത് ടെലിവിഷനിൽ കാഴ്ചക്കാണ് പ്രധാനം. അപ്പൊ അത് കൊടുക്കുന്നതിന് വേണ്ടി അവർ ചെയ്യുന്നത്. അതിന് പകരം ഇത് നമ്മളിവിടെ പിന്നെ ഒരു മീഡിയ എന്താ പറയുക, പ്രിന്റ് മീഡിയയിലും അതേപോലെ കൂടുതൽ പിന്നെ വലിയ ചിത്രങ്ങൾ വെച്ച് നിറച്ചുകൊണ്ട് കാര്യമൊന്നും തോന്നുന്നില്ല. ഈ അല്ല അത് ഒരു ചോദ്യത്തിന് വിജയകൃഷ്ണൻ സാർ ഒന്ന് ഉത്തരം പറഞ്ഞാൽ കൊള്ളായിരുന്നു. ഇപ്പോ ബാലകൃഷ്ണൻ സാർ പറഞ്ഞതിന്റെ തുടർച്ചയായിട്ട് ചോദിക്കുകയാണ്. അതായത് ടെലിവിഷനുമായിട്ട് മത്സരിക്കുകയാണ് ഇപ്പൊ പത്രങ്ങൾ. യഥാർത്ഥത്തിൽ പത്രങ്ങൾക്ക് ഒരു മത്സരം നേരിടേണ്ടി വരുന്നുണ്ട്. കാരണം തലേ ദിവസം രാത്രി നമ്മൾ കണ്ട് കേട്ട് അറിഞ്ഞ് ഉറങ്ങി രാവിലെ എണീക്കുമ്പോൾ അതേ വാർത്തകൾ പത്രത്തിൽ വരുന്നത് താല്പര്യമില്ല വായിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മത്സരം അവർ നേരിടുമ്പോൾ മറ്റെന്താണ് ചെയ്യാനുള്ളത്? അല്ല, അങ്ങനെ ഒരു ഇതിപ്പോ ആൾക്കാരെ വാർത്ത അവോയ്ഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. അതിനുള്ള ഒരു അതെ അതിനെ നേരിടാനുള്ള പല വഴികളും ആലോചിക്കുന്നുണ്ട്. പല സർവേയിലും പറയുന്നുണ്ട്. ഒന്ന്, വാർത്തകളെ ലളിതമാക്കുക എന്ന് പറഞ്ഞാല് കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിലല്ല, വേഗം മനസ്സിലാവുന്ന രീതിയിൽ വാർത്ത എഴുതുക. എക്സ്പ്ലനേഷൻസ് കൂടുതൽ കൊടുക്കുക. അതിപ്പോ ടെലിവിഷന് ചിലപ്പോൾ സാധിക്കണമെന്നില്ല. എക്സ്പ്ലനേഷൻസ്, അതെ വിശദീകരണങ്ങൾ അതിനോട് അനുബന്ധമായിട്ട് കൂടുതൽ കൊടുക്കുക. അങ്ങനെ മാത്രമല്ല, ഹെഡിങ്ങിൽ പോലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയ ആൾക്കാർ വാർത്തയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്നാണ് പറയുന്നത്. പിന്നെ സ്പോർട്സിന്റെ അതെ കാര്യം പറഞ്ഞല്ലോ, അത് എല്ലാ സ്ഥലത്തും ചോദിക്കുന്നതാണ്. നിങ്ങൾ TV കണ്ടിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ രാവിലെ സ്പോർട്സ് പേജ് വായിക്കുന്നു എന്നുള്ള അതെ ചോദ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു ലേഖകൻ എന്ത് പറയുന്നു എന്നറിയാൻ വേണ്ടി നിങ്ങൾ സ്പോർട്സ് പേജ് വായിക്കും. നിങ്ങൾ എത്ര തന്നെ TV-യിൽ വാർത്ത കണ്ടാലും നിങ്ങൾക്ക് നല്ല പരിചയം, വായിച്ച് 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 പരിചയമുള്ള ഒരു ലേഖകൻ ഈ രാഷ്ട്രീയ സംഭവത്തെ കുറിച്ച് എന്ത് അഭിപ്രായമാണ് അദ്ദേഹം പറയുന്നത്, ഏതൊക്കെ വശങ്ങളാണ് അദ്ദേഹം ടച്ച് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് വാർത്ത വായിക്കുക തന്നെ വേണം. എന്നാലേ അറിയുള്ളൂ. അപ്പൊ ടെലിവിഷൻ അവിടെ കിടക്കട്ടെ. ടെലിവിഷന് നമ്മൾ അതിന്റെ വെല്ലുവിളി നേരിടാൻ പ്രിന്റ് മാധ്യമങ്ങൾക്ക് എന്തായാലും കഴിയും. പ്രധാനമായിട്ട് ഈ പറഞ്ഞതാണ്, നമ്മൾക്ക് വിശ്വാസമുള്ള ഒരു പത്രത്തിൽ നമ്മൾക്ക് വളരെ അറിയുന്ന ഒരു ലേഖകൻ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്നറിയാൻ ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടാവും. എഡിറ്റോറിയലിന്റെ കാര്യം പറഞ്ഞു, ശരിയാണ്. ആൾക്കാർ വായിക്കുന്ന കുറവാണ്. പക്ഷെ എഡിറ്റോറിയലിന് ഒരുപാട് സാന്ത്വനങ്ങൾ നൽകാൻ കഴിയും. വളരെ ക്രൈസിസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾക്ക് സമൂഹം എന്താ ചെയ്യേണ്ടത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ എഡിറ്റോറിയലിന് സാധിക്കും. അപ്പൊ അതൊരു നിസ്സാര കാര്യമല്ല. പ്രദീപ് പറഞ്ഞതുകൊണ്ട് ഞാൻ യോജിക്കുന്നു. ചെറുപ്പക്കാരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്ന് ചോദിച്ചാൽ എങ്ങനെ സാധിക്കും എന്ന് അറിയില്ല. പക്ഷെ ഇത്തരം ചില സ്ട്രാറ്റജി അതിന്റെ പിറകിൽ പരീക്ഷിച്ചു നോക്കാവുന്നതാണെന്ന് പറയുന്നു. പിന്നീട് ഒരു സംഗതി പറയുന്നത്, വായനക്കാരന് വേണ്ടത് എന്ത് എന്ന് മനസ്സിലാക്കിയിട്ട് അവന് കൊടുക്കുക അല്ല ചെയ്യേണ്ടത്. വായനക്കാരന് എന്താണ് വേണ്ടതെന്ന് വായനക്കാരൻ തിരിച്ചറിയുന്നുണ്ടാവില്ല. എല്ലാം എന്തൊക്കെയാ എനിക്ക് വേണ്ടതെന്ന് വായനക്കാരൻ അറിയുന്നുണ്ടാവില്ലല്ലോ. അപ്പൊ വായനക്കാരന് വേണ്ടത് എന്ത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് വിളമ്പുകയല്ല വേണ്ടത്. വായനക്കാരന് വേണ്ടത് എന്ത് എന്ന് അവൻ തിരിച്ചറിയാത്ത സംഗതികൾ
പത്രത്തിലൂടെ നൽകുകയാണ് വേണ്ടത് എന്നുള്ള ഒരു അഭിപ്രായഗതിയും കൂടിയുണ്ട്. അങ്ങനെ പല രീതിയിലും ഇതിനെ നേരിടാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. സ്പോർട്സിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. നമ്മള് എത്ര തന്നെ കളി കണ്ടു കഴിഞ്ഞാലും നമ്മൾക്ക് വളരെ വിശ്വാസമുള്ള ഒരു ലേഖകൻ എന്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത് എന്നറിയാൻ വേണ്ടി വായിക്കും. എന്താണ് മാധവൻ പറഞ്ഞത്, എന്താണ് അത് ഈ സ്പോർട്സ് മാത്രമല്ല, രാഷ്ട്രീയ സംഭവവികാസങ്ങളെ കുറിച്ച് എന്താണ് മാതൃഭൂമി പറഞ്ഞത്, അല്ലെങ്കിൽ എന്താണ് ദേശാഭിമാനി പറയുന്നത്, എന്താണ് മനോരമ പറയുന്നത് എന്ന് അതിന്റെ അതത് പത്രങ്ങളുടെ വായനക്കാർക്ക് അറിയാൻ താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് ടി വി എത്ര 24 മണിക്കൂർ ടി വി കണ്ടാലും പിന്നെയും പത്രത്തിലേക്ക് തിരിച്ചു വരുന്നതിന്റെ ഒരു റീകൺഫർമേഷൻ വേണ്ടിയിട്ടാണ് അല്ല ടി വിയിൽ അല്ല നമ്മൾ. അല്ല വിജയകൃഷ്ണൻ, അതാണ് പിന്നെ നമ്മൾ ഡൽഹിയിൽ നിന്നുള്ള ബൈലൈൻ സ്റ്റോറീസിന് വേണ്ടി എല്ലാ പത്രങ്ങളിലെയും വായനക്കാർ കാത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഉദാഹരണത്തിന് മനോരമ വായിക്കുന്നവർ TVR ഷണായി എന്ത് പറയുന്നു, മാതൃഭൂമി വായിക്കുന്നവർ K മാധവൻകുട്ടി എന്ത് പറയുന്നു, കേരളമുത് വായിക്കുന്നവർ നരേന്ദ്രൻ എന്ത് പറയുന്നു, ദീപികയുടെ ഒരു കാലത്ത് K ഗോപാലകൃഷ്ണൻ എന്ത് പറയുന്നു. അങ്ങനെ രാഷ്ട്രീയ ലേഖകന്മാർ ദേശീയ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ വിലയിരുത്തിക്കൊണ്ട് എഴുതുന്ന ഇൻഡെപ്തായിട്ടുള്ള റിപ്പോർട്ടുകളുടെ ഒരു കാലം അവസാനിച്ചോ? ഇത് മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ തന്നെ KR ചുമ്മാർ, KG പരമേശ്വരൻ നായർ, ഇങ്ങനെ പിന്നെ ഒട്ടേറെ പേർ, MM വർഗീസ്, ഇങ്ങനെ ഒരു രാഷ്ട്രീയ റിപ്പോർട്ടിങ്ങുകൾക്ക് വേണ്ടി വായനക്കാർ കാത്തിരുന്നൊരു കാലം ഉണ്ടായിരുന്നല്ലോ. അതെല്ലാം പോയി. ഒരു പത്രവും അതിനുള്ള പ്രാധാന്യം കൊടുക്കുന്നില്ല. ഒരുപക്ഷെ ആരെങ്കിലും എഴുതുന്നുണ്ടെങ്കിൽ ആരെങ്കിലും കാര്യമായി ഇത് വായിക്കുന്നുണ്ടോ എന്ന് കൂടി സംശയമുണ്ട്. എന്തുകൊണ്ട് സംഭവിച്ചു ഇത്? രാഷ്ട്രീയ റിപ്പോർട്ടിങ്ങുകൾ അല്ലെങ്കിൽ ഇൻഡെപ്തായിട്ടുള്ള രാഷ്ട്രീയ അവലോകനങ്ങൾ ഇംഗ്ലീഷ് പത്രങ്ങളിലും മലയാള പത്രങ്ങളിലും ഏതാണ്ട് പൂർണ്ണമായും അപ്രത്യക്ഷമായി. എൻ്റെ അഭിപ്രായം അങ്ങനെയാണ്. താങ്കൾ എന്ത് പറയുന്നു? മലയാള പത്രങ്ങളിൽ അത് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. അഖിലേന്ത്യാ വാർത്തകളുടെ കാര്യത്തിൽ അത് കുറെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കാരണം നമ്മൾക്ക് ഈ ലേഖകൻ പറയുന്ന ഒതന്റിക് ആണോ എന്ന് നമുക്ക് അറിയില്ല. അതാണ് ഒരു പ്രധാന പ്രശ്നം. ഇപ്പൊ UP-യിൽ നിങ്ങൾ പോവാണ്ട് UP-നെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുന്നത് അത് ഒതന്റിക് ആയിട്ടാണോ പറയുന്നത് എന്ന് നമുക്ക് ഈ ലേഖകനെ കുറിച്ച് നമുക്ക് അത്ര വിശ്വാസം പോരെങ്കിൽ നമ്മൾ അത് ചിലപ്പോൾ അയാൾ എഴുതുന്ന വായിച്ചു. പക്ഷെ കേരളത്തിലെ രാഷ്ട്രീയ റിപ്പോർട്ടിങ്ങിൽ ആ സ്ഥിതി കുറെയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അല്ലാത്ത ആൾക്കാരുടെയും വെറും ബൈലൈൻ കണ്ടാല് നമ്മൾ വായിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഞാൻ പേരെടുത്ത് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. പക്ഷെ ഞാൻ അദ്ദേഹത്തിന്റെ പേര് കണ്ടാൽ എവിടെയും വായിക്കും. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ എന്താണെന്ന് അറിയാൻ നമ്മൾക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് വായിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് പത്രത്തിലും അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ചില നല്ല ആൾക്കാര് ഇത് ഇപ്പൊ ചൈനയെ കുറിച്ച് അനന്തകൃഷ്ണൻ ഹിന്ദുവിൽ എഴുതി കഴിഞ്ഞാൽ വായിക്കും, എന്തായാലും വായിക്കും. അദ്ദേഹം ചൈനയുടെ ഒരു എക്സ്പെർട്ടാണ്. ചൈനയിൽ താമസിച്ച് റിപ്പോർട്ട് ചെയ്ത ആളാണ്. അപ്പൊ ചൈനയെ കുറിച്ച് അദ്ദേഹം എന്ത് എഴുതിയാലും നമ്മൾ വായിക്കും. അതിന് ആഴത്തിൽ അറിവുണ്ട്. അങ്ങനെ കുറെ ആൾക്കാർ ഇംഗ്ലീഷ് പത്രത്തിൽ നമുക്ക് എടുത്തു പറയാൻ കഴിയും. വർഗീസ് ജോർജ് പറഞ്ഞ മലയാളിയായിട്ടുള്ള ഒരു ലേഖകനില്ലേ, അദ്ദേഹം BJP-നെ കുറിച്ച് എഴുതിയാല് അല്ലെങ്കിൽ കാസ്റ്റിനെ കുറിച്ച് എഴുതിയാൽ അത് വായിക്കും. അതിന്റെ ഉൾക്കാഴ്ച വളരെ നല്ലോണം ഉണ്ട്. അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ചില പത്രങ്ങളിലൊക്കെ ഉണ്ട്. എല്ലാ പത്രങ്ങളും നമ്മൾ കാണാൻ കഴിയാത്തതുകൊണ്ടും സ്ഥിരമായിട്ട് വായിക്കാൻ കഴിയാത്തതുകൊണ്ടും അത് പേരെടുത്ത് പറയാൻ കഴിയുന്നില്ലാന്നേ ഉള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. തീരെ അവരെ നമുക്ക് അവഗണിച്ചുകൂടെ. ലോകത്തും അങ്ങനെയുണ്ട്. ഇപ്പോ ഫരീദ് സക്കറി എന്ത് പറയുന്നു, ഇസ്രായേൽ പലസ്തീനെ കുറിച്ച് അറിയാൻ എത്രയോ ആൾക്കാർക്ക് താല്പര്യമുണ്ട്. അപ്പൊ അദ്ദേഹം ഒരു പിന്നെ എന്താണ് അത് ഈ ഗവൺമെന്റിന്റെ സീക്രട്സ് ഒന്നും അറിയുന്ന ആളല്ല. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർ ഇന്ത്യയിലുണ്ട്. ഇംഗ്ലീഷ് പത്രങ്ങളുണ്ട്. മലയാള പത്രങ്ങളുടെ ഒരു വീക്ക്നെസ് ആണ് കേരള സ്റ്റോറീസ് അല്ല, എനിക്ക് അഖിലേന്ത്യാ സ്റ്റോറീസിന് ആശ്രയിക്കാൻ കഴിയുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള വാസ്തവമാണ്. കാരണം പലരുടെയും എഴുതുന്നത് ഓഥന്റിക് ആണോ എന്നുള്ളൊരു സംശയം ഉണ്ടാവുന്നുണ്ട്. പക്ഷെ കേരളത്തില് ഉദാഹരണം ചില രാഷ്ട്രീയ വിഷയങ്ങളെ കുറിച്ച് എഴുതുന്ന നല്ല കഴിവുള്ള ആൾക്കാരുണ്ട്. ഞാൻ മലയാളികളായതുകൊണ്ട് അവരുടെ പേരെടുത്ത് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ഈ ബാലകൃഷ്ണനോടൊക്കെ ചോദിക്കാനുള്ള ഈ നിയമസഭാ അവലോകനങ്ങൾ പല പത്രങ്ങളും ആ ഒന്നാം പേജിൽ നിന്ന് അകത്തെ പേജിലേക്കും അകത്തെ പേജിൽ നിന്ന് ഏതാണ്ട് പിന്നെ പതുക്കെ അപ്രത്യക്ഷമാകുന്ന അവസ്ഥയിലേക്കും എത്തി നിൽക്കുകയാണല്ലോ. അതിനുള്ള കാരണം എന്താണ്? പൊതുവെ പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അങ്ങനെയാണ്. സുബേദ് നടന്ന കാര്യങ്ങള് മറ്റത് അതിന്റെ തുടക്കകാലത്തുള്ള ഉദ്ദേശം എന്താ വെച്ചാല് നിയമസഭയിൽ നടക്കുന്ന കാര്യങ്ങള് ഒറ്റ നോട്ടത്തില് അതിനകത്ത് ഒരു വായന കിട്ടാൻ ഏതാണ്ട് അതിന്റെ ഒരു പിന്നെ രൂപം കിട്ടുക എന്നുള്ളതായിരുന്നു.
ഇപ്പോ വന്ന് വന്ന് അത് വായനക്കാർക്ക് തന്നെ വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. അത് പത്രങ്ങളില് അത് ഒരു കഴിഞ്ഞ ഒരു 15 കൊല്ലം 20 കൊല്ലമായിട്ട് തന്നെ മിക്കവാറും ഈ സ്ഥിതി തന്നെയാണ്. ഞാൻ പിരിയുന്നതിന് മുമ്പ് തന്നെ ജോലിയിൽ നിന്ന് വിരമിക്കുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനത്തെ സ്ഥിതി വന്നിട്ടുണ്ട്. കാരണം വെച്ചാല് നിയമസഭ അവലോകനം തിരുവനന്തപുരം എഡീഷനിൽ കൊടുക്കും, മറ്റേ എഡീഷനിൽ കൊടുക്കും പല പത്രങ്ങളിലും. അപ്പൊ എന്താ അവിടെ എഴുതുന്ന ലേഖനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി കൊടുക്കുന്ന പോലെ ഉള്ള ഒരു ലൈനിലേക്കാണ് വന്നിരിക്കുന്നത്. സർ, ഒരു ഇതിനേക്കാളും പിന്നെ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. അതായത് നമ്മളുടെ പാർലമെന്റ് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഊഴമിട്ട് പ്രവർത്തകരെ അയക്കുന്ന ഒരു രീതി ഡൽഹിയിലുണ്ടെന്ന് പറയുന്നു. അതായത് എല്ലാ ദിവസവും എല്ലാ പത്രങ്ങൾക്കും പാർലമെന്റ് റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല മാധ്യമപ്രവർത്തകർക്ക് തന്നെ പിന്നെ സെൻട്രൽ ഹാളിന്റെ അടുത്ത് പോലും എത്താൻ പറ്റാത്ത ചില പ്രശ്നങ്ങൾ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള രീതിയിലുള്ള ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോ റിപ്പോർട്ടിങ്ങിൽ പൊതുവെ ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണത്. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ റിപ്പോർട്ടിങ്ങിനെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പത്രപ്രവർത്തകരുടെ സ്വാതന്ത്ര്യത്തെയും ഇതെല്ലാം സംബന്ധിച്ചിട്ടുള്ള വളരെ വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെ കാണേണ്ട കാര്യങ്ങളാണത്. അത് പിന്നെ റിപ്പോർട്ടിനെ മാത്രമല്ല, അത് റിപ്പോർട്ട് ചെയ്യാനുള്ള അവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ പാർലമെന്റും പിന്നെ ആണെങ്കിലും അസംബ്ലി ആണെങ്കിലും അത് പൂർണ്ണമായിട്ടും കവർ ചെയ്യാനുള്ള അതിന്റെ അവകാശം പിന്നെ പത്രപ്രവർത്തകർക്കും ഉണ്ട്. അതിന്റെ കാരണങ്ങൾ അറിയാൻ ഉള്ള അവകാശം ജനങ്ങൾക്കും ഉണ്ട്, അതിനകത്ത് എന്താണ് നടക്കുന്നത് എന്നുള്ളത്. അപ്പൊ ജനങ്ങൾക്കത് വേണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വേണ്ടെന്ന് വെക്കാം എന്നുള്ളതല്ലാതെ അത് ആരാ തീരുമാനിക്കുന്നത്? ഭരണഘടന പ്രകാരം അങ്ങനെ ചെയ്യാൻ പാടില്ല, വിലക്കാൻ പാടില്ല. ജനങ്ങൾക്ക് വേണോ വേണ്ടയോ എന്നുള്ളതല്ല, ജനങ്ങൾക്ക് അറിയിപ്പിക്കേണ്ടത് അറിയിപ്പിക്കുക എന്നുള്ളതാണല്ലോ നമ്മളിപ്പോ കുറച്ചു നേരത്തെ വിലക്കാൻ ചർച്ച പാടില്ല. ചെയ്ത കാര്യം. അതെ, ഭരണഘടന പ്രകാരം അത് വിലക്കാൻ പാടില്ല എന്നുള്ളതാണ് വസ്തുത. പാടില്ലാത്തത്. പക്ഷെ എങ്ങനെയാണ് വിലക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. അത് അങ്ങനെ അസംബ്ലിയിൽ അങ്ങനെയുള്ളതായിട്ട് എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷേ പാർലമെന്റിൽ എനിക്ക് അറിയില്ല ഇപ്പോഴത്തെ പുതുതായിട്ട് അങ്ങനെ വല്ല നിയന്ത്രണങ്ങൾ ഉണ്ടോ എന്നുള്ളത്. ഉണ്ട്. പല പാർലമെന്റിൽ ഡൽഹിയിലെ ഉള്ള ആർ പ്രസന്റ് മനോരമയുടെ ജോർജ് കള്ളിവയലിൽ കള്ളിവയിലൊക്കെ അവരൊക്കെ പറഞ്ഞതാണ്. ഈ പരമ്പരയില് ഈ പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. അതെ, നറുക്കിട്ടാണ് പ്രവേശനം അനുവദിക്കുന്നത്. അത് തന്നെ നിയന്ത്രിതമായ പക്ഷെ പ്രവേശനം മാത്രമേ ഉള്ളൂ. അതിനോട് യാതൊരു പ്രൊട്ടസ്റ്റ് ഒന്നും കണ്ടില്ല പത്രപ്രവർത്തകരുടെ എഡിറ്റോറിയലിന്റെ. ആരെങ്കിലും ഇവരൊക്കെ പ്രതിഷേധിക്കണ്ടേ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ? ഇങ്ങനെ ഒരു സംഭവം നമ്മൾ തന്നെ ഈ ചർച്ചയിലാണ് അറിയുന്നത്. അതിനു മുൻപ് ഇങ്ങനെ ഒരു സംഭവം കേട്ടിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അത് കുറേശ്ശെ ചർച്ചയായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പൊതുവെ ഞാൻ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. പറയുന്നതിൽ വിരോധം തോന്നില്ല. ഇവര് പോയി കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് മെച്ചമൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. പത്രത്തിലൊന്നും കാണുന്നുമില്ല. രണ്ട് കാര്യങ്ങളുണ്ട്. ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച് മലയാള പത്രങ്ങളുടെ കവറേജ് അതിശുഷ്കമാണ്. അപ്പം കേരളത്തിലെ ആൾക്കാർക്ക്, ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് ആഭിമുഖ്യമുള്ള ആൾക്കാർക്കും ശത്രുപക്ഷത്തുള്ളവർക്കും ഒക്കെ ബംഗാളിൽ എന്ത് സംഭവിക്കുന്നു, ത്രിപുരയിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ താല്പര്യമുണ്ട്. അല്ലെങ്കിൽ ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ താല്പര്യമുണ്ട്. ഒരു വാർത്തയും മലയാള പത്രങ്ങളിൽ വരുന്നില്ല. ഇവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇലക്ഷൻ്റെ സമയത്ത് പോലും വളരെ പരിതാപകരമാണ്, വളരെ അതിദയനീയമാണ്. വളരെ ശരിയാണ്. അതായത് കൂടുതൽ പ്രാദേശികവൽക്കരിക്കുകയാണ് നമ്മുടെ പത്രങ്ങളെ. വെറുതെ അവര് ഈ പറഞ്ഞ ഈ സർവേയില് പ്രാദേശിക വാർത്തകൾക്ക് കൂടുതൽ ലീഡർഷിപ്പ് എന്ന് കണ്ടപ്പോൾ കൂടുതൽ പ്രാദേശികമാവുകയാണ്. വാസ്തവത്തില് അത് ശരിക്കും ഒരു പത്രധർമ്മമല്ല. അത് ശരിക്കും ജനങ്ങള് പ്രത്യേകിച്ച് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുള്ള തന്നെ പ്രധാനപ്പെട്ട വാർത്തകൾ അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. അത് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ആളുകൾ ഈ പത്രങ്ങളോട് വൈമുഖ്യം കാണിച്ചു എന്ന് വരാം. ഈ പറഞ്ഞ പോലെ അത് പൊതുവെ അഭിപ്രായപ്പെടുന്നത് ഇപ്പോ ഡൽഹിയിലെ പത്രപ്രവർത്തകര് വെറും ഗുമസ്തന്മാരായിട്ട് തരം താണിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ആരോപണമാണ് വരുന്നത്. കാരണം ഹേമ ഒരു വായനക്കാരൻ എന്ന നില എൻ്റെ ഒരു അഭിപ്രായം ഡൽഹി ബ്യൂറോയുടെ ഒന്നും ആവശ്യമില്ല. ഒരു പത്രത്തിൻ്റെയും ഡൽഹി ബ്യൂറോ ഈ അവസ്ഥയിൽ ആവശ്യമില്ല. കാര്യം ന്യൂസ് ഏജൻസി തരുന്ന വാർത്തകൾ എഴുതാനായിട്ട് ന്യൂസ് ബ്യൂറോയുടെ ആവശ്യമില്ലല്ലോ. ഇല്ലല്ലോ. ഫീൽഡ് റിപ്പോർട്ടിങ്, ഈ ഇലക്ഷൻ സമയത്ത് ഫീൽഡ് റിപ്പോർട്ടിങ്ങും അല്ലാത്ത സമയങ്ങളിൽ ഇൻഡെപ്ത് ആയിട്ടുള്ള അനാലിസിസും വാർത്തകൾ എല്ലാവരും പറയും. എല്ലാ 24 മണിക്കൂറും കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണ് വാർത്തകൾ. പക്ഷെ വാർത്തകൾ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിലാണ് താല്പര്യം. അങ്ങനെ ഒരു സംഭവം ഡൽഹിയിൽ നിന്ന് വന്നില്ലെങ്കിൽ അത് തന്നെ നേരിട്ട് കണ്ട് അനുഭവിച്ചെഴുതുന്ന വാർത്തയും വേറെ ഫിൽട്ടർ ചെയ്ത് വരുന്ന വാർത്തയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതിപ്പോ
പിന്നെ ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാരെ മാത്രം കൊണ്ട് റിപ്പോർട്ട് ചെയ്യിക്കുകയും ആ വാർത്ത മാത്രം പുറത്തേക്ക് മറ്റുള്ളവർക്കും കൊടുക്കുകയും ചെയ്യാന്നുള്ള സമ്പ്രദായമാണിത്. ഇപ്പൊ ഹൈക്കോടതി വാർത്തകള് ഇപ്പൊ നിയന്ത്രണമുണ്ട് എന്നാണ്. ഇപ്പൊ നീക്കിയോന്ന് എനിക്കറിയില്ല. അവിടെ ഒരു വലിയ സമരവും പ്രശ്നങ്ങളൊക്കെ നടന്നതിന് ശേഷം അവിടെ അതെ പത്രപ്രവർത്തകർക്ക് പിന്നെ പ്രവേശനം നിഷേധിക്കുകയും അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് കുറെ കാലം പ്രസ് റിലീസായിട്ടും ഒക്കെ മാത്രം കൊടുത്തിരുന്ന സ്ഥിതി വന്നു. ഇപ്പോഴും അങ്ങനെയാണോ എനിക്ക് ഉറപ്പില്ല. ഞാനിപ്പോ ഈ അടുത്ത കാലത്ത് ഇങ്ങനെ വാർത്തകൾ വരുന്നതെന്നുള്ളതിനെ പറ്റി അന്വേഷിച്ചിട്ടില്ല. അങ്ങനെ അപ്പൊ അന്ന് അതിന് വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നതാണത്. കോടതി പിന്നെ കുറച്ചെങ്കിലും കോടതികൾക്ക് പിന്നെ ഇപ്പൊ ക്യാമറ പ്രൊസീഡിങ്സ് ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള അതിനുള്ള വ്യവസ്ഥകളുണ്ട്. നിയമസഭയും പാർലമെന്റിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പിന്നെ ഇതുള്ളതായിട്ട് ഭരണഘടനാപരമായിട്ട് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ ഉണ്ടെങ്കിലും അതെന്താ പ്രതിഷേധിക്കാത്തെന്നുള്ളത് മനസ്സിലാവുന്നില്ല. അത് അതിനകത്തെല്ലാം പറഞ്ഞ പോലെ സുപ്രീം കോടതിയിൽ പോകാനോ ഒക്കെ വ്യവസ്ഥ പിന്നെ അതിനകത്ത് പഴുതുണ്ട്. അതേപോലെ നമുക്ക് ഒരു കാര്യം കൂടെ ചോദിക്കേണ്ടതുണ്ട്. രണ്ടുപേരും വളരെ ദീർഘകാലം മാധ്യമരംഗത്തുള്ള ആൾക്കാരാണ്. പക്ഷേ ഇത് പുതിയ തലമുറ മലയാള പത്ര രംഗത്തേക്ക് കടന്നു വരുന്നവരുടെ എണ്ണം പുതിയ തലമുറയിൽ തീരെ കുറവാണ്. വരുന്നവർ തന്നെ നിൽക്കുന്നില്ല. എന്താകാം അതിൻ്റെ കാരണം? അത് പിന്നെ പത്ര സ്ഥാപനങ്ങളിലെ ഒന്നാമത്തെ ജോലിയുടെ ഒരു സ്വഭാവം. അതായത് ഏതാണ്ട് മുഴുവൻ സമയം തന്നെ നിങ്ങൾ എൻഗേജ്ഡ് ആയിരിക്കും. ആ സമയങ്ങളിൽ പിന്നെ ജോലി, പിന്നെ രാത്രി, പിന്നെ ഷിഫ്റ്റ്, പിന്നെ ഒരുപാട് അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ. അതിന് തക്ക പിന്നെ ഇല്ല, പിന്നെ എന്താ പറയുക, ഇത് വരുമാനം, ശമ്പളം, അതിന് തക്ക വിധത്തിലുള്ള ശമ്പള സ്കെയിലുകളോ ഒന്നും പത്രസ്ഥാപനങ്ങളിലില്ല. ഇപ്പോ പിന്നെ മിക്കവാറും ഞാൻ അറിയുന്ന അനുസരിച്ചിട്ട് മിക്ക പത്രങ്ങളിലും കൂടുതൽ പത്രലേഖകര് പിന്നെ കോൺട്രാക്ട് ബേസിസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായി മാറിയിരിക്കുകയാണ്. അതും ചെറുപ്പക്കാരൊക്കെ ആണെങ്കിൽ വളരെ പിന്നെ സാധാരണ ഇപ്പം മറ്റേ വേജ് ബോർഡോ ഒന്നും അത് നിശ്ചയിക്കുന്ന നിരക്കൊന്നും ഇല്ലാതെ വളരെ കുറഞ്ഞ ഒരു ബേസിക് നിരക്കിൽ മാത്രം പിന്നെ ഇവര് വർക്ക് ചെയ്യിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. ഈ സാഹചര്യത്തില് ഈ പറഞ്ഞ പോലെ പത്രങ്ങളിലെ വാർത്തകൾ പിന്നെ പത്രലേഖകരെയും പിന്നെ അല്ലെങ്കിൽ മറ്റ് സബ് കിട്ടാനും ബുദ്ധിമുട്ട് വരും. പിന്നെ അവരുടെ ക്വാളിറ്റിയിലും വർക്കിന്റെ ക്വാളിറ്റിയിലും മറ്റും വരാൻ സാധ്യതയുണ്ട്. ശ്രീ വിജയകൃഷ്ണൻ. ഹലോ. ശരിയാണ്, പറഞ്ഞ കാര്യം ശരിയാണ്. കാരണം ഒന്നാമത് ഈ ജേർണലിസം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന ആൾക്കാർക്ക് തന്നെ അവരോട് സംസാരിക്കും, അവർ കൂടുതൽ താല്പര്യം ടി വിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ദൃശ്യമാധ്യമങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അവരെ ഇൻട്രസ്റ്റ്. പ്രിന്റ് മാധ്യമങ്ങളല്ല അവരെ ഇൻട്രസ്റ്റ് കൂടുതൽ. പിന്നെ ഒന്ന് ഭാഷ പറഞ്ഞ മാതിരി തന്നെ തൊഴിലിന് ശമ്പളമൊക്കെ വേണ്ട, ജീവിക്കാനുള്ള ശമ്പളം കൊടുക്കണ്ടേ? അതൊക്കെ കിട്ടാനുള്ള ജോലി സ്ഥിരത ഇല്ല, പിന്നെ ശമ്പളം നന്നായിട്ട് കൊടുക്കുന്നില്ല. അതൊക്കെ നോക്കുമ്പോൾ പത്രങ്ങളിലേക്ക് വരണം എന്ന് ആരാണ് ആഗ്രഹിക്കുക? അഥവാ വന്നാൽ തന്നെ വേറൊരു സ്ഥലത്ത് നിന്ന് സാമ്പത്തികമായിട്ട് ചെറിയൊരു മെച്ചം കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകും. പിന്നെ എങ്ങനെയാണ് ആൾക്കാർ ഇതിൽ നിൽക്കുക? അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഇല്ലാന്ന് പറഞ്ഞുകൂടാ. പത്രങ്ങളെ നിങ്ങൾ കോളേജ് അധ്യാപകരോട് താരതമ്യം ചെയ്തു, അപ്പൊ വേജസ് വളരെ മോശമല്ലേ? അല്ലെങ്കിൽ ബാങ്കിലെ ആൾക്കാരായിട്ട് താരതമ്യം ചെയ്തു, അപ്പോഴും വേജസ് വളരെ മോശം. അങ്ങനെ ആൾക്കാർ ഇതിൽ വരാൻ താല്പര്യപ്പെടും. താങ്കളൊക്കെ മാത്രമേ ചേരുന്ന സമയത്ത് കോളേജ് അധ്യാപക ജോലി രാജിവെച്ചിട്ട് ഇങ്ങോട്ട് വന്ന ആൾക്കാരുണ്ടായിരുന്നു. തുല്യമായിരുന്നു ആ കാലത്ത്. അതെ അതെ. ഇപ്പം പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല അങ്ങനെ കാലം ഉണ്ടായിരുന്നു. സാർ, അപ്പൊ ഈ ഇങ്ങനെ കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുമ്പോൾ പൊതുവെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിന്റെ ക്വാളിറ്റിയെ ബാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ആ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു വലിയ പോരായ്മ ഇപ്പൊ പത്രരംഗത്ത് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയില്ലേ? അപ്പം തീർച്ചയായും അങ്ങനെ ഒരു രണ്ടുപേരും പറയേണ്ട ഒരു ചോദ്യമാണ്. അല്ല, ഇപ്പം കുറെ പേര് ഈ പറഞ്ഞ പോലെ പഴയ ശമ്പള സ്കെയിലിലും ഒക്കെ വർക്ക് ചെയ്യുന്ന കുറെ പിന്നെ കുറച്ച് ഉയർന്ന സ്ഥാനങ്ങളിലും അല്ലെങ്കിൽ മിഡിൽ ലെവലിൽ വരെ ഉള്ളവരുള്ളത് കൊണ്ട് ഇപ്പൊ അത് അറിയില്ല. ഇനി ഇത് മുഴുവൻ നിന്ന്
ഈ പറഞ്ഞ കുറഞ്ഞ ഇതിലേക്കുള്ള ആൾക്കാർ മാത്രമാവുമ്പോൾ അതിന്റെ വളരെ പിന്നെ പത്രത്തിൽ പ്രതികരിക്കും എന്നുള്ളത് ഉറപ്പാണ്. പിന്നെ അതുകൊണ്ട് ക്വാളിറ്റി കുറഞ്ഞ ആൾക്കാർ വരും, ക്വാളിറ്റി കുറഞ്ഞ പിന്നെ വാർത്തകളും വരും. അത് ഉറപ്പാണ്. തീർച്ചയായും അതങ്ങനെ സംഭവിക്കും. കാരണം ഇത് ആദ്യം സർക്കാർ ജോലി കിട്ടുമോ നോക്കും. കാരണം അതിൽ പെൻഷൻ ഉണ്ട്, സാമ്പത്തികമായിട്ടുള്ള സുസ്ഥിരതയുണ്ട്, അതൊക്കെ ഉണ്ട്. അപ്പൊ അധ്യാപക ജോലി, സർക്കാർ ജോലി എന്ത് കിട്ടിയാലും ആൾക്കാർ പോകും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇത് അതിനൊക്കെ കഴിഞ്ഞ് അവസാനം മാത്രമേ ഇത് തിരഞ്ഞെടുക്കുന്നുള്ളൂ. അപ്പൊ അത് സ്വാഭാവികമായിട്ടും അത് ക്വാളിറ്റിനെ ബാധിക്കുമല്ലോ. അങ്ങനെ ഒരു ദുസ്ഥിതി ഉണ്ട് എന്നുള്ള അവസ്ഥ വേണം. ക്വാളിറ്റിയെ മാത്രമല്ല, അവര് പല തരത്തിലുള്ള മോശപ്പെട്ട പ്രവണതകൾക്കും വശംവദരാവുന്ന ഒരു പ്രശ്നവും സ്വാഭാവികമായിട്ട് ഇതിന്റെ കൂടെ ഉണ്ടാവും. അപ്പോ മൊത്തത്തിൽ ഈ മാധ്യമ പ്രവർത്തനത്തിനെ തന്നെ അത് എഫക്ട് ചെയ്യും. അപ്പൊ എന്തായിരിക്കും ഇനി നാളത്തെ മാധ്യമങ്ങളുടെ ഭാവി? ഏത് രീതിയിലായിരിക്കും അവ നിലനിൽക്കുക എന്നുള്ളതിലേക്കും കൂടി ചിന്തിക്കേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു 35-40 വർഷം മുന്നേ നിങ്ങളൊക്കെ മാധ്യമ പ്രവർത്തനം ആരംഭിക്കുമ്പോഴുള്ള ഒരു അവസ്ഥയാണോ ഇപ്പോഴുള്ളത്? കാര്യം ഇത് നമ്മൾ മാതൃഭൂമിയെക്കുറിച്ച് പറയുന്നത് മാതൃഭൂമി ഒരു റിപ്പോർട്ടേഴ്സ് ഡെയിലി എന്നൊക്കെ പറയാറുണ്ട്. കാര്യം ബാലകൃഷ്ണേട്ടനൊക്കെ പറയുണ്ടായി അന്ന് ആദ്യകാലങ്ങളിലൊക്കെ എഴുതുന്ന എന്തും വിശ്വാസ്യതയുണ്ടെങ്കിൽ വരുന്ന ഒരു പത്രം എന്നുള്ള ലെവലിലെ ഇത് മാറിയിട്ട് ഇപ്പം താല്പര്യങ്ങൾ മാനേജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്ന ഒട്ടേറെ ഘടകങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് എഴുതേണ്ട, റിപ്പോർട്ട് ചെയ്യേണ്ട, എഡിറ്റ് ചെയ്യേണ്ട മാധ്യമ പ്രവർത്തകരാണ് എല്ലാ മാധ്യമങ്ങളിലും ഉള്ളത്. കാലാവസ്ഥ മാറിയിട്ടില്ലേ? ഹലോ, പറയാം. കാലാവസ്ഥ മനസ്സിലാവുന്നത് അത് സ്വാഭാവികമാണ്. കാരണം ഈ പത്രസ്വാതന്ത്ര്യം തന്നെ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോ ലാഭചേതങ്ങൾ നോക്കിക്കൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു പണിയായിട്ട് പ്രവർത്തനം മാറുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഉടമകൾ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു ഫലം എന്ന് പറയുന്നത് അത്യന്തം ഭയാനകമായിരിക്കും എന്നേ പറയാൻ. മാറിയിട്ടുണ്ടെന്നല്ല ശരിയാണ് എന്നാ മനസ്സിലാവുന്നത്. റിപ്പോർട്ടിംഗ് രീതിയിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോ വാർത്താ ശേഖരണത്തിന് താല്പര്യമില്ലാതെ പിന്നെ വീട്ടിലിരുന്ന് ഇപ്പൊ ഈ കോവിഡ് കാലത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള വലിയൊരു മാറ്റം, ഫീൽഡിൽ പോയി റിപ്പോർട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരുപാട് പേര് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഇതിലിരുന്ന് വാർത്താ ശേഖരണം നടത്തുക. ഒരുപാട് ഇന്റർനെറ്റ് മാധ്യമങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ അത്തരം ഒരു രീതി, അതായത് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ആണ് മുൻപ് വാർത്തയായിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല. സെക്കൻഡറി ആയിട്ടുള്ള രീതിയിൽ അന്വേഷണം എവിടുന്നെങ്കിലും ഒക്കെ എടുക്കുന്ന വാർത്തകളാണ്, അത് പ്രത്യേകിച്ച് ഓൺലൈനിൽ. അപ്പൊ അതൊക്കെ ഇതിന്റെ ക്വാളിറ്റിയെ വീണ്ടും ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയല്ലേ? അങ്ങനെ ആണെങ്കിൽ അത് ബാധിക്കും. നമ്മൾ അങ്ങനെയാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് നമുക്കറിയില്ല. പക്ഷെ കുറെയെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് പറയുന്നത്. പല ഓൺലൈൻ മാധ്യമങ്ങൾക്കും റിപ്പോർട്ടർമാരില്ല. അവിടെ അവര് ചെയ്യുന്നത്, ഇപ്പൊ നമ്മളുടെ കുറെ സ്റ്റുഡൻസ് പോയി ജോലി തേടുന്ന സ്ഥലങ്ങളിൽ അവർക്ക് 10,000-15,000 രൂപയൊക്കെ ശമ്പളം കൊടുക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് കോപ്പി പേസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ്. അപ്പൊ മറ്റ് ഇതര മാധ്യമങ്ങളിൽ നിന്ന് എടുത്ത് കോപ്പി ചെയ്ത് അതിനെ ചിലപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും. അതിൽ കൂടുതലായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. എങ്ങനെയുള്ള രീതിയിലും മാധ്യമപ്രവർത്തനം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടോ? കാരണം ടിവിന്ന് വാർത്ത നോക്കുക, അത് ഉടനെ പകർത്തി വെക്കുക, അത് വളരെ എളുപ്പത്തിൽ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. ടിവിയിലെ എല്ലാ വാർത്തയും കിട്ടും. നിങ്ങൾ കുറെ ചാനൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഏതാണ്ട് ഒരു സമ്പൂർണമായ ചിത്രം ഏതാണ്ട് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് 1 മണിക്കൂർ കൊണ്ട് ഒരു വാർത്ത എഴുതി ഉണ്ടാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. അപ്പൊ ഓൺലൈൻ മാധ്യമങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നത്. കാരണം അവർക്ക് റിസോഴ്സസ് കുറവാണ്. ഓരോ സ്ഥലത്തും ലേഖകന്മാരെ വെക്കാൻ സാധിക്കില്ല. അപ്പൊ ഇങ്ങനെ ലാഭകരമായിട്ട് അത് ചെയ്യുന്നുണ്ട് എന്നേ ഉള്ളൂ. അത് ആരെങ്കിലും അതിനെ ആശ്രയിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ചോദിച്ചാൽ പറയാൻ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ ഒരു വിവരം ലഭിക്കാൻ വേണ്ടി ആശ്രയിക്കുന്നുണ്ടോ, അതിലപ്പുറം എന്തെങ്കിലും അതിനെ ആശ്രയിക്കുന്നുണ്ടോ എന്നുള്ള സംശയമാണ്. ഒക്കെ നമ്മൾ പത്രങ്ങളും അച്ചടി മാധ്യമങ്ങളും മാത്രമല്ല, ഈ നമ്മുടെ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലും വലിയ ക്രൈസിസ്
അല്ലേ? അതിന് കോപ്പി കുത്തനെ ഇടിഞ്ഞു. 20 ലക്ഷം അടുത്ത ഉണ്ടായിരുന്ന മാസം ഇതിനോട് 20 സബ്സിഡി ലക്ഷം അവസാനിക്കും. ഉണ്ടായിരുന്നത് പിന്നെ ഈ 20,000 കോപ്പി പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ചില ഒന്നാം നമ്പർ പ്രസിദ്ധീകരണങ്ങൾ കുത്തനെ താഴോട്ട് വന്നിട്ടുണ്ട്. അതെ. നാമമാത്രമായി മാത്രമേ സാഹിത്യ സാംസ്കാരിക പ്രസിദ്ധീകരണങ്ങൾ വായിക്കപ്പെടുന്നുള്ളൂ. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പ്രസിദ്ധീകരണങ്ങൾ പോലും സർക്കുലേഷൻ അതിൻ്റെ 4 ഒന്നായിട്ടൊക്കെ ചുരുങ്ങിയിട്ടുണ്ട്. അപ്പം പൊതുവിൽ അച്ചടി മാധ്യമ മേഖല വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ഭാവി എന്തായിരിക്കും? നമ്മളെല്ലാ മാധ്യമ പ്രവർത്തകരോടും ചോദിച്ചിട്ടുണ്ട്. പലരും ആഗോളതലത്തിൽ തന്നെ ഓൺലൈനിൽ അതിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന, അതിന് കൂടുതൽ പ്രാമുഖ്യം നൽകുന്ന അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിൽ എന്തായിരിക്കും അതിൻ്റെ ഒരു ഭാവി? ഇതിനിടെ സ്പോർട്സ് മാസിക 29 വർഷത്തിന് പ്രവർത്തിച്ച ശേഷം അതിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചു. കഴിഞ്ഞ ഒക്ടോബറിൽ അത് അവസാനിച്ചു. അങ്ങനെ അച്ചടി മാസികകൾ അല്ലെങ്കിൽ വാരികകളൊക്കെ അതുമാതിരിയുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. പക്ഷെ പരിപൂർണമായിട്ടും അപ്രത്യക്ഷമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിന്റെ അത് എടുത്തു വെക്കാൻ കഴിയും, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ കഴിയും. അപ്പൊ അങ്ങനെ തീർത്തും ഇല്ലാണ്ടായി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ അച്ചടി തന്നെ ആയിട്ട് തന്നെ നിലനിൽക്കുമെന്നുള്ള ഉറപ്പൊന്നും നമുക്കിപ്പോ പറയാൻ പറ്റില്ല. നാളെ എന്ത് സംഭവിക്കും? AI ഒക്കെ ഇപ്പൊ വരുന്നുണ്ടല്ലോ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുന്നു. അപ്പൊ അതൊക്കെ പത്രപ്രവർത്തനത്തിനെ തന്നെ ബാധിക്കാം. കുറെ പണിക്കൊന്നും ഇപ്പൊ ഒരു വാർത്തേന്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ലേഖന്റെ ആവശ്യമില്ല, AI-നെ ആശ്രയിച്ചാൽ പോരെ. ഗൂഗിളിനെ ആശ്രയിക്കുന്നവർ AI-നോട് പറഞ്ഞ വാർത്ത ഉണ്ടാക്കി തരില്ല. അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. പത്രങ്ങൾ തന്നെ AI-നെ ഉപയോഗിക്കുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായിട്ടുണ്ട്, ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഭാവിയിൽ എന്ത് സംഭവിക്കുന്നത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഒരു കടുത്ത ദോഷൈക ദൃഷ്ടിയോടെ അതിനെ കാണേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും ഈ മാസികകൾക്ക് കുറേയൊക്കെ നിലനിൽക്കുമെന്നുള്ള പ്രതീക്ഷയാണ്, ഒരുപക്ഷെ തെറ്റായിരിക്കും, അങ്ങനെ ഒരു പ്രതീക്ഷയാണ് എനിക്ക് ഉള്ളത് എന്ന് പറയേണ്ടതുണ്ട്. അതുപോലെ പുസ്തക വിൽപ്പന കൂടിയിട്ടുണ്ടെന്നാണ് പുസ്തകങ്ങളുടെ ഇതിനകത്ത്. മാത്രമല്ല ഈയിടെ നടന്ന മറ്റേ മാതൃഭൂമിയുടെ ഒരു സാഹിത്യോത്സവം തിരുവനന്തപുരത്ത് നടന്നതിന്റെ പാർട്ടിസിപ്പേഷൻ വളരെ യുവാക്കളടക്കം ധാരാളം യുവാക്കളും ഇതിനകത്ത് പങ്കെടുത്തിരുന്നു എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ കുറെയൊക്കെ നമ്മൾ തീരെ പ്രതീക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നുള്ളതിന് വിരുദ്ധമായിട്ടുള്ള ഒരു ചില നീക്കങ്ങളാണിത് കാണുന്നത്. പ്രതീക്ഷ കൈവിടണ്ട എന്ന് പറയാം. പ്രതീക്ഷ കൈവിടാൻ പാടില്ല, തീർച്ചയായിട്ടും. അല്ല, മാത്രമല്ല നമ്മൾ ഈ ടെലിവിഷൻ, ഈ അച്ചടി മാധ്യമങ്ങൾ നിലയ്ക്കുന്നു അല്ലെങ്കിൽ അതിന് തകരും, അതിനു മുമ്പ് തന്നെ ടെലിവിഷൻ തകരും, ടെലിവിഷൻ വാർത്താ ചാനലുകൾ തകരും എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകരും ഈ വേദിയിൽ വന്നിട്ടുണ്ട് നേരത്തെ. അല്ല, അച്ചടി മാധ്യമങ്ങൾ പ്രത്യേകിച്ച് പത്രങ്ങളൊക്കെ 2020 ഇല്ലാണ്ടാവും എന്നുള്ളതായിരുന്നു പ്രചരണം. ഒരു 2010 കേട്ടിരുന്നതാണ്. 2020 കഴിഞ്ഞ് 24 ആണെങ്കിലും ഇപ്പോഴും പത്രങ്ങൾ ഒരുവിധം പിടിച്ചു നിൽക്കുന്നുണ്ട്. അപ്പൊ അത് അച്ചടിയിൽ തന്നെ തുടരണമെന്ന് ഇല്ലല്ലോ. നമുക്ക് അത് ഓൺലൈൻ പത്രങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. അതെ. അല്ല, അച്ചടി മാധ്യമങ്ങൾ അല്ല അച്ചടി മാധ്യമങ്ങളുടെ ഭാവി എന്ത് എന്ന് അറിയണമെങ്കിൽ ഏതെങ്കിലും ഒരു ട്രെയിനിൽ കയറി ഒരു മണിക്കൂർ സഞ്ചരിച്ചാൽ മതി. കൃത്യമായ ഉത്തരം കിട്ടും. ഗവേഷണമില്ലാതെ നമുക്ക് കൃത്യമായിട്ട് ഉത്തരം കണ്ട് പഠിക്കാൻ പറ്റും. ബുക്ക് സ്റ്റാളുകൾ പോലും എല്ലാ പത്രങ്ങൾ വയ്ക്കുന്നില്ല. ഒറ്റയാളുടെ കയ്യിലും പത്രം ഉണ്ടാകത്തില്ല. പണ്ട് ഞാൻ 92 ആകാശവാണി തൃശ്ശൂർ നിലയത്തിൽ ജോയിൻ ചെയ്തപ്പം ഇവിടുന്ന് ഒരു ട്രെയിനിൽ രാവിലെ കയറി തൃശ്ശൂരേക്കും, തൃശ്ശൂരിൽ നിന്ന് ട്രെയിനിൽ ഇങ്ങോട്ടും 2 പത്രമായിട്ടാണ് കയറുന്നത്. ഈ ഒരു പത്രം വായിക്കാനും പറ്റില്ല നമുക്ക്. അവസാനം കയ്യിലിരിക്കുന്ന പത്രത്തിന്റെ അടിയിൽ കൂടെ ആൾക്കാർ എത്തി നോക്കി വായിക്കും, ഓരോ പേജായിട്ട് കയറിക്കൊണ്ട് പോകും. അപ്പൊ അതിൽ നിന്ന് മാറിയിട്ട് പത്രങ്ങൾ പോലും ഈ ട്രെയിൻ കമ്പാർട്ട്മെന്റിൽ കാണുന്നില്ല, വിൽക്കുന്നില്ല. ബുക്ക് സ്റ്റാളുകളിലൊക്കെ പൊട്ടി. പത്രങ്ങൾ വിൽക്കുന്ന കടകളിന് വളരെ എല്ലാ സ്ഥലത്തും പത്രങ്ങൾ തൂങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഇപ്പൊ പത്രങ്ങൾ രാവിലെ നിങ്ങൾക്ക് ഏതെങ്കിലും പത്രം വാങ്ങിക്കണമെങ്കിൽ കുറെ അന്വേഷിച്ച് നടക്കേണ്ട സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഈവൻ എയർപോർട്ടിൽ വരെ സമൃദ്ധമായിട്ട് പത്രങ്ങൾ വിതരണം ചെയ്ത് കിട്ടുമായിരുന്നു. സീറ്റിലൊക്കെ പത്രങ്ങൾ ഇടുമായിരുന്നു.
ഇപ്പൊ എവിടെ ഇത് അവിടെ പോലും ഇപ്പൊ നിങ്ങൾ പത്രം കാണുന്നില്ല. ഇതിലെ ഏറ്റവും വലിയ തമാശ, ഞാൻ നിരന്തര യാത്രകൾ ഉത്തരേന്ത്യ നടത്തിയപ്പോൾ മധ്യപ്രദേശിലെ, മഹാരാഷ്ട്രയിലെ, പ്രത്യേകിച്ച് മുംബൈ, കൽക്കട്ട, അവിടെയൊക്കെ വ്യാപകമായി പത്രങ്ങൾ വയ്ക്കുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനിലും പിന്നെ തീവണ്ടി ഈ ബസ് സ്റ്റാൻഡിലൊക്കെ വയ്ക്കുന്നുണ്ട് അവർ. കേരളത്തിൽ മാത്രമില്ല. കേരളത്തിലില്ല. അപ്പൊ അത് പുതിയ സെഗ്മെന്റ് ഓഫ് റീഡേഴ്സ് ആയിരിക്കും അത്. അപ്പൊ കേരളത്തിലും അതെ, അതെ, അത്തരം അതെ. പുതിയ സെഗ്മെന്റ് ഓഫ് റീഡേഴ്സിനെ കിട്ടാൻ സാധ്യതയില്ലേ? ഉണ്ടല്ലോ. അതെ, അത് ഇന്റർനെറ്റ് പെനിട്രേഷൻ കൂടുതലായിട്ടുള്ള ഒരു സ്ഥലമല്ലേ കേരളം. അപ്പൊ കൂടുതൽ ആളുകളും ഓൺലൈനിലേക്ക് മാറി എന്ന് തന്നെ വിചാരിക്കാം. കൽക്കട്ടയിലെ എല്ലാ തെരുവുകളിലും രാവിലെ പത്രം വിൽക്കുന്നുണ്ട്. ആൾക്കാർ വൻതോതിൽ വാങ്ങുന്നുണ്ട് ഈ കാഴ്ച. ഈ മാതൃഭൂമി ബുക്ക് സ്റ്റാൾ തന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളിലെ ഏറ്റവും പഴയ ബുക്ക് സ്റ്റാൾ ഷൊർണൂർ മാതൃഭൂമി ബുക്ക് സ്റ്റാളാണെന്ന് തോന്നുന്നത്. അത് പൂട്ടിയല്ലോ അല്ലേ? അത് പൂട്ടിയില്ല. എത്രയോ കാലം മുന്നേ ഹിഗിൻ ഹിഗിൻ ബോതംസിന്റെ ബുക്ക് സ്റ്റാളുകൾ മുഴുവൻ പൂട്ടി. നോർത്തിലുണ്ടായിരുന്നു മറ്റേ മാതൃഭൂമി സ്റ്റാള്. ഹലോ, കേൾക്കാം സർ, കേൾക്കാം. ഹലോ, അതെ, നമ്മൾ 9 മണി വരെ ആണ് ഉദ്ദേശിച്ചത്. നവമാധ്യമങ്ങളുടെ ഒരു കാലഘട്ടത്തിലെ പത്രങ്ങളുടെ ഫ്യൂച്ചർ എന്നുള്ളത് ഇനിയും പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് നമ്മൾ ഈ സെഷൻ അവസാനിപ്പിക്കുന്നത് തോന്നുന്നു. അല്ല, പത്രങ്ങൾ നമ്മളെ അച്ചടി മാത്രമായിട്ട് നിലനിൽക്കണമെന്നില്ലല്ലോ. അച്ചടിക്കുന്ന പത്രങ്ങൾ തന്നെ ഓൺലൈനായിട്ട് വരുന്നുണ്ടല്ലോ. അച്ചടിക്കുന്ന പത്രങ്ങൾ തന്നെ ഓൺലൈനായിട്ട് വരുന്നു. അതിൽ നിങ്ങൾക്ക് ആർക്കൈവ്സ് ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോ ആ രീതിയിൽ നിലനിൽക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരസ്പര ബന്ധത്തോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. ഒന്നും മറ്റേതിനെ നശിപ്പിച്ചുകൊണ്ട് നിലനിൽക്കുന്നതാണെന്ന് തോന്നുന്നില്ല. അപ്പൊ അച്ചടിക്ക് സാധ്യതയുണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതേസമയം ഇതേ കൂട്ടർ തന്നെയാണ് ഓൺലൈനിലേക്കും പ്രവേശിക്കുന്നുണ്ടല്ലോ. അതെ, ഇത് ഓൺലൈൻ മാത്രമല്ല, വായന മാത്രമല്ല, ഇപ്പൊ പോഡ്കാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ. അപ്പോ കേൾക്കാനുള്ള ഒരു രീതികളും കൂടി പുതുതായിട്ട് സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അപ്പോ വായന നടക്കുന്നുണ്ട്, അത് മുന്നോട്ട് പോകുന്നുണ്ട്. അതേസമയം പത്രങ്ങൾ ഇന്ന് കാണുന്ന ഫോർമാറ്റുകളിൽ തന്നെ നിലനിൽക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പും ഇല്ല. പോഡ്കാസ്റ്റുകൾ മലയാളത്തിൽ അധികം വികസിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. മറ്റ് ഇംഗ്ലീഷിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. വിജയേഷിന് ഓഡിയോ ബുക്കുകൾ ധാരാളം കേരളത്തില് ചെലവഴിക്കുന്നുണ്ട്. ഓഡിയോ സൈറ്റുകൾ വൻതോതിൽ കേൾക്കുന്നുണ്ട് ആൾക്കാർ. പുസ്തകങ്ങൾ, ലീഡിംഗ് പുസ്തകങ്ങൾ മുഴുവൻ അതിൽ കൂടി വ്യാപകമായി കേൾക്കുന്നുണ്ട്. മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പോഡ്കാസ്റ്റുകൾ കുറവല്ലേ? പോഡ്കാസ്റ്റുകൾ കുറവാണ്, പക്ഷെ ഇപ്പൊ എല്ലാത്തിന്റെയും ഓഡിയോ വെർഷൻ കൂടെ വരുന്നുണ്ട്. ബുക്കിന്റെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓഡിയോ കൂടെ കേൾക്കാം. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ തന്നെ QR സ്കാനിംഗ് ഉണ്ടല്ലോ, സ്കാൻ ചെയ്യുന്നു. മാതൃഭൂമി പത്രത്തിന്റെ തന്നെ എഡിറ്റോറിയൽ അല്ലേ? അതെ, സ്കാൻ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ പല സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി വായനയുടെ വേറെ തലങ്ങളിലേക്ക് പോകുന്നുണ്ട്. വായിച്ച് കേൾക്കാം നമുക്ക്. അതെ, അങ്ങനെ എന്തായാലും മാധ്യമരംഗം വളരെ വൈവിധ്യവൽക്കരണം അല്ലെങ്കിൽ പുതിയ ഒരു കാലഘട്ടത്തിലേക്കും കൂടി കടക്കുകയാണ്. സാങ്കേതിക വിദ്യ അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് അനുമാനിക്കേണ്ടത് അല്ലേ? തീർച്ചയായിട്ടും. അപ്പം നമുക്ക് അവസാനിപ്പിക്കാം ഇന്നത്തെ അല്ലേ? അപ്പം വളരെ സമ്പന്നമാണ് ഈ അധ്യായം. ഇതിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട മുതിർന്ന മാധ്യമപ്രവർത്തകരായ ശ്രീ N ബാലകൃഷ്ണനും CP വിജയകൃഷ്ണനും ക്ലബ് ഹൗസ് മീഡിയ റൂമിന്റെ നന്ദി അറിയിക്കുന്നു. നമസ്കാരം. നമ്മൾ പരിപാടി ഇനി പതുപോലെ ശനിയാഴ്ച തുടരും. വളരെ നന്ദി സർ, രണ്ടുപേർക്കും ഒരിക്കൽ കൂടി നന്ദി. നമസ്കാരം, ശുഭരാത്രി. ഓക്കെ, താങ്ക് യു.